നിത്യാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവധീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. വാമനാവതാരമാണ് നമ്മുടെ വിഷയം. അമൃതമഥനമൊക്കെ കഴിഞ്ഞപ്പോൾ ദേവന്മാർ ശക്തന്മാരായി അസുരന്മാരുമായിട്ട് യുദ്ധം നടന്നു. ആ യുദ്ധത്തിൽ അസുരന്മാരെയൊക്കെ കൊന്നൊടുക്കി. വീണ്ടും യുദ്ധം തുടരുമ്പോൾ ബ്രഹ്മാവിൻ്റെ നിർദ്ദേശമനുസരിച്ച് നാരദർ അവിടെ വന്ന് യുദ്ധം നിർത്താനായിട്ട് പറഞ്ഞു. കാരണം ഇപ്പം നിങ്ങൾ ജയിച്ചു കുറഞ്ഞു, പ്രബലന്മാരെയൊക്കെ കൊന്നു കഴിഞ്ഞു, ഇനി പരിപൂർണ ഒരു വംശം നശിപ്പിക്കാനായിട്ട് പാടില്ല. ഭഗവാന്റെ സൃഷ്ടിയാണ്. എല്ലാ വംശവും ഇവിടെ നിലനിൽക്കേണ്ടത് ആവശ്യമാണ്. നമുക്ക് തോന്നും ഇതൊക്കെ എന്തിനാ എലികളെ കൊണ്ടുള്ള ശല്യം സഹിക്കാൻ വയ്യ, എന്തിനാ ഈ എലികൾ, ഇതൊക്കെ ഇങ്ങോട്ട് നശിപ്പിച്ചൂടെ? പറ്റില്ല. ഈ സർപ്പങ്ങൾക്കുള്ള ആഹാരമാണ് എലികളെ. അപ്പം അതും ഭഗവാൻ സൃഷ്ടിച്ചത് തന്നെ. എന്തൊക്കെയോ കുറേ ഉദ്ദേശങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് ഒരു വംശവും നശിക്കാൻ പാടില്ല. അസുരവംശമാണെങ്കിൽ അതുകൊണ്ട് യുദ്ധം നിർത്തണം എന്ന് പറഞ്ഞു. രോഗാണുക്കളടക്കം വംശം നശിക്കാൻ പാടില്ല. ഇപ്പം ഈ ശാസ്ത്രജ്ഞന്മാരിങ്ങനെ പുരോഗമിച്ച് പുതിയ പുതിയ കണ്ടുപിടുത്തമൊക്കെ ആയപ്പോൾ രോഗാണുക്കളുടെ വംശമൊക്കെ നശിക്കാൻ തുടങ്ങി. പല രോഗങ്ങളും പഴതൊന്നും ഇപ്പം ഇല്ല, വസൂരി, മലേറിയ, അതൊന്നും ഇപ്പം ഇല്ല. അപ്പം അങ്ങനെ വന്നപ്പോൾ രോഗാണുക്കൾക്ക് പേടിയായി. ഇത്ര ഇക്കണക്കിൽ പോയാൽ ശാസ്ത്രജ്ഞന്മാർ ഇങ്ങനെയൊക്കെ കണ്ടുപിടിച്ചാൽ ഞങ്ങളുടെയൊക്കെ വംശം നശിക്കുമല്ലോ. അവർ ജനറൽ ബോഡിയൊക്കെ വിളിച്ച് വലിയൊരു ചർച്ചാ വിഷയമായി. നമ്മുടെ വംശം രക്ഷിക്കണം. ബ്രഹ്മദേവനോട് പറയുക. കാരണം ബ്രഹ്മാവാണല്ലോ സൃഷ്ടികർത്താവ്. അവരെല്ലാവരും കൂടെ പ്രസിഡന്റ്, സെക്രട്ടറി, ഖജാൻജി ഒക്കെ പാടെ ഒരു പെറ്റീഷൻ തയ്യാറാക്കി ബ്രഹ്മദേവൻ്റെ അടുക്ക ചെന്നു. ശാസ്ത്രജ്ഞന്മാരിങ്ങനെ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അത് കാരണമായിട്ട് ഞങ്ങളുടെ വംശം നശിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങളെ രക്ഷിക്കണമെന്ന്. ബ്രഹ്മാവ് പറഞ്ഞു, കാര്യമൊക്കെ ശരിയാണ്, പക്ഷേ എനിക്ക് സൃഷ്ടിക്കാൻ മാത്രമേ അധികാരമുള്ളൂ. ഇത് സംരക്ഷണമൊക്കെ മഹാവിഷ്ണുവാണ്, നമുക്ക് അവിടെ പോയി പറയാം. എല്ലാവരും കൂടെ മഹാവിഷ്ണുവിനോട് പറഞ്ഞു. മഹാവിഷ്ണുവിനെ സ്തുതിച്ചു. മഹാവിഷ്ണു പ്രത്യക്ഷമായി. മഹാവിഷ്ണു പറഞ്ഞു, നിങ്ങളുടെ വിഷമമൊക്കെ എനിക്കറിയാം, നിങ്ങൾ വിഷമിക്കേണ്ട, വംശമൊന്നും നശിക്കില്ല, സംരക്ഷണമൊക്കെ എൻ്റെ ചുമതലയാണ്. നിങ്ങളെ രോഗാണുക്കളെ രക്ഷിക്കാനായിട്ട് ഞാൻ കലികാലത്ത് അവതരിക്കാൻ പോകുന്നുണ്ട്, നിങ്ങൾ പേടിക്കണ്ട. ഞാൻ കലികാലത്ത് വീട് തോറും ഫ്രിഡ്ജായിട്ട് അവതരിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിൽ ഭക്ഷണമൊക്കെ അതിൽ കൊണ്ടുവന്ന് വെച്ച് തണുപ്പിച്ച പിന്നെ ചൂടാക്കി കഴിക്കുക. ഇപ്പോൾ പുനസ്തപ്തം വിഷോപമം, തണുപ്പിച്ച വസ്തു ചൂടാക്കിയാൽ വിഷത്തിന് തുല്യമാണ്. ഒരുപാട് രോഗങ്ങൾ വർദ്ധിക്കും, നിങ്ങൾ പേടിക്കണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു വംശവും നശിക്കാൻ പാടില്ല, രോഗാണുക്കളടക്കം നശിക്കാൻ പാടില്ല എന്നാ. പിന്നെ ഈ അസുരന്മാരെ വംശം നശിപ്പിക്കാൻ പാടുണ്ടോ എന്ന് പറഞ്ഞപ്പോൾ നാരദർ പറഞ്ഞപ്പോഴാണ് യുദ്ധമൊക്കെ നിർത്തി. പിന്നെ ശുക്രമഹർഷി ഇത് കണ്ടു. ദേവേന്ദ്രൻ ദേവലോകമൊക്കെ തിരിച്ചു കിട്ടി പരമാനന്ദമായിട്ടിരിക്കുകയാണ്. ശുക്രമഹർഷി ഇത് കണ്ടപ്പോൾ തൻ്റെ ശിഷ്യന്മാരാണല്ലോ ഈ അസുരന്മാർ. അദ്ദേഹത്തിനൊരു പ്രത്യേക വിദ്യയുണ്ട്, അപകടമായിട്ടുള്ളൊരു വിദ്യ, മരിച്ചവരെയൊക്കെ ജീവിപ്പിക്കുന്ന വിദ്യ. എന്തിനു പറയണോ, മഹാബലിയുടെയും ആ പ്രബലന്മാരെയും ഒക്കെ എടുത്ത് അദ്ദേഹം തലയും ഉടലൊക്കെ കൂട്ടി യോജിപ്പിച്ച മൃതസഞ്ജീവനി വിദ്യ കൊണ്ട് ജീവിപ്പിക്കാം. അപ്പം മരിച്ചവർക്ക് രണ്ടാമതൊരു ജന്മം കിട്ടുക പറഞ്ഞാൽ അവരുടെ സന്തോഷം എത്രയാ! പരിപൂർണ ആത്മാർപ്പണമാണ്. എന്തെല്ലാമാണോ വേണ്ടത് എല്ലാം കൊടുത്ത് തന്നെ അങ്ങോട്ട് കാൽക്കൽ സമർപ്പിക്കുകയാണ് മഹാബലി ചെയ്തത്. ആ മഹാബലിയുടെ ഭക്തിയും വിനയവും ഒക്കെ ഇങ്ങോട്ട് കണ്ടപ്പോൾ എന്തൊന്നുമില്ലാത്ത വാത്സല്യം തോന്നി. ശുക്രമഹർഷി ഇവനെ ഏതെല്ലാം വിധത്തിൽ അനുഗ്രഹിക്കാൻ പറ്റുമെന്നാണ് ചിന്തിച്ചത്. ഉടനെ മന്ത്രോപദേശം ചെയ്തു, മന്ത്ര പുരസ്ചരണം ചെയ്യിച്ചു. മന്ത്രോപദേശം കിട്ടിയാൽ പോരാ, അത് പുരസ്ചരണം, അക്ഷരലക്ഷമൊക്കെ ജപിച്ചാൽ അത് സിദ്ധി വരും. ഇപ്പം ബല അതിബല മന്ത്രമൊക്കെ അറിയാം നമുക്ക്, പക്ഷേ നമുക്ക് സിദ്ധി വരുത്താൻ പ്രയത്നിക്കുന്നില്ല. നമ്മൾ പ്രയത്നിച്ച സിദ്ധി വരുത്തണ്ടേ. ഇത് പുരസ്ചരണം ചെയ്യിച്ച് സിദ്ധി വരുത്തി. വിശ്വജിത്ത് എന്ന യാഗം നടത്തി. അതിൻ്റെ ഫലമായിട്ട് എല്ലാവിധ ഐശ്വര്യങ്ങളും നിറഞ്ഞു വന്നു. ആ മഹാബലി ആർക്കും ജയിക്കാൻ വയ്യാത്തൊരു നിലയിലെത്തിച്ചു. എന്നിട്ട് വീണ്ടും മഹാബലി ദേവന്മാരോട് യുദ്ധത്തിന് പോവുകയാണ്. ദേവന്മാരോട് യുദ്ധത്തിന് ദേവേന്ദ്രന് ആകെ പേടിയായി. ഇതെന്തൊരു അത്ഭുതം! ഇവരെയൊക്കെ കൊന്നൊടുക്കിയിട്ട് സ്ട്രക്ചറിൽ കൊണ്ടുപോയവരാ, ഇവരിത് ആദ്യം എണീറ്റ് വരുന്നു. ഇതെന്തൊരു അത്ഭുതമാണ്! ഗുരുനാഥൻ്റെ അടുത്ത് ബൃഹസ്പതിയുടെ അടുത്ത് ചെന്ന് ചോദിച്ചു, ഇതെന്താ അത്ഭുതം, മനസ്സിലാവണില്ല, എന്താ ഇപ്പം ഇവരോട് എങ്ങനെ നേരിടേണ്ടത്? അവർ അത്യന്തം പ്രബലന്മാരായിട്ട് വരുന്നു. ബൃഹസ്പതി പറഞ്ഞു, ഇപ്പം അവരോട് നേരിട്ടിട്ട് ജയിക്കാൻ സാധ്യമല്ല. ആര് വിചാരിച്ചാലും, ഭഗവാൻ ഒഴിച്ച വേറെ ആര് വിചാരിച്ചാലും മഹാബലിയെ തോൽപ്പിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് തൽക്കാലം ഒന്ന് വഴി മാറിക്കൊടുക്കുക, സ്ഥലം മാറിക്കൊടുക്കുക, ഒളിവിൽ താമസിക്കുകയാണ് തൽക്കാലം നല്ലത്. കാലം അനുകൂലമാവുമ്പോൾ നമുക്ക് വീണ്ടും ഈ സ്വർഗലോകമൊക്കെ തിരിച്ചു പിടിക്കാം. ഇപ്പോൾ ഗുരുനാഥൻ്റെ പരിപൂർണ അനുഗ്രഹമുണ്ട് അദ്ദേഹത്തിൻ്റെ ഈ ചൈതന്യത്തിന്. കാരണം ജാനാമി മഖവൻ ശത്രോഹ ഉന്നതേരസ്യ കാരണം ശിഷ്യായ ഓപഭൃതം തേജോ ഭൃഗുഭിർ ബ്രഹ്മവാദിഭി. ഇത്രയേറെ ചൈതന്യം എന്താ ഉണ്ടാകാൻ കാരണം എന്ന് വിചാരിച്ചാൽ ഭൃഗുമഹർഷിയും ബ്രാഹ്മണരും ഉള്ളു തുറന്ന് അനുഗ്രഹിച്ചിരിക്കുക. അപ്പം അതുകൊണ്ട് ഇനി അദ്ദേഹത്തെ ഇപ്പം ജയിക്കാൻ ഒരു നിവൃത്തിയില്ല എന്നാണ്.
അപ്പോൾ ദേവേന്ദ്രന് തോന്നുന്നു അങ്ങനെയാണെങ്കിൽ അങ്ങക്ക് ഞങ്ങളെ അനുഗ്രഹിച്ചോടെ, അപ്പോൾ ഞങ്ങൾക്ക് കൂടെ. പക്ഷേ ഇവരെ അനുഗ്രഹിക്കാൻ പറ്റില്ല, പറഞ്ഞാൽ കൂട്ടാക്കാത്ത വകുപ്പുകളാണ്. ഒരു തവണ യുദ്ധത്തിൽ ജയിച്ച് ഗുരുനാഥൻ ചെന്നപ്പോൾ ഗുരുനാഥനെ വേണ്ടതുപോലെ മാനിച്ചില്ല. എന്നിട്ട് ഗുരുനാഥൻ ഇറങ്ങിപ്പോയി. പിന്നെ ഒരുപാട് നരകം പിന്നെ ഇവിടുന്നൊക്കെ കണ്ടുപിടിച്ച് രണ്ടാമത് കൊണ്ടുവന്നതാണ്. അപ്പോൾ ആ മഹാബലിയുടെ സർവാത്മ സമർപ്പണ ഭാവം ഉണ്ടായിരുന്നില്ല ദേവന്മാർക്ക് എന്നർത്ഥം. അതുകൊണ്ട് ഇപ്പം തൽക്കാലം സ്ഥലം വിടുകയാണെന്നുള്ളതാണ്. അതാണ് ഒരു ഗുരുനാഥന് വിചാരിച്ചാൽ എന്താ സാധിക്കാത്തത്. ഉടലും തലയും വേറെ ആയിട്ട് കിടക്കായിരുന്നു എന്നത് കൂട്ടി യോജിപ്പിച്ചവരെ ഈ നിലയിലേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞാൽ അതാണ് ഗുരുനാഥന് ഉപമയായിട്ട് 3 ലോകത്തിൽ ഒരു പദാർത്ഥമില്ല. ശങ്കരാചാര്യസ്വാമികൾ വേദാന്ത കേസരിയിൽ പറയും, ദൃഷ്ടാന്തോ നൈവ ദൃഷ്ട ത്രിഭുവന ജഡരേ. 3 ലോകത്തിലും ഗുരുനാഥന് തുല്യമായിട്ട് ഉപമിക്കാൻ മറ്റൊരു വസ്തു കാണാനില്ല എന്ന്. അത്രയേറെ ആ ഗുരുനാഥൻ വിചാരിച്ചാൽ ശിഷ്യനെ തനിക്ക് തുല്യം ആത്മജ്ഞാനിയാക്കി തീർക്കാൻ സാധിക്കും. അതാണ് ഗുരുനാഥന്റെ മഹിമ. അതുകൊണ്ട് ഗുരു ഗോവിന്ദ് ദോവൂഖടെ കാക്കയിലാകുമ്പായി, ഗുരുനാഥനും ഈശ്വരനും ഒരുമിച്ച് വന്നു നിന്നാൽ ആദ്യം ആരെ നമസ്കരിക്കും എന്നൊരു ചോദ്യം കബീർ. അദ്ദേഹം പറയാം, ഞാൻ ആദ്യം ഗുരുനാഥനെ നമസ്കരിക്കും, എന്നിട്ട് ഈശ്വരനെ നമസ്കരിക്കൂ. കാരണം ഈശ്വരനെ കുറിച്ച ബോധം എനിക്ക് ഉണ്ടാക്കി തന്നത് ഈ ഗുരുനാഥനാണ്. അപ്പോൾ ഗുരുനാഥന് ഈശ്വരനേക്കാൾ ഒരുപടി മീതെയാണ് ഗുരുനാഥന്റെ സ്ഥാനം. ദൈവേരുഷ്ടേ ഗുരുത്രാത ഗുരൗരുഷ്ടേന കശ്ചന. ദൈവം പോലും നമ്മോട് കോപിച്ചാൽ ദൈവകോപത്തിൽ നിന്ന് രക്ഷപ്പെടാം, പേടിക്കണ്ട. ഗുരുനാഥൻ അനുഗ്രഹിച്ചാൽ ആ ദൈവകോപത്തെ അതിജീവിക്കാം. ഗുരൗരുഷ്ടേന കശ്ചന. പക്ഷേ ഗുരുനാഥൻ നമ്മോട് കോപിച്ചാലോ പിന്നെ അവന് ഗതിയില്ല. അവന് പറഞ്ഞു കൊടുക്കേണ്ട ആളാ ഗുരുനാഥൻ. ആ ഗുരുനാഥന്റെ ഗുരുത്തക്കെട് വാങ്ങിയാലോ അവൻ എവിടെ പോയാലും ഗതി പിടിക്കാനും പോകുന്നില്ല. അതാ ഇവിടെ സാധിച്ചത്. മഹാവിഷ്ണുവിന്റെ ആനുകൂല്യത്തോടു കൂടിയാണല്ലോ ദേവന്മാരെ ഈ പാലാഴി മഥനമൊക്കെ കഴിഞ്ഞ് അമൃതമൊക്കെ നേടി പ്രബലന്മാരായിട്ട് അസുരന്മാരെയൊക്കെ നിഗ്രഹിച്ചു. എന്നിട്ട് എന്താ കാര്യം? ശുക്രമഹർഷി വീണ്ടും ഇവരെ ജീവിപ്പിച്ചു. അതാണ് ദൈവം കോപിച്ചാൽ. അതായത് നമ്മളിപ്പോൾ യൗവനത്തില് ഈശ്വരന്റെ മഹത്വം അറിയാത്തത് കൊണ്ട് ഈശ്വര നിന്ദയൊക്കെ ചെയ്തിട്ടുണ്ടാവാം, ഭക്തന്മാരെയും നിന്ദിച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ ഒരാൾ പറയണ്ടായി, ഗുരുവായൂരിൽ പോയിട്ട് മാഷെ ഞാൻ പിന്നാക്കം തിരിഞ്ഞ് നിന്ന് തൊഴുത ആളാ പറഞ്ഞു. അത്ര നിന്ദയായിരുന്നു. പിന്നീട് അനുഭവമൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു പ്രഭാഷണമൊക്കെ കേട്ടപ്പോഴേക്കും അയാളുടെ മനസ്സ് മാറി. അവർ അമ്പലത്തിന്റെ പരിപൂർണ ചുമതല ഏറ്റെടുത്തിട്ട് വർഷങ്ങളോളം മരണം വരെ അങ്ങനെ ജീവിച്ചത്. അങ്ങോട്ട് അർപ്പണഭാവം. കാരണം ആ ചോരത്തിളപ്പിലെ ഈ കുയുക്തിവാദങ്ങളൊക്കെ കേട്ടിട്ട് ഈശ്വരനൊന്നുമില്ല എന്നും ഈശ്വരനെ നിന്ദിക്കാൻ തോന്നുക, അതുപോലെ ഭക്തന്മാരെ നിന്ദിക്കാൻ തോന്നുക, അതൊക്കെ ആ ചോരത്തിളപ്പിൽ നടക്കുന്നതാണ്. കാരണം വായിക്കുന്നതും കേൾക്കുന്നതും ഒക്കെ വിപരീതമാണ്. നല്ലതൊന്നും പഠിപ്പിക്കുന്നില്ലല്ലോ. വിദ്യാഭ്യാസത്തിൽ നല്ലതൊന്നും പാടില്ല എന്ന് പ്രത്യേകം നിയമമുണ്ട്. ആവശ്യമില്ലാത്തത് ഒരുപാട് കാര്യങ്ങൾ വിദ്യാഭ്യാസത്തിൽ പഠിപ്പിക്കും, ഒരുപാട് ഇൻഫർമേഷൻസ്. ഇത് മുഴുവൻ ഈ പാവങ്ങൾ പഠിച്ച് മണ്ടേ കയറ്റുക, ഫ്രം പുസ്തക ടു മസ്തക. എന്നിട്ട് ഗോയിങ് ടു എക്സാമിനേഷൻ ഹാൾ. എന്നിട്ട് പരീക്ഷാ ഹാളിൽ പോയിട്ട് അത് മുഴുവൻ അതിലങ്ങോട്ട് കൊട്ടുക. പരീക്ഷ അങ്ങോട്ട് കഴിഞ്ഞാൽ എന്തോ ഒരു സമാധാനം, തലയിലൊന്നുമില്ല, ഉള്ളതൊക്കെ അവിടെ കൊട്ടിപ്പോകും. വേണ്ടാത്തത് കാര്യങ്ങൾ നേൽ നദിയുടെ നീളം ചെന്നല്ല. ആദ്യം ഇറങ്ങിയ ആളുടെ പേര്, അയാൾ അച്ഛൻ്റെ പേര്, മുത്തച്ഛൻ്റെ പേര്. ഇത് അറിഞ്ഞിട്ട് ഇവർ എന്ത് കാര്യം? അച്ഛനോടോ അമ്മയോടോ ഗുരുജനങ്ങളോടോ പെരുമാറാൻ അറിയില്ല. ഒരു പ്രതിസന്ധി ഘട്ടം വരുമ്പോൾ അത് എങ്ങനെ നേരിടണം എന്നറിയില്ല. അതിനൊന്നും വിദ്യാഭ്യാസത്തിൽ പഠിപ്പിക്കുന്നില്ല. അങ്ങനെ ഒരു വിദ്യാഭ്യാസം ആയി കഴിഞ്ഞു. അധ്യാത്മവിദ്യ വിദ്യാണ്. വിദ്യകളിൽ ശ്രേഷ്ഠമായത് അധ്യാത്മവിദ്യയാണ്. അതില്ലല്ലോ ഇപ്പോൾ. അവനവനെ കുറിച്ച് പഠിക്കുന്നില്ല, തന്നിൽ നിന്ന് അന്യമായ പലതിനെയും കുറിച്ച് പഠിക്കും. അതുകൊണ്ട് ഒരിക്കലും അയാൾക്ക് മനോബലം ഉണ്ടാകാനായിട്ട് പോകുന്നില്ല എന്നുള്ളതാണ്. അപ്പം ഇവിടെ ഈ യുക്തിവാദവും അതിൻ്റെ ഗ്രന്ഥങ്ങളും അത് മാത്രമേ വായിക്കുള്ളൂ. നല്ലതൊന്നും വായിച്ചിട്ടുമില്ല, കേട്ടിട്ടുമില്ല. ഏതോ പ്രൊഫസർ, ഫിലോസഫിയുടെ പ്രൊഫസർ ക്ലാസ്സിൽ വന്നിട്ട് കുട്ടികളോട് ചോദിച്ചു അത്രേ, കുട്ടികളെ നിങ്ങൾ ആരെങ്കിലും ഈശ്വരനെ കണ്ടിട്ടുണ്ടോ? ആരും മിണ്ടുന്നില്ല. ഈശ്വരനെ ആരാ കണ്ടിട്ടുള്ളത്? ഈശ്വരനെ നിങ്ങൾ ആരെങ്കിലും തൊട്ടിട്ടുണ്ടോ ചോദിച്ചു. അപ്പോഴും മിണ്ടുന്നില്ല, ആരും തൊട്ടിട്ടില്ല. ഈശ്വരൻ്റെ ശബ്ദം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല. അതാണ് ആ മക്കളെ പറഞ്ഞത്. അങ്ങനെ ഒരു ഈശ്വരൻ ഇല്ല എന്ന് നിങ്ങൾക്ക് ബോധ്യമായില്ലേ? പ്രൊഫസറെ പഠിപ്പിക്കുക. കുട്ടികൾക്ക് ചിലർക്ക് വിഷമമായി. എങ്ങനെയാ ഇപ്പോൾ ഗുരുനാഥനോട് പറയുക? അതിലൊരു കുട്ടി എഴുന്നേറ്റ് നിന്നു. എന്താ ചോദിച്ചു. ആ കുട്ടികളോട് ചോദിച്ചു, കുട്ടികളെ നിങ്ങൾ ആരെങ്കിലും നമ്മുടെ പ്രൊഫസറുടെ തലച്ചോറ് കണ്ടിട്ടുണ്ടോ ചോദിച്ചു. കണ്ടിട്ടില്ല. ആ തലച്ചോറ് ആരെങ്കിലും തൊട്ടിട്ടുണ്ടോ? കാണാത്തത് എങ്ങനെ തൊട്ടിട്ടുമില്ല. പ്രൊഫസറുടെ തലച്ചോറിൻ്റെ ശബ്ദം നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല. അപ്പം ഈ തിയറി വെച്ച നമ്മുടെ പ്രൊഫസർക്ക് തലച്ചോറില്ല തീർച്ചയായില്ലേ എന്ന് പറഞ്ഞു. ഈ വിപരീതമായത് മുഴുവനേ പഠിക്കുകയാണ് ഈശ്വര നിഷേധമായിട്ട്. ഈ പ്രപഞ്ചത്തെ കണ്ടാൽ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തിയെ അറിയാൻ സാമാന്യ ബുദ്ധി ഉണ്ടെങ്കിൽ അറിയില്ല. ഒരു കുട്ടി പട്ടം പറപ്പിക്കുകയാണ്. വളരെ ഉയരത്ത് പോയപ്പോൾ പട്ടം കാണാനില്ല. പട്ടം വളരെ ചെറുതാണല്ലോ. ഒരു കാരണവർ വന്നിട്ട് എന്താ മോനെ കാണിക്കണം? ഞാൻ പട്ടം പറപ്പിക്കാൻ പറഞ്ഞു. പട്ടം പറപ്പിക്കുക. എവിടെ? പട്ടമൊന്നും കാണാനില്ലല്ലോ. പട്ടം കാണാനില്ലാത്തത് ഇപ്പം എൻ്റെ കുറ്റമല്ലല്ലോ, ഓരോരുത്തരുടെ കാഴ്ച പോലെയാണല്ലോ. പട്ടം എന്താ വളരെ ഉയരത്തിലാണ്, വളരെ ഉയരത്തിലായാൽ കാണില്ല. പിന്നെ എവിടെ പട്ടം? നീ വെറുതെ കളവ് പറയാം. ഈ കയറ് പിടിച്ചു നോക്കാൻ പറഞ്ഞു. നൂലുണ്ട എൻ്റെ കയ്യിലുണ്ട്. അത് പിടിച്ചപ്പോൾ അതിങ്ങനെ നൂല് വലിയുന്നുണ്ട്. മുകളിൽ പട്ടം ഉണ്ടെങ്കിൽ നൂലിന് വലിവുണ്ടാവും തീർച്ചയാണല്ലോ. ഈ നൂലിന്റെ വലിവ് കൊണ്ട് മനസ്സിലാക്കണം ഉയരത്തിൽ പട്ടം പറക്കുന്നുണ്ട്. അതാണ് ബുദ്ധി. അല്ലാതെ
യൗവനത്തില് ഈശ്വര നിഷേധമൊക്കെ ചെയ്തുകൊണ്ട് ജീവിച്ചാൽ അവസാനം രക്ഷപ്പെടാൻ അപ്പോഴും മാർഗമുണ്ട്. ഗുരുനാഥനുണ്ടെങ്കിൽ ഈശ്വരകോപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വഴിയുണ്ട്. പക്ഷേ ഗുരുനാഥൻ നമ്മോട് കോപിച്ചാൽ പിന്നെ നമുക്ക് രക്ഷയില്ല എന്ന് പറയുകയാണ്. ഏതായാലും ദേവന്മാരൊക്കെ ഒളിവിലായി. മഹാബലി സ്വർഗത്തിൻ്റെ ആധിപത്യം ഏറ്റെടുത്തു. അതിഥി മാതാവിന് വളരെയേറെ ദുഃഖമായി. തൻ്റെ മക്കളെല്ലാം ഒളിച്ച് താമസിക്കുക. ഇപ്പം കാണാനില്ല. മറ്റേത് ഇവിടെ ബഹളോ എന്താ പരമാനന്ദമാണ് അവളെ ആശ്രമത്തിൽ. ഇപ്പം കുട്ടികളൊന്നും കാണാനില്ല. മാത്രമല്ല അവരൊക്കെ വേഷം മാറിയിട്ടൊക്കെ നടക്കണത്. എൻ്റെ മക്കൾക്ക് ഈ ഒരവസ്ഥ വന്നാലും അമ്മമാർക്ക് എത്രയായാലും സങ്കടമല്ലേ. ഒരു ദിവസം കശ്യപ പ്രജാപതി ഈ ഇവരുടെ ദേവന്മാരുടെയും അസുരന്മാരുടെയും അച്ഛൻ അദ്ദേഹമാണ്. അതിഥിയിലുണ്ടായത് ദേവന്മാരും ദിതിയിലുണ്ടായത് അസുരന്മാരുമാണ്. അദ്ദേഹത്തിന് പിന്നെ പരമജ്ഞാനിയാണ്. കശ്യപൻ എന്ന് പറഞ്ഞാൽ പശ്യകൻ, കാണുന്നവനാ. ഈ പ്രപഞ്ചത്തിന്റെ പരമസത്യം കാണാൻ സാധിക്കുന്ന മഹാത്മാവാണ്. അദ്ദേഹത്തിന് ആര് സ്വർഗത്തിലിരുന്നാലും വിരോധമില്ല. അതൊക്കെ ഓരോരുത്തരും ഓരോരുത്തരുടെ ജീവന്റെ പ്രാരംഭം അനുഭവിക്കുന്നു എന്നുള്ള മാത്രമേ ഉള്ളൂ. അദ്ദേഹം വന്നപ്പോൾ ആകെ നിശബ്ദമായിട്ടിരിക്കുന്നു അതിഥിയുടെ ആശ്രമം. ആകെ ഒരു മൂകത, എന്തോ ഒരു വിഷമം അതിഥിയുടെ മുഖത്ത്. അപ്പം എന്താ നീ ഇങ്ങനെ വിഷമിച്ചിരിക്കണം? ഇങ്ങനെ കാണാറില്ലല്ലോ. അപ്പോൾ ധർമാർത്ഥ കാമങ്ങളെല്ലാം വേണ്ടതുപോലെയൊക്കെ ലഭിക്കുന്നില്ലേ? അതിഥി സൽക്കാരം വേണ്ടതുപോലെ സാധിക്കുന്നില്ലേ? ഗൃഹസ്ഥനായാൽ അതൊരു മുഖ്യമായിട്ടുള്ള വിഷയമാണ്. ആ അതിഥിയെ വേണ്ടതുപോലെ സൽക്കരിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഒരു ഗൃഹസ്ഥൻ ഇന്ന് വരെ ചെയ്ത പുണ്യം മുഴുവനെ നഷ്ടപ്പെടുന്നതാണ്. അതിഥി അഗ്നിക്ക് തുല്യമാണ്. നമ്മുടെ സുഹൃതത്തെ മുഴുവൻ ദഹിപ്പിക്കാനുള്ള ശക്തി അതിഥിക്കുണ്ട്. അപ്പം അതിഥികൾ വന്നാൽ വേണ്ടതുപോലെ സൽക്കരിക്കണം. ആദ്യം നമ്മൾ വെള്ളം കൊടുക്കും. കുടിക്കാൻ എന്താ വേണ്ട ചോദിക്കുക. എന്താ വെച്ചാൽ അഗ്നിയാണ്. അഗ്നിയെ ശമിപ്പിക്കാൻ ജലം കൊടുക്കുകയാണ്. പിന്നെ അതിഥിയെ വേണ്ടതുപോലെ ഭക്ഷണമൊക്കെ കൊടുത്ത് നമ്മൾ കഴിച്ചില്ലെങ്കിലും അതിഥിയെ സൽക്കരിക്കും. ഇത് നമ്മൾ ശാസ്ത്രമൊന്നും പഠിക്കേണ്ട, നമ്മുടെയൊക്കെ രക്തത്തിൽ പരമ്പരയാ ആ സനാതന ധർമ്മത്തിലുള്ളതാണ്. അപ്പം നമ്മൾ ചിലപ്പോൾ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ലെങ്കിലും അതിഥിക്ക് കൊടുക്കും. ഉച്ചയ്ക്ക് വെച്ച ചോറ് കുറച്ച് ബാക്കിയുണ്ട്, ഒരാൾക്കുള്ളത് ഉണ്ടെങ്കിൽ വെക്കണോ? വേണ്ടാന്ന്, അതുകൊണ്ടൊക്കെ ഒപ്പിക്കാമെന്ന് പറഞ്ഞു ഭർത്താവ്. അങ്ങനെ ഇരിക്കുമ്പോൾ രാത്രി 8:30 മണിക്ക് ഗേറ്റ് തുറന്നൊരു അതിഥി വരണത്. എന്ത് ചെയ്യും? അതെ, ഒന്നും കേട് വരുമോ? അകത്തേക്ക് വിളിച്ചു. വെക്കണോ? വേണമെങ്കിൽ വെക്കാട്ടോ, എനിക്ക് തീരെ വിശപ്പില്ല. ഇനിയിപ്പോൾ വെച്ചുണ്ടാക്കാൻ നേരെ എത്രയോ? ഒന്നും വേണ്ടാന്നേ, അതുകൊണ്ട് ഒപ്പിക്കാം അല്ലേ? അങ്ങനെയല്ലേ നമ്മൾ പതിവ്. ആ അതിഥി ഒരു നീ ഊണ് കഴിക്കുക എന്ന് പറഞ്ഞാൽ അതിഥിക്ക് ധാരാളം വിളമ്പും. ഈ ഗൃഹസ്ഥന് വളരെ കുറച്ച്, അത്രയേ ഉള്ളൂ. അമ്മയ്ക്ക് ഏതായാലും ഇല്ല. എന്നാലും അതിഥിയെ വേണ്ട വിധത്തിൽ സൽക്കരിക്കില്ലേ? ചിലപ്പോൾ അതിഥികൾ ചോദിക്കും, ഇതെന്താ ഇത്ര കഷ്ടിയായിട്ട് വിളമ്പിയത് ഗൃഹനാഥനെ? അതൊക്കെ അമ്മമാർക്ക് അറിയാം. കഴിക്കില്ല, ഇതിപ്പോൾ അങ്ങുണ്ടാവുകൊണ്ടാ, ഭക്ഷണമൊക്കെ വളരെ മോശം. ഇങ്ങനെ ചില സൂത്രങ്ങളൊക്കെ. അങ്ങനെ അതിഥിക്ക് വേണ്ടതുപോലെ സൽക്കരിച്ചു. ഇവിടെ ഒന്നുമില്ല, ഉള്ളതൊക്കെ വിളമ്പി. എന്നാലും ഗൃഹനാഥൻ തൻ്റെ ആ കേമത്തം കാണിക്കാൻ വേണ്ടി കുറച്ച് ചോറ് കൊണ്ടുവരും, കുറച്ച് മെഴുക്ക് വരട്ടി കൊടുക്കൂ, സാമ്പാർ കൊടുക്കും. എന്ത് കൊടുക്കണം? ഒന്നുമില്ല അവിടെ. യമയ്ക്ക് ഇങ്ങനെ ദേഷ്യം വരികയാണ്. ഇല്ലാന്ന് അറിഞ്ഞുകൊണ്ട് ഇങ്ങനെ കൊണ്ടുവരും. പക്ഷെ ഭാഗ്യത്തിന് വേണ്ട 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 എന്ന് മറ്റാൾ പറയണുണ്ടാവും. രക്ഷപ്പെട്ടു. അവസാനം ഊണൊക്കെ കഴിഞ്ഞാൽ അതിഥി എന്തോ കാര്യം പറഞ്ഞ് അദ്ദേഹം പോയി. പിന്നെയാണ് ഭാര്യയും ഭർത്താവും കൂടെ യുദ്ധം. നിങ്ങൾ ആളെ അവമാനിക്കരുത്, ഇവിടെ ഉള്ളത് മുഴുവൻ വിളമ്പി. പിന്നെ കൊണ്ടുപോകാ ഞാൻ എന്തായി കൊണ്ടുവരുന്നത്? ഞാൻ എത്ര തവണ നിങ്ങളുടെ കാലും പോയി ചവിട്ടി. മേശപ്പുറത്താണ് ഉണ്ടായിരിക്കുന്നത്, മിണ്ടാണ്ടിരിക്കുന്നത്. നീ ചവിട്ടിയോ? എന്നാൽ അതന്നെയാണ് അദ്ദേഹം വേണ്ടോ വേണ്ടോ പറഞ്ഞ് നിലവിളിച്ചിരുന്നത്. കാല് മാറി ചവിട്ട് ചുറ്റുമ്പോൾ അമ്മയ്ക്ക് അറിയാം ഇവിടെ ഒന്നുമില്ല. മറ്റേ ആൾക്ക് അതിഥിക്ക് അറിയാം. അപ്പം എന്താ വെച്ചാൽ നമ്മൾ കഴിച്ചില്ലെങ്കിലും അതിഥിയെ സൽക്കരിക്കുന്ന ഒരു സംസ്കാരം നമുക്കുണ്ട്. അങ്ങനെയാണ്. അല്ലാതെ ആ സമയത്ത് ഒരാൾ വന്നാൽ ഇരിക്കൂട്ടോ, ഞങ്ങൾ ഊണ് കഴിക്കട്ടെ, ബാക്കി ഉണ്ടെങ്കിൽ തരാം, എപ്പോഴെങ്കിലും നടക്കുന്ന കാര്യമാണ്. അപ്പോൾ അതിഥിയെ വേണ്ടതുപോലെ സൽക്കരിച്ചില്ലെങ്കിൽ വലിയ ദുരിതമുണ്ട്. അതുകൊണ്ടാണ് നച്ചികേതസ് യമധർമ്മരാജാവിൻ്റെ അവിടെ ചെന്നപ്പോൾ 3 ദിവസം അദ്ദേഹത്തെ കാണാൻ സാധിച്ചില്ല. അദ്ദേഹം വന്നപ്പോഴാണ് അറിഞ്ഞത് ഒരു ബ്രഹ്മചാരി കുട്ടി ഇവിടെ വന്ന് 3 ദിവസമായിട്ട് കാത്തു നിൽക്കണമെന്നേ. ഉടനെ പേടിയായി. കാരണം തൻ്റെ എന്ത് വരെയുള്ള സുഹൃതം മുഴുവൻ നഷ്ടപ്പെടും. ഒരു ബ്രഹ്മചാരി കുട്ടി വന്ന് 3 ദിവസം പട്ടിണി കിടക്കുക, തന്നെ കാണാൻ പറ്റിയിട്ടില്ല. അതിൽ നിന്ന്, ആ പാപത്തിൽ നിന്ന് മോചനം നേടാനായിട്ട് 3 വരം ചോദിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് കഠോപനിഷത്തിലെ കഥ അതാണ്. 3 വരം കൊടുക്കുക. അത്രമാത്രം നമ്മൾ വീട്ടിലൊരാൾ വന്നാൽ നാം കഴിച്ചില്ലെങ്കിലും അവരെ കൊടുക്കണം. അപ്പം അതേതാണ്ട് പറ്റാണ്ടായിട്ട് വന്നു. ചിലപ്പോൾ മറ്റു വല്ല വ്യാപാരത്തിലും ഏർപ്പെടുമ്പോൾ ഒരു അതിഥി വന്നപ്പോൾ വേണ്ടതുപോലെ ശ്രദ്ധിക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ സൽക്കരിക്കാൻ പറ്റിയില്ല. അദ്ദേഹം ദേഷ്യപ്പെട്ട് ഇറങ്ങി പോവുകയും ചെയ്താൽ അത് മതി ദുരിതത്തിന്. അങ്ങനെ വല്ലതും ഉണ്ടായോ ചോദിക്കുക. അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് ധർമാർത്ഥ കാമങ്ങൾക്ക് യാതൊരു കുറവുമില്ല, അതിസൽക്കാരത്തിലും കുറവില്ല. അപ്പം അങ്ങനെയാണ് അവർ ഗൃഹസ്ഥൻ്റെ ധർമ്മം മുഖ്യമായിട്ടുള്ള ഒന്ന്. അത് മനസ്സിലാക്കേണ്ട നമ്മളെ അതിഥി സൽക്കാരം. അത് നമുക്കറിയാതെ. പക്ഷേ ഇപ്പം പല ദിക്കിലും അങ്ങനെ അതിഥികളൊന്നും വരലുമില്ല. വന്നാലും കൊടുക്കാൻ വലിയ താല്പര്യമില്ല. ഭിക്ഷക്കാർ വന്നപ്പോൾ ചിലപ്പോൾ ഇവിടെ ഒന്നുമില്ല പൊക്കോ എന്ന് പറഞ്ഞയക്കാൻ ഒരു മടിയില്ലാത്ത ഇല്ലേ. ഈ അമ്മ ഇവിടെ ഒന്നുമില്ല പൊക്കോ എന്ന് പറഞ്ഞു. ഇയാളങ്ങോട്ട് പോകുമ്പോൾ ആ ഭർത്താവ് കോണി ഇറങ്ങി വന്ന് ഇത് കണ്ടു. അയാൾക്ക് വിഷമായി. ഉടനെ കൈകൊട്ടി വിളിച്ചു, വരാൻ പറഞ്ഞു. സമാധാനമായി. അതെ, ഇവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് പറയാൻ ഇവളല്ല, ഇവിടെ ആണുങ്ങളുണ്ട്. ഇവിടെ ഒന്നുമില്ല പൊക്കോ. ഇവൾക്ക് എന്താ അധികാരം? ഇതൊക്കെ ഞാനല്ലേ പറയാന്നുള്ള മാതിരി കേമായില്ലേ. ഒരിക്കലും അങ്ങനെ ആവരുത്. അപ്പം അതുകൊണ്ട് അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് ഒരു കുറവുമില്ല, എല്ലാ ഐശ്വര്യവും ഇവിടെ ഉണ്ട്. പക്ഷേ അങ്ങ് അറിയേണ്ടതല്ലേ നമ്മുടെ കുട്ടികളുടെ കഥ എന്താണ്? അവരിപ്പോൾ
ഒളിവിലാണ്, സ്വർഗമൊക്കെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്, അവർക്ക് സൽഗതി വരണ്ടേ, അങ്ങ് അനുഗ്രഹിക്കണം, അതിനായിട്ട് അങ്ങ് അനുഗ്രഹിക്കും, അവർ പൂർവ്വസ്ഥിതിയിലെത്തണം, അവർക്ക് ആ സ്വർഗം അവരുടെ ആധിപത്യത്തിൽ കിട്ടണം, അതിനായിട്ട് അങ്ങ് അനുഗ്രഹിക്കണം, അതാണ് ആവശ്യം എന്ന് പറയുകയാണ്. അത് പറഞ്ഞപ്പോൾ അദ്ദേഹം ഒന്ന് മന്ദഹസിച്ചു. എന്താ കഥ ആലോചിച്ച് നോക്കൂ. ഈ മായയുടെ, ഭഗവാന്റെ മായയുടെ വൈഭവം. ഓരോ ജീവന്മാർ അവരവരുടെ പ്രാരബ്ധം അനുഭവിക്കുകയാണ്. പക്ഷേ ഈ അമ്മമാർക്കൊന്നും ഇത് ബോധ്യമില്ല. കശ്യപൻ ഒരു ഭ്രമവുമില്ല. അവിടെ ദേവന്മാർ ഭരിച്ചാലും വിരോധമില്ല, അസുരന്മാർ ഭരിച്ചാലും ഓരോ ജീവനും അവരവരുടെ കർമ്മഫലം അനുഭവിക്കാനാണ് ഇവിടെ ജനിക്കുന്നത് തന്നെ, അല്ലേ? അത് അനുഭവിക്കാതെ ഇങ്ങോട്ട് നിവൃത്തിയില്ല. ഇപ്പോൾ കാലം അസുരന്മാർക്ക് അനുകൂലമാണ്, ചിലപ്പോൾ ദേവന്മാർക്ക് അനുകൂലമാണ്, അപ്പോൾ അവർക്കാവും സ്വർഗത്തിൻ്റെ ആധിപത്യം. ഇത്രയേ ഉള്ളൂ. ഇത് ബോധിക്കില്ല, മായയിൽ ഭ്രമിക്കുകയാണ്. എൻ്റെ കുട്ടികൾ എന്ന് തോന്നുകയാണ്. വാസ്തവത്തിൽ അവരവരുടെ കർമ്മഫലമാണ് അനുഭവിക്കുന്നത് എന്ന് തോന്നിയാൽ പിന്നെ ഈ പരിഭ്രമത്തിൻ്റെ ആവശ്യമില്ല. ജ്ഞാനികൾക്ക് അതില്ല. അതുകൊണ്ട് അത് ആ പ്രാരബ്ധം ഉണ്ടല്ലോ, എവിടെ പോയാലും അത് അനുഭവിക്കാതെ കണ്ട് നിവൃത്തിയില്ല. നാഭുക്കതം ക്ഷീയതേ കർമ്മ കൽപ്പകോടീശതൈരമി. നമ്മൾ ചെയ്ത കർമ്മം യുഗങ്ങൾ കഴിഞ്ഞാലും ഇന്നല്ലെങ്കിൽ നാളെ അനുഭവിക്കണം. പക്ഷേ മായയിൽ കുടുങ്ങിയവർക്ക് എൻ്റെ മക്കളെ എൻ്റെ മക്കള് ഏതോ ജീവന്മാർ അവരുടെ പ്രാരബ്ധം അനുഭവിക്കാൻ നമ്മുടെ മക്കളായിട്ട് വന്നു. നമ്മൾക്ക് ഈ മക്കൾക്കും അച്ഛനമ്മമാർക്കൊന്നും ഇല്ല. എന്താ ബന്ധമുള്ള? ഒന്നുമില്ല. നമ്മുടേതൊന്നുമല്ല മക്കള്, ഭഗവാന്റെ മക്കളാണ്. നമ്മൾ വി ആർ ഓൺലി ട്രസ്റ്റീസ്. അത് സൂക്ഷിപ്പുകാരെ ഭഗവാൻ സൂക്ഷിക്കാൻ തന്നു. എത്ര കാലാന്നറിയില്ല. ചിലപ്പോൾ അത് കഴിഞ്ഞാൽ വിളിച്ചു കൊണ്ടുപോകും. അയ്യോ മകൻ മരിച്ചുവല്ലോ, ദുഃഖിച്ചിട്ടൊന്നും കാര്യമില്ല, അവൻ്റെ ദുരിതം കഴിഞ്ഞു, അവൻ രക്ഷപ്പെട്ടു എന്ന് ബോധിക്കാറാവണം നമുക്ക്. അതിനാണ് നമ്മൾ ഈ സത്രത്തിലും ഭാഗവതവും ഒക്കെ പങ്കെടുക്കുന്നത്. എന്തിനാ ചോദിച്ചാൽ ഈ ഒരു അവസ്ഥ വരാൻ, നമുക്കും ദുഃഖങ്ങളും ദുരിതങ്ങളും വരും, അതിനെ നേരിടാനുള്ള മനോബലം നമുക്കുണ്ടാകണം. നിലമ്പൂരിൽ വിരാടൂർ ക്ഷേത്രത്തിൽ യജ്ഞങ്ങൾ നടത്തിയപ്പോൾ ഒരു അമ്മ എന്നോട് പറഞ്ഞു, ചില ഉദാഹരണങ്ങളൊക്കെ കേട്ടപ്പോഴേ, അമ്മ എവിടെയും സപ്താഹം ഉണ്ടോ കേൾക്കാൻ പോകും, വായന ഉണ്ടെങ്കിൽ കേൾക്കാൻ പോകും. കുറച്ച് ചെറുപ്പക്കാർ അമ്മയെ കളിയാക്കുന്നവർ, ഓ അമ്മൂട്ടിയുടെ അടുത്തേക്ക് ഇനി സുഖമല്ലേ, അമ്പലത്തിൽ സപ്താഹമല്ലേ, രാവിലെ ഇഡ്ഡലി പലഹാരം, നിങ്ങളെ ഉച്ചയ്ക്ക് ഊണ്, അതിനാണ് അമ്മൂട്ടിയമ്മ പോണതെന്നാണ് ചെറുപ്പക്കാരുടെ. ഞാനൊന്നും പറയാറില്ല. എനിക്കിത് വായന കേട്ടാൽ സന്തോഷം, അവർക്ക് എന്നെ കളിയാക്കിയാൽ സന്തോഷം. അങ്ങനെയെങ്കിലും അവർ സന്തോഷിക്കട്ടെ. ആ അമ്മയ്ക്ക് ഒരേ ഒരു മകൻ, ആ മകൻ ഒരു ദിവസം ബൈക്ക് ആക്സിഡൻറ്റിൽ മരണപ്പെട്ടു. കല്യാണം കഴിച്ച് 2.5 വയസ്സുള്ളൊരു കുട്ടിയുണ്ട്. ഒരേ ഒരു മകനേ ഉള്ളൂ, ആ മകൻ മരണപ്പെട്ടു. സ്വതവേ മക്കൾ ആരെങ്കിലും ബന്ധുക്കൾ മരിച്ചാൽ ഒരു കൊല്ലം പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല എന്നൊക്കെ നമുക്ക് ചില തെറ്റിദ്ധാരണ. അമ്പലത്തിലും പോവില്ല, ആശ്രമത്തിലും പോവില്ല, അവിടെ ഇരുന്ന് സീരിയൽ കാണാനേ പാടുള്ളൂ എന്നാണ് നിയമം. അപ്പം അമ്മ പറയാം, എനിക്ക് അങ്ങനെയൊന്നുമില്ല, ഞാൻ അപ്പോഴും വായനയ്ക്ക് പോകും. ഒരു കൊല്ലം വീട്ടിലിരുന്നിട്ടുണ്ടെങ്കിൽ അപ്പോഴല്ലേ കൂടുതൽ വായന കേൾക്കേണ്ടത്. അപ്പോഴും ഈ പരിഹസിച്ചിരുന്ന ചെറുപ്പക്കാർ ഒഴിവാക്കിയില്ല. അല്ല, കുറെ കാലമായാലോ ഭാഗവതവും ഗീതൊക്കെ കേൾക്കണം, എന്നിട്ടിപ്പം എന്തേ, എന്നിട്ട് ഒരേ ഒരു മകൻ ഉള്ളത് തട്ടിപ്പോയില്ലേന്നാ ഈ ചോദ്യം. ആ പെറ്റമ്മയെ വേദനിപ്പിക്കരുതെന്നുള്ള സംസ്കാരം പോലും ഇല്ല. ഇത് പറഞ്ഞപ്പോൾ ഞാൻ അവരുടെ അടുത്തേക്ക് അങ്ങോട്ട് ചെന്നു പറഞ്ഞു. അവർക്ക് അത്ഭുതമായി. മക്കളെ, ഞാൻ ഈ ഭാഗവതവും ഗീതയും കേൾക്കുന്നത് എൻ്റെ മകൻ മരിക്കാതിരിക്കാനല്ല. അവൻ്റെ പ്രാരബ്ധം കഴിഞ്ഞു, അവൻ രക്ഷപ്പെട്ടു. എനിക്ക് കുറച്ചും കൂടെ പ്രാരബ്ധമുണ്ട്, അല്ലെങ്കിൽ കുറച്ചും കൂടെ നാമം ജപിക്കാൻ ഭഗവാൻ അവസരം തന്നിരിക്കണം. പക്ഷെ ഒരേ ഒരു മകൻ മരണപ്പെട്ടിട്ടും ഈ അമ്മ ബുദ്ധിഭ്രമമൊന്നും ഇല്ലാണ്ട് നിങ്ങളുടെ മുമ്പ് കൂടെ ഇങ്ങനെ നടക്കണതേ ഈ ഭാഗവതവും ഗീതയും കേട്ടത് കൊണ്ടാണ് എന്ന് ഞാൻ അവരോട് പറഞ്ഞു എന്ന് പറഞ്ഞു. എനിക്ക് വളരെ ഇഷ്ടമായി. അതിനാണ് നമ്മൾ ഭാഗവതവും ഗീതയും കേൾക്കണം. അല്ലാണ്ട് ഭാഗവതം കേട്ടു അല്ലെങ്കിൽ അത് പഠിച്ചു, അതുകൊണ്ട് രോഗം വരില്ല, ബന്ധുക്കൾ മരിക്കില്ല, ഇങ്ങനെയൊന്നുമില്ല. എല്ലാം വരും, എന്ത് വന്നാലും പരമാനന്ദമായിട്ടിരിക്കും, ഭഗവാനെ ഭജിച്ചു കൊണ്ടിരിക്കുക. ഈ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് വരാൻ സാധിക്കണം. അപ്പോൾ ഗൃഹസ്ഥാശ്രമ ധർമ്മമൊക്കെ വേണ്ടതുപോലെ പാലിക്കുന്നില്ലേ എന്നാണ് ഇവിടെ ചോദ്യം. ഈ ഗൃഹസ്ഥാശ്രമത്തിന് വളരെയേറെ മഹത്വമുണ്ട്. കാരണം മറ്റുള്ളവരൊക്കെ ഗൃഹസ്ഥനെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. യഥാ വായും സമാശ്രിത്യ വർത്തന്തേ സർവജന്തവ. എല്ലാ ജീവികളും വായുവിനെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. നമുക്കറിയാലോ, മനുഷ്യരല്ല സകല പ്രാണികൾ. തഥാ ഗൃഹസ്ഥമാശ്രിത്യ വർത്തന്തേ ഇതരാശ്രമാഹ. അതുപോലെ ബ്രഹ്മചാരികളും സന്യാസിമാരും എല്ലാം ഗൃഹസ്ഥനെ ആശ്രയിച്ചിരിക്കുന്നു. സന്യാസിമാർക്ക് ഭിക്ഷ കൊടുക്കേണ്ടത് ഗൃഹസ്ഥനാണ്, അല്ലേ? ഗൃഹസ്ഥന്മാർ അവരുടെ ധാർമ്മികന്മാരായിട്ട് പ്രവർത്തിച്ച് സമ്പാദിച്ച ധനം സന്യാസിമാരെ സംരക്ഷിക്കാൻ വേണ്ടി, ആശ്രമങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി ചെലവഴിക്കുന്നു. കാരണം ഇവരെ നമുക്ക് ആവശ്യമാണ്, ഇവർ പരമജ്ഞാനികളാണ്. അപ്പോൾ മറ്റുള്ള ബ്രഹ്മചാരികളായാലും സന്യാസിമാരെ എല്ലാവരും ഈ ഗൃഹസ്ഥനെ ആശ്രയിച്ച് ജീവിക്കുന്നു. അപ്പോൾ ഗൃഹസ്ഥാശ്രമം മോശമൊന്നുമല്ല. യോഗികൾക്ക് പോലും എത്തിപ്പെടാൻ സാധിക്കാത്ത നിലയിൽ എത്തിച്ചേരാൻ സാധിക്കും യഥാർത്ഥത്തിൽ ഗൃഹസ്ഥ ആശ്രമമായാൽ. അത് ആശ്രമമാവണം. അതുപോലെ അത് പരിപാലിക്കാൻ അതിൽ ചെയ്യേണ്ട ധർമ്മങ്ങളൊക്കെ, അത് അതിഥി പൂജയും പിന്നെ പഞ്ചമഹായജ്ഞങ്ങൾ, ഇതൊക്കെ ഒരു ഗൃഹസ്ഥൻ ആചരിച്ചാൽ ആ ബ്രഹ്മനിഷ്ഠയോടുകൂടി ഈശ്വര ഭജനമാണ് തൻ്റെ ജീവിതം എന്ന് വിചാരിച്ചുകൊണ്ട് ജീവിച്ചാൽ അത് മതി മോക്ഷത്തിന്. മാത്രമല്ല ഗൃഹസ്ഥന്മാർക്ക് വേറെ ഒരു ഗുണമുണ്ട്. ഗൃഹസ്ഥന്മാർക്ക് പിന്നെ നരകത്തിലൊന്നും പോകേണ്ടി വരില്ല അധികം. സന്യാസിമാർ ചിലപ്പോൾ ആ ബദ്ധത്തിലൊക്കെ നരകത്ത് പോയി എന്ന് വരാം, ഗൃഹസ്ഥന്മാർക്ക് പോകേണ്ടി വരില്ല. കാരണം എന്താ വെച്ചാൽ വേണ്ടത്ര നരകപ്പെടാൻ അനുഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു അവർ. ജന്മദുഃഖം, ജരാദുഃഖം, ജായാദുഃഖം, പുനഃ സംസാര സാഗരം ദുഃഖം. ഇവിടെ സർവത്ര കല്യാണം കഴിച്ചു, കുട്ടികളായി, ഭാര്യയെ കൊണ്ടുള്ള ദുഃഖം, മക്കളെ കൊണ്ടുള്ള ദുഃഖം. ഇനി ഇതിലും വലിയ എന്ത് നരകം ഇനി വേറെ?
ഇനി അഥവാ നരകം കിട്ടിയാൽ തന്നെ അയാൾക്ക് പേടിക്കാനില്ല. കാരണം കുഞ്ഞുമാളുവിൻ്റെ കൂടെ 35 കൊല്ലം ജീവിച്ച എനിക്ക് അതിലും വലിയ നരകമൊന്നും ഇനി വരാൻ പോണില്ല. കാരണം അത്ര നരകം ഗൃഹസ്ഥന്മാർ അനുഭവിച്ചു കഴിഞ്ഞു, അവർക്ക് നരകത്തിനെ പേടിക്കേണ്ടതില്ല എന്നുള്ളൊരവസ്ഥ. അപ്പോൾ ഗൃഹസ്ഥാശ്രമം മോശമൊന്നും അല്ല എന്നർത്ഥം. ആ ഗൃഹസ്ഥാശ്രമം ആയിരിക്കണം, അത് വേണ്ടതുപോലെയൊക്കെ പാലിക്കാൻ സാധിക്കുന്നില്ലേ, സാധിച്ചില്ലേ, എന്താണ് ഈ വിഷമിച്ചിരിക്കുന്നത് എന്നാണ് ചോദ്യം. അപ്പോൾ പറഞ്ഞു, ഇതാണ് മക്കളുടെ അവസ്ഥ, അവർക്ക് ആ പൂർവ്വസ്ഥിതിയിലെത്താനായിട്ട് അങ്ങ് അനുഗ്രഹിക്കണം എന്ന് പറയുകയാണ്. എന്താ ചെയ്യുക, ഭഗവാന്റെ ഒരു മായ എന്നല്ലാതെ ആ മമതയാണേ ദുഃഖകാരണം. വാസ്തവത്തിൽ ഈ മമത എന്ന് പറഞ്ഞാൽ സാങ്കല്പികമാണല്ലോ. എൻ്റെ എല്ലാവരുടെയും, അതിഥിയുടെ എല്ലാം നമ്മുടെയൊക്കെ ദുഃഖകാരണം മമതയാണ്. ദേഹേ അഹന്ത തദുത്ഥ സ്വവിഷയമമത ചേതി ദുഃഖാസ്പദേ. ദുഃഖത്തിന് 2 കാരണം. ഈ ദേഹം ഞാനാണ് എന്ന് തോന്നുക, ഇതിനോട് ബന്ധപ്പെട്ടതൊക്കെ എൻ്റേത്, എൻ്റെ ഭാര്യ, എൻ്റെ കുട്ടി, എൻ്റെ വീട്, എൻ്റെ വാഹനം, എൻ്റേതിന് വല്ലതിനും കേട് പറ്റിയാൽ എനിക്ക് ദുഃഖമായി, എൻ്റേതല്ലെങ്കിലോ എന്തായാലും എനിക്ക് വിരോധമില്ല. ഇതാണല്ലോ ഇപ്പോൾ അവസ്ഥ. ഓഫീസ് വിട്ട വളപ്പിൽ, തറവാട്ട് വളപ്പിൽ തന്നെ ഒരറ്റത്ത് മകൻ ഒരു വീട് കയറ്റിയിട്ടുണ്ട്. പക്ഷേ തറവാട്ടിൽ തന്നെ താമസമൊക്കെ. ഒരു ദിവസം മകൻ ഓഫീസ് വിട്ടു വന്നപ്പോൾ അമ്മ മാറത്തടിച്ച് നിലവിളിക്കുക, പോയില്ലേ മോനെ, പോയില്ലേ മോനെ. എന്താ അമ്മയെ ചോദിച്ചു. എൻ്റെ പുര തീ കത്തിപ്പോയില്ലേ, പുരയ്ക്ക് തീ കത്തിപ്പോയി, നമ്മുടെ പുര പോയില്ലേ മോനെ പറഞ്ഞ് നിലവിളിക്കുക. ആ മകന് വലിയ ദുഃഖമൊന്നുമില്ല. അമ്മേ, അത് ഞാൻ വിറ്റില്ലേ. വിറ്റുവോ? എന്നിട്ട് എന്തേ നീ എന്നോട് പറയാഞ്ഞ? സങ്കടം മാറി. ആ വിറ്റ് വല്ലവരുടെ പുര കത്തിപ്പോയി അമ്മ എന്തിനാ നിലവിളിക്കണത്? അമ്മ എന്താ എന്നോട് പറയാഞ്ഞോ ചോദിച്ചു. അതിന് അമ്മ അങ്ങനെയല്ല, അവർ കാശ് തന്നിട്ടില്ല. കാശ് തന്നില്ലേ, പോയില്ലേ മോനെ, 2ാമതും തല്ലാത്തറയും. അപ്പം ഈ എൻ്റെ എന്ന് വരുമ്പോഴാണ്, അല്ലെങ്കിൽ എന്തായാലും നമുക്ക് വിരോധമില്ല എന്നർത്ഥം. അത് അതിഥിയുടെ അല്ല, ലോകത്തുള്ള എല്ലാവരുടെയും ദുഃഖ കാരണം ഈ മമതയാണ്. അപ്പോൾ ഏതായാലും ഇനിയിപ്പോൾ നിവൃത്തിയില്ല, ഇതിൽ നിന്ന് ദുഃഖത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു വഴിയേ ഉള്ളൂ, ഭഗവാനെ ഉപാസിക്കുക തന്നെയുള്ളൂ. ഏത് കാര്യസാധ്യത്തിനും ഭഗവാനെ ആശ്രയിക്കുക മാത്രമാണ്. അപ്പം അതുകൊണ്ട് ശ്രീഹരിയെ ഭജിച്ചോളൂ. എനിക്ക് ബ്രഹ്മദേവന് ഉപദേശിച്ചു തന്ന ഒരു വ്രതം ഞാൻ നിനക്ക് പറഞ്ഞു തരാമെന്ന് പറയാം, പയോവ്രതം എന്നതിൻ്റെ പേര്. ആ പയോവ്രതം വളരെ വേഗത്തിൽ 12 ദിവസം ശരിക്കും ആചരിച്ചാൽ ഭഗവാൻ പ്രത്യക്ഷമാവും എന്നുള്ളത്. അത്ര ശക്തിയേറിയ വ്രതമാണ് അത്. ഞാൻ നിനക്ക് ഉപദേശിച്ചു തരാമെന്നാണ്. എന്താ വെച്ചാൽ അത് ഫാൽഗുന മാസത്തിൽ കറുത്ത വാവിൻ്റെ അന്ന് എല്ലാം ഒരുക്കി, പീഠമൊക്കെ ഒരുക്കി, ചന്ദനമൊക്കെ മെഴുകിയൊക്കെ വയ്ക്കുക. പിറ്റേ ദിവസം അവിടെ ഭഗവാന്റെ വിഗ്രഹമൊക്കെ പ്രതിഷ്ഠിച്ച് ജലഗന്ധ പുഷ്പധൂപ ദീപ കൊണ്ടൊക്കെ ഉപാസന ചെയ്യുക, പൂജിക്കുക. കേവലം പാലുകൊണ്ട് മാത്രം, പയോവ്രതം എന്ന് അതിൻ്റെ പേര് തന്നെ, പാല് നിവേദിക്കുക, പാലുകൊണ്ട് അഭിഷേകം, പാൽപ്പായസം, ഇതൊക്കെ ആവാം. അത് താനും ആ നിവേദ്യം മാത്രമേ കഴിക്കാവൂ. കഴിയുന്നത്ര ആഹാരം ചുരുക്കുക, നിവൃത്തിയില്ലെങ്കിൽ കുറച്ച് കഴിക്കുക, അത് ഭഗവാന് നിവേദിച്ചത് മാത്രം കഴിക്കുക. അങ്ങനെ വ്രതനിഷ്ഠയോടുകൂടി മൗനം ആചരിക്കുക. അതായത് ലൗകികങ്ങളായ വിഷയങ്ങളൊന്നും സംസാരിക്കരുത് എന്നർത്ഥം. അതിപ്പോൾ കീർത്തനങ്ങളാവാം, സ്തോത്രങ്ങളാവാം, ഭാഗവതം വായിക്കുക, അതൊക്കെ ആവാം. ലൗകികമായിട്ടുള്ള ഒരു വിഷയം. മൗനം എന്ന് പറഞ്ഞാൽ മിണ്ടാണ്ടിരിക്കലല്ല, മൗനം നിർവിഷയം, മനസ്സിന് വിഷയചിന്തയില്ലാതെ കണ്ടിരിക്കുക എന്നുള്ളതാണ് മൗനെ. അപ്പം ഞായറാഴ്ച മൗനാണ്, അതുകൊണ്ട് ഞാൻ ആരോടൊന്നും മിണ്ടില്ല. അപ്പോൾ ആഹാരം അതൊക്കെ പ്ലേ കാർഡ്, മസാല ദോശ, ചോറ്, അതായത് കാർഡ് എടുത്ത് കാണിക്കുന്നുണ്ട്. എന്താ കാര്യമുള്ളത്? ഭാഗവതവും വായിക്കില്ല. ഭാഗവതം വായിക്കണം, കീർത്തനങ്ങൾ പാടണം, നാമം ജപിക്കണം. അതൊന്നും മൗനത്തിന് തടസ്സം. മൗനം എന്ന് പറഞ്ഞാൽ വിഷയചിന്തയുണ്ടാവരുത്. അങ്ങനെ 12 ദിവസം ഭജിക്കാനായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞാൽ പിന്നെ അങ്ങനെ പയോവ്രതം ആചരിക്കുകയാണ്. വളരെ 12 ദിവസം കൊണ്ട് ഭഗവാനെ പ്രത്യക്ഷമാക്കുക പറഞ്ഞാൽ ചില്ലറ കാര്യമാണോ? അത് സാധിക്കും. അത്ര മഹത്തേറിയ ഒരു മഹത്വമേറിയ ഒരു വ്രതമാണിത്. എന്താ 12 ദിവസം ശരിക്കും ഇപ്പം ഈ ഏത് സ്ത്രീയും 12 ദിവസം ഈ പയോവ്രതം അനുഷ്ഠിച്ചാൽ ഭഗവാൻ പ്രത്യക്ഷമാവും, യാതൊരു സംശയമില്ല. 12 ദിവസമൊന്നും വേണ്ട. എന്താ കാരണം വെച്ചാൽ 12 ദിവസം മൗനാണ്, മിണ്ടാൻ പാടില്ല. ഒരു സ്ത്രീക്ക് ഇതിലും വലിയൊരു ശിക്ഷ ഇനി വല്ലതുണ്ടോ? 12 ദിവസേ ലൗകിക വിഷയങ്ങളൊന്നും പറയാൻ പാടില്ല എന്ന്. 12 ദിവസമൊന്നും വേണ്ട, 12 മണിക്കൂർ ഇരുന്നാൽ ഭഗവാൻ പ്രത്യക്ഷമാവും. കാരണം പറ്റില്ല തന്നെ. അങ്ങനെ എന്താണെന്നറിയില്ല. ഒരു കുട്ടി പറഞ്ഞു, ഞങ്ങൾക്കൊരു പ്രൊഫസർ വന്നിട്ടുണ്ട്, എന്തൊരു നോളേജാ, ഏത് വിഷയം കൊടുത്തോളൂ 2 മണിക്കൂർ ഭംഗിയായിട്ട് അതിനെക്കുറിച്ച് പ്രസംഗിക്കുന്നുള്ളൂ. അപ്പോൾ വേറൊരു കുട്ടി പറഞ്ഞു, അത്രയല്ലേ ഉള്ളൂ, എൻ്റെ വീട്ടിലൊരു മുത്തശ്ശിയുണ്ട്, ഒരു വിഷയം കൊടുക്കേണ്ട, ഒരാളെ കൊടുത്താൽ മതി, വൈകുന്നേരം ഓളം പ്രസംഗിച്ചോളൂ. അപ്പം അങ്ങനെയുള്ളവർക്ക് 12 ദിവസം മൗനവ്രതം ആചരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഭഗവാൻ പ്രത്യക്ഷമാവില്ല. ഏതായാലും ഈ പയോവ്രതം അനുഷ്ഠിക്കുകയാണ്. അങ്ങനെ 12 ദിവസം ആചരിച്ചു കഴിഞ്ഞപ്പോൾ അവസാന ദിവസം ഭഗവാൻ അവിടെ ശംഖുചക്രഗദാത്മധാരിയായിട്ട് പ്രത്യക്ഷമായി. അതിഥി മാതാവ് ഭഗവാനെ സ്തുതിച്ചു. ഭഗവാൻ പറഞ്ഞു, അമ്മയുടെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി, പക്ഷേ അത്ര വേഗത്തിലൊന്നും ഇപ്പോൾ ഈ മഹാബലിയെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ഭൃഗുമഹർഷി അതിസമർത്ഥനാണ്. ഈ ലോകം മുഴുവനെ മഹാബലിയുടെ കീഴിലായി കഴിഞ്ഞപ്പോൾ സ്വതവേ അങ്ങനെ ആസുര ഭരണം നിറഞ്ഞു കഴിഞ്ഞാൽ ദേവന്മാർ സങ്കടം പറയും, ഭഗവാൻ അവതരിച്ച ഏതെങ്കിലും പ്രകാരത്തിൽ അസുരന്മാരെ കൊല്ലും, അങ്ങനെ പതിവേ. അപ്പോൾ അതിനിട വരരുത്. അതുകൊണ്ട് ഇനി
ഭഗവാനെ ഇങ്ങോട്ട് ഭജിച്ചോളൂ പറഞ്ഞു. യാഗങ്ങളായിട്ട് ഈശ്വരോപാസന ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഈശ്വരനെ ഭജിക്കുമ്പോൾ ഭക്തനായ ഭഗവാൻ ഒന്ന് കൊല്ലാൻ പറ്റുമോ? അതും വയ്യാത്തൊരവസ്ഥയിൽ എത്തിച്ചു. അതാണ്. അപ്പോൾ ഇപ്പോൾ ഒരു നിലയിലും മഹാബലിയെ കൊല്ലാനോ ഒരു നിവൃത്തിയില്ല. പക്ഷേ അമ്മ വിഷമിക്കണ്ട, അമ്മയുടെ എന്നെ ഭജിച്ചാൽ അത് വെറുതെ ആവില്ല, എന്തെങ്കിലും ഒരു ഉപായം ഞാൻ കണ്ടോളാം. ഞാൻ അമ്മയുടെ പുത്രനായിട്ട് അവതരിക്കാം. ഇത് ദേവരഹസ്യമാണ്, ഗോപ്യമാണ്, ആരോടും പറയരുത് എന്നാണ്. കാശ്യപനോട് ഭർത്താവിനോട് പോലും പറയരുത്. ഈശ്വരബുദ്ധ്യ ഭർത്താവിനെ ഉപാസിച്ചോളൂ, ഞാൻ അമ്മയുടെ പുത്രനായിട്ട് അവതരിച്ചോളാം എന്ന് പറഞ്ഞു. അപ്പോൾ വലിയ സന്തോഷമായി ഭഗവാൻ തൻ്റെ പുത്രനായിട്ട് വരിക എന്ന് പറഞ്ഞാൽ. പക്ഷേ കാശ്യപനോട് പറയുമൊന്നും വേണ്ട, അദ്ദേഹം പരമജ്ഞാനി, അദ്ദേഹത്തിന് ഇത് മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ. അദ്ദേഹം മനസ്സിലാക്കി. അങ്ങനെ ഭഗവാൻ കശ്യപൻ്റെ ഹൃദയത്തിൽ പ്രവേശിച്ചു. അതിഥിയാവട്ടെ ഭർത്താവിനെ ഈശ്വരതുല്യം കണ്ടുകൊണ്ട് ഉപാസന ചെയ്തു. വാസ്തവത്തിൽ അതാണ് സത്യം. ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഭർത്താവ് പ്രത്യക്ഷ ദൈവതം. ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഭർത്താവ് പ്രത്യക്ഷത്തിലുള്ള ഭഗവത് സ്വരൂപമാണ്. ആ ഭർത്താവിനെ വേണ്ടതുപോലെ ശുശ്രൂഷിച്ചാൽ തന്നെ ഒരു സ്ത്രീക്ക് മോക്ഷം വരെ കിട്ടുന്നതാണ് പറയണത്. പക്ഷേ ഭർത്താവിന് ഭാര്യയെ ശുശ്രൂഷിച്ചാൽ മോക്ഷം കിട്ടുന്ന എവിടെയും പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഭർത്താവ് കഠിനമായിട്ട് പ്രയത്നിക്കണം, ഭാഗവതാദികളൊക്കെ കേൾക്കണം, പഠിക്കണം, ഉപാസനയിൽ കൊണ്ടുവരണം. സ്ത്രീകൾക്ക് അതൊന്നും വേണ്ട വാസ്തവത്തിൽ. കാരണം പ്രത്യക്ഷത്തിലുള്ള ഭഗവാൻ ഭർത്താവിൻ്റെ രൂപത്തിൽ വീട്ടിലിരിക്കണ്ടേ, അദ്ദേഹത്തെ ശുശ്രൂഷിക്കുക, സന്തോഷിപ്പിക്കുക, തൃപ്തിപ്പെടുത്തുക, അത് തന്നെ വലിയ വ്രതം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അങ്ങനെ ശുശ്രൂഷിച്ചു കൊണ്ടിരുന്നു. എന്തിനു പറയുന്നു? ഗർഭം ധരിച്ചു. അപ്പോൾ ബ്രഹ്മാദി ദേവന്മാർക്ക് മനസ്സിലായി ഭഗവാൻ അവതരിക്കാൻ പോകുന്നത്. അവർ വന്ന് സ്തുതിക്കാൻ തുടങ്ങി ഭഗവാനെ. അങ്ങനെ ഇരിക്കെ ഭഗവാൻ ചിങ്ങമാസത്തിൽ തിരുവോണവും ദ്വാദശിയും കൂടിയ വിജയാമുഹൂർത്തത്തിൽ അവതരിക്കുകയാണ്. അവതരിച്ചപ്പോൾ ശംഖചക്രഗദാപത്മധാരിയായിട്ട് തന്നെ അവതരിച്ചത്. പെട്ടെന്ന് തന്നെ ഭഗവാൻ രൂപം മാറ്റി വാമനനായിട്ട് നിന്നു. ഭഗവാൻ എന്താ സങ്കല്പിക്കാത്ത? അതാ ജന്മകർമ്മചമേ ദിവ്യം. ഭഗവാൻ ജന്മവും കർമ്മവും ദിവ്യമാണ്. നമ്മുടെ ജന്മവും കർമ്മവും മാതിരിയല്ല. ഭഗവാൻ എപ്പോഴാണ് അവതരിക്കേണ്ടത്, എവിടെ അവതരിക്കേണ്ടത് നേരത്തെ അനൗൺസ് ചെയ്യും. നമുക്ക് പറയാൻ പറ്റുമോ? ഞാൻ അമ്മൂട്ടിയമ്മയുടെ 3ാമത്തെ മകനായിട്ട് അല്ലെങ്കിൽ 4ാമത്തെ മകനായിട്ട്, എവിടെ അമ്മൂട്ടിയമ്മ 2 കഴിഞ്ഞപ്പോൾ പ്രസവം നിർത്തി, എവിടെ വരാൻ പോണോ മകൻ? ഭഗവാൻ അങ്ങനെയല്ല. 8ാമത്തെ പുത്രനായിട്ട്, ദേവിയുടെ 8ാമത്തെ പുത്രനായിട്ട് അവതരിക്കുന്നു പറഞ്ഞാൽ 8ാമത്തെയായിട്ട് അവതരിക്കും. കംസൻ കൊല്ലാൻ നോക്കി, ഒന്നും പറ്റിയില്ല, 8ാമത് ഭഗവാൻ അവതരിച്ചു. അപ്പോൾ സങ്കല്പിക്കുകയാണേ, അത് പ്രകടമാവുകയാണല്ലോ. അപ്പോൾ ശംഖചക്ര ഗദാപത്മധാരിയായിട്ട് പ്രകടമായി, പെട്ടെന്ന് മാറി വാമന രൂപത്തിൽ നിന്നു. അപ്പോൾ എല്ലാവരും ദേവന്മാർക്കൊക്കെ വലിയ സന്തോഷമായി. വാമനായാൽ ആ ബ്രഹ്മചാരിയാണല്ലോ. അപ്പോൾ ഉപനയനാദി സംസ്കാരങ്ങൾ, ഒരുപാട് സംസ്കാരങ്ങൾ ചെയ്യാണ്ട്. ഏതായാലും ഇനിയിപ്പോൾ ഗർഭാധാനം മുതലുള്ള സംസ്കാരമൊന്നും ചെയ്യാമേ, ഉപനയനം ചെയ്യാമെന്ന് പറഞ്ഞാൽ അപ്പോൾ അവർ അതിന് വേണ്ട വിധാനമൊക്കെ ചെയ്ത് ഓരോരുത്തർ എല്ലാ വിധത്തിലും ഉപനയനം കഴിക്കുമ്പോൾ അതിന് യജ്ഞോപവീതം കൊടുത്തു. ബൃഹസ്പതി ഭൂമിദേവി കൃഷ്ണാമൃഗത്തോല് കൊടുത്തു, ചന്ദ്രൻ ദണ്ഡം കൊടുത്തു, അതിഥി കൗപീനം കൊടുത്തു. ഓരോരുത്തരും ഓരോന്ന് കൊടുത്തു. ആരെന്ത് കൊടുത്താലും നമുക്ക് വിരോധമില്ല. ബ്രഹ്മാവ് കമണ്ടൽ കൊടുത്തു. സൂര്യൻ തന്നെ വന്നിട്ട് ഗായത്രി ഉപദേശിച്ചു എന്നാണ്. ഗായത്രിയുടെ അധിദേവത ഗായത്രി എന്നല്ല, ശരിക്കും മന്ത്രത്തിൻ്റെ പേര് സാവിത്രി എന്നാണ്. സവിതാവിനെ ഉദ്ദേശിച്ചുള്ള ഗായത്രി ഛന്ദസ് ഗായത്രിയാണ്. പക്ഷേ ഇന്നിപ്പോൾ ഗായത്രി എന്നുള്ള പേരിൽ അത് പ്രസിദ്ധമായി കഴിഞ്ഞു. അത്രയേ ഉള്ളൂ. വാസ്തവത്തിൽ സവിതാവാണ് ദേവത. അപ്പോൾ ആ സവിതാവ് തന്നെ, സൂര്യൻ തന്നെ നേരിട്ട് വന്ന്, അല്ലാണ്ട് ഭഗവാന് ഈ ഉപദേശിച്ചു കൊടുക്കാൻ അർഹത വേറെ ആർക്കാ ഉള്ളത്? വന്ന് ഗായത്രി മന്ത്രം അതും ഉപദേശിച്ചു കൊടുത്തു. അങ്ങനെ കുബേരൻ ഭിക്ഷാപാത്രം കൊടുത്തു. അപ്പോൾ സാക്ഷാൽ ഉമാദേവി തന്നെ വന്നിട്ട് ആദ്യം ഭിക്ഷ കൊടുത്തു. അതാണ് ബ്രഹ്മചാരിയായാലും ഇങ്ങനെ ചില ചടങ്ങുകളൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞ് അദ്ദേഹം ഇനി ഏതെങ്കിലും ഒരു ഗൃഹസ്ഥൻ്റെ അടുക്കൽ പോയിട്ട് ഭിക്ഷ യാചിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ആരാപ്പോൾ നല്ലൊരു ഗൃഹസ്ഥൻ? അപ്പോൾ എല്ലാവരും പറഞ്ഞു, ആലോചിക്കാല്ല, മഹാബലിയെ പോലെ ഒരു ഗൃഹസ്ഥൻ ഇനി ഈ 3 ലോകത്തിലും ഇല്ല. എന്നാൽ അങ്ങോട്ട് പോവാ പറഞ്ഞ് ഒരു കൊടയൊക്കെ പിടിച്ച് ബ്രഹ്മചാരി കുട്ടി പോവാണ്. വാസ്തവത്തിൽ വളരെ ചെറിയൊരു കുട്ടി, 6-7 വയസ്സ് പ്രായമായി. ആ പ്രായത്തിലുള്ളൊരു കുട്ടിയാണ്. ആ കുടയും പിടിച്ച് പോകുമ്പോൾ പിന്നെ നോക്കിയാൽ ഒരു കുട ഇങ്ങനെ പോകണതാണ്, ചെറിയ 2 കാലും ഇങ്ങനെ പോകുന്നുണ്ട്, കുടയ്ക്ക് കാല് വെച്ച പോലെ ഉണ്ട്. അങ്ങനെ പോയി അവിടെ ചെന്ന് നോക്കുമ്പോൾ എന്താണ്, ശുക്രമഹർഷി, എന്താ സദസ്സ്, ദിവ്യോജ്വലമായ തേജസ്സോട് കൂടിയിട്ടുള്ള ആ ബ്രഹ്മചാരി കുട്ടി വരുന്നത് കണ്ടപ്പോൾ ഇവർക്ക് സംശയമായി, ഇത് ആരായി വരുന്നത്? ഇത്ര തേജസ്സായിട്ട് സാക്ഷാൽ സൂര്യഭഗവാൻ തന്നെ വരാവോ? സൂര്യൻ അങ്ങനെ ഭൂമിയിലേക്ക് ഇറങ്ങി വരുമൊന്നുമില്ല. എന്നാൽ അഗ്നിദേവനാവോ? അത് നിവൃത്തിയില്ല. അഗ്നിദേവൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടല്ലോ. പിന്നെ എങ്ങനെ അഗ്നിദേവൻ വരുന്നത്? പിന്നെ സനത്കുമാര മഹർഷി ആവോ? ഇത് സംശയിച്ചു. ഇവർ അത്ര തേജസ്വിയാണ്. ഏതായാലും ശുക്രമഹർഷി എല്ലാവരും കൂടെ ചെന്ന് കൂട്ടിക്കൊണ്ടുവന്നു. ആ പീഠത്തിലിരുത്തി വേണ്ടതുപോലെ പാദപൂജ ചെയ്തു. മഹാബലി കൃതാർത്ഥനായി. മഹാബലി പറഞ്ഞു, അങ്ങ് വന്നതുകൊണ്ട് എൻ്റെ യാഗശാല പരിശുദ്ധമായി. അത്ര ഉജ്ജ്വലമായ തേജസ്സാണ് ഈ ഭഗവാനല്ലേ, അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും. അതുകൊണ്ട് എൻ്റെ യാഗശാല പരിശുദ്ധമായി. എൻ്റെ പിതൃക്കൾക്കൊക്കെ അവരൊക്കെ മുക്തന്മാരായി കഴിഞ്ഞു. എൻ്റെ ജന്മം തന്നെ ധന്യമായി കഴിഞ്ഞു. അതുകൊണ്ട് എന്തെങ്കിലും ഉദ്ദേശിച്ചിട്ടാണ് അങ്ങ് ഇവിടെ വന്നിട്ടുള്ളത് എങ്കിൽ അത് എന്ത് തന്നെ ആയാലും ചോദിച്ചോളൂ, അതങ്ങേക്ക് കിട്ടിക്കഴിഞ്ഞു എന്ന് വിശ്വസിക്കാം.
എന്ത് വേണമെങ്കിലും ഇപ്പോൾ ബ്രഹ്മചാരി കുട്ടികളെ ചിലപ്പോൾ ഗുരുകുലത്തിലെ ഗുരുദക്ഷിണ കൊടുക്കാൻ വേണ്ടി വരും, അല്ലെങ്കിൽ ഗൃഹസ്ഥാശ്രമം സ്വീകരിക്കാൻ വെച്ചാൽ കന്യകയെ വേണം, അല്ലെങ്കിൽ വീട് വേണം, അല്ലെങ്കിൽ ഭൂമി വേണം, എന്ത് തന്നെ. ഇനി ഇതൊക്കെ പാടെ വേണോ, എന്ത് വേണമെങ്കിൽ ചോദിച്ചോളൂ, ഞാൻ തരാമെന്നാണ്. അപ്പോൾ ഭഗവാൻ സന്തോഷമായി. മാത്രമല്ല ഭഗവാന് വേണ്ടതുപോലെ പാദപൂജ ചെയ്യാനുള്ള ഭാഗ്യം സിദ്ധിച്ചു എന്നുള്ളതാണ്. ആ പാദത്തെ കഴുകി ആ തീർത്ഥം മൂർധാവിൽ തളിച്ചു. ഏത് പാദം? ഈ ഭഗവാന്റെ പാദതീർത്ഥമാണ് പരമേശ്വരൻ ശിരസിൽ ധരിച്ചുകൊണ്ടിരിക്കുന്നത്. ഗംഗാജലമായിട്ട് ലോകം മുഴുവൻ പരിശുദ്ധിയെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ പാദതീർത്ഥമാണ്. അത് ഭഗവാന്റെ പാദങ്ങളെ പ്രക്ഷാളനം ചെയ്യാനും ആ തീർത്ഥമെടുത്ത് മൂർധാവിൽ തളിക്കാനുള്ള ഭാഗ്യം സിദ്ധിച്ചാൽ ഇതിലും വലിയൊരു ഭാഗ്യം ഏത് വംശത്തിൽ ജനിച്ചാലെന്താ? ഒരുപക്ഷെ പ്രഹ്ലാദൻ്റെ വംശത്തിൽ ജനിച്ചതുകൊണ്ടായിരിക്കാം ഇത് സാധിച്ചത്, അല്ലെങ്കിൽ ബ്രാഹ്മണരിലുള്ള ഭക്തി കൊണ്ടായിരിക്കാം സാധിച്ചത്, അല്ലെങ്കിൽ യജ്ഞാദികളെ കൊണ്ടാവാം. എന്തോ ഈ ഒരു മഹാഭാഗ്യം ആ അസുരശ്രേഷ്ഠന് സാധിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് എന്താണോ അങ്ങയ്ക്ക് വേണ്ടത് ചോദിച്ചോളൂ, അത് കിട്ടി എന്നങ്ങയ്ക്ക് വിശ്വസിക്കാം എന്നാണ്. അത് പറഞ്ഞു. അങ്ങ് ഇങ്ങനെ പറഞ്ഞില്ലെങ്കിലേ എനിക്ക് അത്ഭുതമുള്ളൂ. കാരണം അങ്ങയുടെ വംശം അത്ര പ്രസിദ്ധമാണ്. പ്രഹ്ലാദൻ്റെ വംശത്തിലല്ലേ അങ്ങ് ജനിച്ച? പ്രഹ്ലാദൻ്റെ പേരക്കുട്ടിയാണല്ലോ. പിന്നെ വിരോചനൻ്റെ പുത്രനാണ്. അങ്ങ് ഇങ്ങനെ പറഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അങ്ങ് എന്തും തരും. അങ്ങനെ അത്ര ശ്രേഷ്ഠമാണ് അങ്ങയുടെ വംശം മുഴുവൻ. അങ്ങനെയാണ് എനിക്കറിയാതെ. പക്ഷേ എന്നാലും എനിക്ക് ഇത്രയൊന്നും ആവശ്യമില്ല, വളരെ കുറച്ചേ ആവശ്യമുള്ളൂ, ഒരു 3 അടി മണ്ണ് മതി എന്ന് പറയുകയാണ്. അതുകൊണ്ട് കേട്ടപ്പോൾ ചിരിച്ചു മഹാബലി. കഷ്ടം കണ്ടപ്പോൾ വളരെ ജ്ഞാനിയാണ്. എൻ്റെ വംശത്തിനെയൊക്കെ, അതായത് പ്രഹ്ലാദനെയും വിരോചനെയൊക്കെ അറിയാം. നല്ല പരമജ്ഞാനിയാണെന്ന് തോന്നി. തേജസ്വിയാണ്. എന്താ വരം വേണ്ട ചോദിച്ചോ? 3 അടി മണ്ണ് മതി. അയ്യേ, കുട്ടിത്തം മാറിയിട്ടില്ല തോന്നുന്നു. അതുകൊണ്ട് കഷ്ടം. എന്താ കുട്ടി പറയണത്? ഈ രാജ്യം മുഴുവനെ വേണമെങ്കിൽ ഞാൻ തരാലോ. കാരണം ഞാനാരാ? വിശ്വേഷം മാം ത്രിപദമിഹകിം യാചസേ ബാലിശസ്ത്വം. ഞാൻ ലോകത്തിൻ്റെ മുഴുവൻ അധിപനല്ലേ. 3 അടി മണ്ണ് യാചിക്കേ, കുട്ടിത്തം മാറിയിട്ടില്ല തോന്നുന്നു. സർവാം ഭൂമിം വൃണോ, ഈ രാജ്യം മുഴുവൻ വേണമെങ്കിൽ ഞാൻ അങ്ങയ്ക്ക് തരാലോ എന്നൊക്കെ ഈ ത്യാലപത്വാം സതൃപ്യൻ അഹങ്കാരത്തോടു കൂടി പറഞ്ഞു എന്നാണ്. അതാണ് മഹാബലിക്ക് പറ്റിയ ചെറിയൊരു കുഴപ്പം. ലോകത്തിൻ്റെ മുഴുവൻ അധിപനായ എന്നോട്, ലോകത്തിൻ്റെ അധിപൻ അവിടെ വന്ന് നിൽക്കണത്, ആ ഭഗവാനോടെ പറയണത്. താനാണോ ലോകത്തിൻ്റെ അധിപൻ? നമ്മുടെ ആധിപത്യമൊക്കെ അവിടെ റിമോട്ട് ഭഗവാന്റെ കയ്യിലാണ്. അത് ഒരു ബട്ടണൊന്ന് മാറി ഞെക്കിയാൽ നമ്മളെ ആധിപത്യമൊക്കെ തടപടോ പൊളിഞ്ഞു വീഴും ഇല്ലേ? കോടീശ്വരന്മാർ ഭക്ഷണം കിട്ടാതെ ഭിക്ഷ യാചിക്കേണ്ട ഗതികേട്. ഭൂകമ്പം ഉണ്ടായപ്പോഴാണ് ഗുജറാത്തിലൊരു കോടീശ്വരൻ ബന്ധുക്കളും ബാങ്കും എല്ലാം നഷ്ടപ്പെട്ടു. എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, ഹെലികോപ്റ്ററിൽ ഭക്ഷണപ്പൊതി വരുമ്പോൾ ഇയാൾ ഒരു പൊതിച്ചോറ് കിട്ടാൻ കൊതിച്ചുകൊണ്ട് മേലോട്ട് കയ്യുയർത്തുക. 5 നിമിഷം കൊണ്ട് കഴിഞ്ഞു കഥ. കത്രീന, കൊടുങ്കാറ്റ്, സുനാമി, ഇതൊക്കെയല്ലേ ഭഗവാന്റെ കയ്യിലല്ലേ. നമ്മൾക്ക് എന്ത് കേമത്താ ഉള്ളത്? ഇപ്പോൾ ഭഗവാൻ അനുഗ്രഹിച്ചുകൊണ്ട് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടത്. അടുത്ത നിമിഷം നമ്മുടെ കയ്യിലാണോ? അതറിയാതെ ഈ ഐശ്വര്യമൊക്കെ വന്നു ചേരുമ്പോൾ അറിയാതൊരഹങ്കാരം, ശ്രീമതം എന്ന് പറയും. ഐശ്വര്യം വരുമ്പോൾ അറിയാതൊരഹങ്കാരം വരും. അത് ഭഗവാന്റെ മായയുടെ വൈഭവമാണ്. ഏതായാലും എന്ത് വേണമെങ്കിൽ ചോദിച്ചോളൂ എന്ന് പറഞ്ഞാൽ 3 അടി മണ്ണ് മതി എന്ന് പറയാം. കഷ്ടം. ഒന്നും കൂടെ ആലോചിച്ചോളൂ. അല്ല, ആലോചിക്കാനൊന്നുമില്ല, എനിക്ക് അത്രേ വേണ്ടുള്ളൂ. അപ്പോൾ അങ്ങ് എന്തും തരാൻ തയ്യാറാണ് എന്ന് വെച്ചിട്ട് എന്നാൽ അങ്ങയുടെ രാജ്യം മുഴുവൻ എനിക്കെതിരെ എഴുതി തരുമെന്ന് പറഞ്ഞാൽ അത് പരിഹാസത്തിന് കാരണമാവില്ല. ആവശ്യമുള്ളതേ ഒരാൾ യാചിക്കാവും. മാത്രമല്ല, കിട്ടിയത് കൊണ്ട് തൃപ്തിപ്പെടാത്ത ഒരുത്തൻ ഈ ലോകം മുഴുവൻ കിട്ടിയാലും അയാൾക്ക് തൃപ്തിയാവില്ല. ദരിദ്രോയസ്തു അസന്തുഷ്ട, ഭാഗവതം. ആരാണ് ദരിദ്രൻ? കിട്ടിയത് കൊണ്ട് തൃപ്തിപ്പെടാത്തവൻ ദരിദ്രൻ. ഉള്ളതുകൊണ്ട് താൻ ധനികനാണെന്ന് വെച്ചാൽ തന്നോളം ധനികൻ ഈ ലോകത്തിൽ വേറെ ആരുമില്ല. അല്ലേ? ആലോചിച്ച് നോക്കൂ. അതല്ലേ സത്യം. അപ്പം അതുകൊണ്ട് എനിക്ക് ഇത്ര മതി എന്ന് പറയുകയാണ്. പിന്നെ ഇപ്പം നിവൃത്തിയില്ല, എന്താ ചെയ്യുക? ശരി, ഞങ്ങളുടെ ഇഷ്ടം പോലെ ആവാം, എന്നാൽ പോകുന്നതിനും തന്നേക്കുമെന്ന് പറയാം. അപ്പോൾ ശുക്രമഹർഷി ഇതിങ്ങനെ ശ്രദ്ധിക്കുക. ഇതെന്തൊരു അത്ഭുത. സാധാരണ യാചിക്കുന്ന ആൾ കിട്ടണോടത്തോളം ഇങ്ങോട്ട് പോന്നോട്ടെ എന്നാണ് വിചാരിക്കുക. കൊടുക്കുന്ന ആൾ എത്ര കണ്ട് പിശുക്കിയിട്ട് കൊടുത്ത് ഇയാളെ ഒഴിവാക്കണം എന്ന് നോക്കും. ഇത് നേരെ വരിയതാ. കൊടുക്കുന്ന ആൾ നീ വാങ്ങിക്കോളൂ വേണ്ട എന്ന് മറ്റാൾ. ഇതെന്തോ ഒരു അപകടമായിട്ട് ഇതുവരെ ലോകത്ത് ഇങ്ങനെ കണ്ടിട്ടില്ല. അപ്പോൾ അദ്ദേഹത്തിന് അത്ഭുതമായി. ജ്ഞാനദൃഷ്ടി കൊണ്ട് പരിശോധിച്ചു. അപ്പം മനസ്സിലായി, അത് ശരി, ഇത് സാക്ഷാൽ മഹാവിഷ്ണുവാണ് വന്ന് നിൽക്കണത്. പൂവും നീരും കൊടുക്കാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞു, അതാ കൊടുക്കരുതാ പറഞ്ഞു ശുക്രമഹർഷി. എന്താ ചോദിച്ചു? ഇതാരാ വന്ന് നിൽക്കണമെന്നറിയോ? ആരായാലെന്താ? ഒരു 3 അടി മണ്ണ് കൊടുക്കാൻ 3 അടി മണ്ണ് ഒരു ബ്രഹ്മചാരി കുട്ടി. അങ്ങയ്ക്ക് അറിയോ ഇതാരാന്ന്? സാക്ഷാൽ മഹാവിഷ്ണുവാണ്. ദേവപക്ഷപാതിയായ മഹാവിഷ്ണുവാണ് അങ്ങയുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നത്. അങ്ങ് കൊടുക്കേണ്ട താമസമേ ഉള്ളൂ. പെട്ടെന്ന് അങ്ങോട്ട് വലുതായി 2 അടി കൊണ്ട് ലോകം മുഴുവൻ അളന്നെടുക്കും. 3-ാമത്തെ അടി മണ്ണ് കൊടുക്കാനില്ലാതെ, സത്യം പാലിക്കാൻ കഴിയാതെ അങ്ങ് നരകത്തിൽ പതിക്കും. എന്തറിഞ്ഞിട്ട് അങ്ങ് ഈ ചെയ്യണത്? പക്ഷെ ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞില്ലേ? കൊടുക്കാമെന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ, കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ കഴിഞ്ഞില്ലേ? കളവ് പറയേ. എന്താ കളവ് പറഞ്ഞാൽ? അല്ലെങ്കിൽ അങ്ങയ്ക്ക് ഇത് കൊടുക്കാൻ എന്താ അധികാരം? ഇത് അസുരന്മാരുടെ മുഴുവൻ സമ്പത്താണ്, അങ്ങയുടെ മാത്രമല്ല ഈ ധനം, അങ്ങയുടെ ജീവൻ എല്ലാം രക്ഷിക്കാൻ ഒരു കളവ് പറഞ്ഞാലേ പിന്നെ ഇഷ്ടം പോലെ സത്യം പറയാലോ. അല്ലാതെ ഇപ്പം അങ്ങ് ഞാൻ വാക്ക് പാലിക്കണം എന്ന് പറഞ്ഞ് കൊടുത്താലും അങ്ങ് നരകത്ത് പതിക്കും. കാരണം 3-ാമത്തെ അടി മണ്ണ് കൊടുക്കാനും ഉണ്ടാവില്ല. അപ്പം നരകം കിട്ടുമല്ലോ. നേരെ മറിച്ച് കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ അപ്പോഴും നരകം കിട്ടും.
പക്ഷേ ഈ നരകം കിട്ടിയാൽ എന്താ, ഈ സമ്പത്തും സുഖഭോഗ പദാർത്ഥങ്ങളും അനുഭവിച്ചുകൊണ്ട് വളരെ കാലം ഇരുന്ന് പിന്നെയാണല്ലോ നരകത്ത് പോണത്. അതല്ലേ ബുദ്ധി. അതുകൊണ്ട് ഈ ധനം എന്തിനുള്ള ധർമ്മായ യശസ് അർത്ഥായ കാമായ സ്വജനായ ച. ഈ ധനം നമ്മളെ ഇഷ്ടം പോലെ ദാനം ചെയ്യാൻ പാടില്ല. അത് ധർമ്മം ആചരിക്കാൻ, യശസ് കീർത്തി നിലനിർത്താൻ, പിന്നെ അർത്ഥായ വീണ്ടും പണം വർദ്ധിപ്പിക്കാനുള്ള വിദ്യ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. കാമായ നമ്മുടെ അത്യാവശ്യ ആഗ്രഹങ്ങൾ സാധിക്കണം, നമ്മുടെ സ്വജനങ്ങൾക്ക് കൊടുക്കണം. പഞ്ചതാ വിഭജൻ വിത്തം ഇഹ അമുത്രച അമുത്രേഹച മോദതേ. അങ്ങനെ 5 വിധത്തിൽ ഓഹരി വെക്കണം നമ്മൾ പണം സമ്പാദിച്ചാൽ. എന്നാൽ അവൻ ഇഹലോകത്തിലും പരലോകത്തിലും ശ്രേയസ്സാണ്. അതായത് ധർമ്മകാര്യങ്ങൾക്ക് ചിലവഴിക്കണം, കീർത്തിക്ക് വേണ്ടി ചിലവഴിക്കണം. ഇനി ഈ പണം പറ്റ നഷ്ടപ്പെടാൻ പാടില്ല, കുറച്ച് വർദ്ധിക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്യണം, നമ്മുടെ അത്യാവശ്യ ആഗ്രഹങ്ങൾ സാധിക്കണം, സ്വജനങ്ങൾക്ക് കൊടുക്കണം. ഇതിനൊക്കെയുള്ളതാണ്. അല്ലാതെ കാലാകാലം കൂട്ടിവെച്ചിട്ട് ഒരു പ്രയോജനവും. ഈ 5 വിധത്തിൽ വേണം വിനിയോഗിക്കാൻ. എന്നാൽ അത് ഇഹലോകത്തിലും പരലോകത്തിലും ശ്രേയസ്സിന് കാരണമാണ്. അങ്ങേക്ക് ദാനം ചെയ്യാൻ എന്താ അധികാരമുള്ളത്? പക്ഷേ ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞില്ലേ, കൊടുക്കില്ല എന്ന് പറയരുത്, കളവ് പറയേ. എന്താ കളവ് പറയാൻ പാടില്ല എന്ന്? ഈ വേദം തന്നെ പറയുന്നു കളവ് പറയാമെന്ന്. ഈ ശരീരമാകുന്ന വൃക്ഷത്തിലെ പൂക്കളാണ് സത്യങ്ങൾ എന്നാണ്. അപ്പം ഈ പൂക്കളെ ആഗ്രഹിക്കുന്ന ഒരാൾ വൃക്ഷം വെട്ടിമുറിച്ചാൽ പിന്നെ എങ്ങനെ പൂക്കൾ ഉണ്ടാവുക? ആലോചിച്ച് നോക്കൂ. അങ്ങ് ജീവിച്ചിരിക്കുമ്പോഴല്ലേ സത്യം പാലിക്കാൻ സാധിക്കൂ. ഒരാൾ സത്യം പറയാനായിട്ട് ജീവിക്കുകയോ അതോ ജീവിതത്തെ സാർത്ഥകമാക്കാൻ വേണ്ടി സത്യം പറയുമോ? ഏതാ ചെയ്യേണ്ടത്? അതുകൊണ്ട് ഇപ്പോൾ ഒരു കളവ് പറഞ്ഞ് എല്ലാം സംരക്ഷിക്കൂ. എന്താ അങ്ങ് പറയണത്? പ്രഹ്ലാദൻ്റെ പൗത്രനായിട്ടുള്ള ഞാൻ കളവ് പറയേ? എന്താ, എങ്ങനെയായാലും അങ്ങേക്ക് നരകാണ് തീർച്ചയായില്ലേ? എന്നാൽ പിന്നെ എല്ലാം സംരക്ഷിക്കുകയല്ലേ വേണ്ട. പിന്നെ മാത്രമല്ല, ഈ ശാസ്ത്രങ്ങൾ തന്നെ പറയുന്നു അത്യാവശ്യം കാര്യത്തിനൊരു കളവ് പറഞ്ഞാവില്ലേ, കുഴപ്പമൊന്നുമില്ല. സ്ത്രീഷു നർമ്മ വിവാഹേച വൃത്യർത്ഥേ പ്രാണസങ്കടേ ഗോബ്രാഹ്മണാർത്ഥേ ഹിംസായാം നാനൃതം സ്യാജുഗുപ്സിതം. സ്ത്രീകളോട് സംസാരിക്കുമ്പോൾ ചില്ലറ ഒരു കളവ് പറഞ്ഞാൽ അത് വലിയൊരു അബദ്ധമൊന്നുമല്ല. കാരണം എല്ലാ സത്യവും സ്ത്രീകളോട് തുറന്നു പറയാൻ പറ്റില്ല, അവർക്കത് സൂക്ഷിക്കാൻ പറ്റില്ല. അതാ കാരണം ആരോടും പറയരുത് കേട്ടോ എന്നിട്ട് പറഞ്ഞാൽ കേമായി. ഇപ്പം ചില ദിക്കിലേക്കൊക്കെ എന്നെ യജ്ഞത്തിന് വിളിച്ചാൽ, വയനാട്ടിലൊക്കെ വിളിക്കുമ്പോൾ ആദ്യം അവർക്ക് പേടി, ആളുകളുണ്ടാവുമോ? ഞാൻ പറഞ്ഞു 4-5 സ്ത്രീകളെ വരുത്തോ, ബാക്കി ആനയിക്കോളാം. അവർ കേട്ടാൽ മതി. അവർ പിന്നെ വെയിലിക്കൽ പോയി പറയില്ല, 5000 നോട്ടീസ് അടിച്ച പോലെ പിറ്റേ ദിവസം അവിടെ ജനസമുദ്രമാവും. മിണ്ടാണ്ടിരിക്കാൻ പറ്റില്ല അവർക്ക്. അങ്ങനെയാണ്. ഒരു കമാൻഡർ, പട്ടാളത്തിലെ കമാൻഡർ എന്തോ പെട്ടെന്ന് അവർ ഓർഡർ വന്നു, എവിടെ യുദ്ധം നടക്കുന്ന സ്ഥലത്തേക്ക് പോകണം. അപ്പോൾ ഭാര്യയോടും ആരോടും പറയാൻ പാടില്ല ഈ കാര്യങ്ങളെ. ഭാര്യയോട് പറഞ്ഞു, ഇങ്ങനെ യുദ്ധത്തിന് പോവാണ്, ആരോടും നീ പറയണ്ട, ഇത് പുറത്ത് പറയാൻ പാടില്ല എന്ന് പറഞ്ഞ് പട്ടാളക്കാർക്കൊന്നും അറിയില്ല. മാർച്ച് എന്ന് പറഞ്ഞാൽ മാർച്ച്, എവിടേക്കാതൊന്നും അവർക്ക് അറിയില്ല, പറയൂല. യുദ്ധത്തിന് പോകാമെന്ന് പറയാൻ പാടില്ലല്ലോ. അങ്ങനെ പോയി. ഇവർ പോയി കഴിഞ്ഞപ്പോൾ പിറ്റേ ദിവസം ഭാര്യ പാൽക്കാരി വന്നപ്പോൾ, അതേ പാല് ഇനി ഇത്ര വേണ്ട കേട്ടോ, എന്താ ചോദിച്ചു, എന്താ ഈ വെള്ളം ചേർത്തു, എന്താ ഈ പക്ഷേ അല്ല, നീ പാലിൻ്റെ ദോഷം കൊണ്ടല്ല, അദ്ദേഹം കുറച്ച് ദിവസം ഇവിടെ ഉണ്ടാവില്ല. അത് എവിടെ പോയി? യുദ്ധത്തിന് പോയിരിക്കുകയാണ്, ആരോടും പറയണ്ട കേട്ടോ, യുദ്ധത്തിന് പോയിരിക്കാവും കേമായില്ലേ. അപ്പോൾ ആ പാൽക്കാരി അടുത്ത വീട്ടിൽ പോയി, നിങ്ങളല്ലേ പാല് വേണം പറഞ്ഞാൽ അന്ന് മുതൽ നാളെ മുതൽ തരാട്ടോ. അപ്പോൾ നീയല്ലേ പാലില്ല പറഞ്ഞാൽ, അതേ അത് അവരിപ്പോൾ യുദ്ധത്തിന് പോയിരിക്കുകയാണല്ലോ. എന്തിനു പറഞ്ഞു? ഒരു ദിവസം കൊണ്ട് ലോകം മുഴുവനെ പരന്നു ഇവരൊക്കെ യുദ്ധത്തിന് പോയതാണ്. ഇത് പുറത്തേ അറിയാമല്ല. പിന്നെ തിരിച്ചു വന്നപ്പോൾ ഇതാകെ വ്യാപിച്ചിരിക്കുന്നു. ആരെ ഇത് അറിഞ്ഞത്? അങ്ങനെ വലിയ കുറ്റക്കാരാണത്. അന്വേഷിച്ച് താനൊക്കെ ഞാൻ ഇന്നാൾ പറഞ്ഞു കേട്ടു. അങ്ങനെ പോയി ഈ കമാൻഡറുടെ ഭാര്യയുടെ അടുത്തെത്തി. ഇവൾ പാൽക്കാരിയോട് പറഞ്ഞതാ. കമാൻഡർക്ക് അങ്ങോട്ട് കലശലായിട്ട് ദേഷ്യം വന്നു. എന്നോട് ഞാൻ പറഞ്ഞില്ലേ ആരോടും പറയരുതാന്ന്? അത്ര വലിയ കാര്യച്ചാൽ നിങ്ങൾ എന്നോട് പറയണോ? ഞാനൊന്നുമില്ലെങ്കിൽ ഒരു പെണ്ണല്ലേ, അവർക്ക് ഒരു ഒടുക്കത്തൊരു ആയുധമുണ്ട്, ഞാനൊന്നുമില്ലെങ്കിൽ പെണ്ണല്ലേ, നിങ്ങൾ എന്തിനാ പറയണം? അപ്പോൾ സ്ത്രീകളോട് പറയുമ്പോൾ കുറച്ചൊക്കെ ഒരു എല്ലാ സത്യമൊന്നും തുറന്ന് പറയണ്ട, കുഴപ്പമുണ്ടാവുന്ന അർത്ഥം. നർമ്മ വിവാഹച്ച, തമാശ പറയുമ്പോൾ ചെറിയൊരു കളവ്, അതൊരു എല്ലാവർക്കും ഒരു ആസ്വാദ്യമായിട്ടുള്ളൊരു ഫലിതം പറയുമ്പോൾ ചെറിയൊരു കളവൊക്കെ പറഞ്ഞാൽ വലിയ കുഴപ്പമൊന്നുമില്ല. വിവാഹേച്ച, വിവാഹ കാര്യത്തിൽ എല്ലാ സത്യവും തുറന്നു പറഞ്ഞാൽ ചിലപ്പോൾ കല്യാണമൊന്നും നടന്നൊന്നും വരില്ല. ജാതകം നോക്കിയപ്പോൾ പണിക്കര് പറഞ്ഞു, ഈ കുട്ടിക്ക് അപസ്മാരത്തിൻ്റെ ഒരു അസ്ഖ്യത കാണുന്നുണ്ടല്ലോ ഗ്രഹനില നോക്കുമ്പോഴേ. അപ്പോൾ ചോദിച്ചു, അല്ല കുട്ടിക്ക് അപസ്മാരോ വല്ലതും? കുട്ടി ഞങ്ങളുടെ തറവാട്ടിലൊരാൾക്കുണ്ടായിട്ടില്ലേ? ആരാ ഈ പറഞ്ഞത്? എന്താ ഈ പറഞ്ഞത്? അല്ല പണിക്കര് ഇങ്ങനെ ഒരു സംശയം പറഞ്ഞു. എന്താ ഈ പറഞ്ഞത്? ഇവിടെ ഒരാൾക്ക് നല്ലോണ്ടാ വാവ് തടങ്ങിയ ബോധമില്ല, ഒരു ദിവസം കുളത്തിൽ വീണു, ആരോ കണ്ടപ്പോൾ രക്ഷപ്പെട്ടു. പക്ഷെ കല്യാണം കഴിഞ്ഞാൽ പിന്നെ അവർ ചികിത്സിച്ചോളും, പിന്നെ അവരായിക്കോട്ടെ. തൽക്കാലം ഇപ്പോൾ ഇത് പറഞ്ഞാൽ കല്യാണം നടക്കും. അപ്പോൾ ഒരു കളവൊക്കെ കല്യാണത്തിന് വേണ്ടി പറയും, സാരമില്ല. വൃത്യർത്ഥേ, തൻ്റേതായ ആ കാര്യങ്ങൾ ചിലത് പാലിക്കാം. അപ്പോൾ ഏകാശി വ്രതമുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം, ഇല്ലെങ്കിൽ ആഹാരത്തിന് ഗതിയില്ലെങ്കിൽ ഒരു കളവൊക്കെ പറഞ്ഞ് ചിലപ്പോൾ ഭക്ഷണം സമ്പാദിക്കാമെന്നർത്ഥം. പ്രാണസങ്കട, പ്രാണൻ അപകടത്തിൽപ്പെടുന്നു എന്ന് വരുമ്പോഴും ഒരു കളവ് പറഞ്ഞാൽ പ്രാണൻ രക്ഷിക്കാമെങ്കിൽ അത് പറയണ്ടേ? ഗോബ്രാഹ്മണാർത്ഥേ ഹിംസായാം, ഒരു പശുവിനെ രക്ഷിക്കാൻ,
ഒരു കളവ് പറഞ്ഞിട്ട് ഒരു പശുവിനെ രക്ഷിക്കാൻ സാധിക്കുമെങ്കിൽ അത് നല്ലതാണ്. കാരണം പശു എന്ന് പറഞ്ഞാൽ അതിൻ്റെ മഹത്വം എന്താ ആലോചിച്ച് നോക്കൂ. അമ്മയേക്കാൾ മഹത്വം ഉണ്ടോ പശുവിന്? അമ്മയുടെ പാല് ഏറിയ 1-2 കൊല്ലാ കിട്ടുക, അതും കിട്ടില്ല ഇപ്പോൾ അമ്മമാരുടെ പാല്. പശുവിൻ്റെ പാലും തൈരും നെയ്യും വഴിച്ചിട്ടാണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കണത്. എന്നിട്ട് ആ പാലൊക്കെ കുടിക്കേണ്ട ആവശ്യം കഴിഞ്ഞാൽ പിന്നെ അമ്മേനെ ചാപ്സാക്കാന്ന് പറയണത് പോലെയാണ്. അറവൊക്കെ പറ്റി ഇനി പ്രസവിക്കില്ല വെച്ചാൽ അതിനെ ഇറച്ചി ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ ഇതിലും വലിയൊരു പാപം എന്തിരിക്കണു? മാതൃഹത്യയ്ക്ക് തുല്യമാണ് ഗോഹത്യ എന്നാണ് പറയണത്. അതുകൊണ്ട് ആ ഒരു പശുവിനെ രക്ഷിക്കാൻ ഒരു വാക്ക് കളവ് പറഞ്ഞാലും അത് വലിയ പുണ്യമാണെന്നാലും രക്ഷിക്കണം. ബ്രാഹ്മണാർത്ഥ ബ്രഹ്മജ്ഞാനിയായ ഒരാളെ, ഇപ്പം ശങ്കരാചാര്യസ്വാമികളെ പോലെയുള്ള ഒരു മഹാത്മാവ് ലോകത്തിന് മുഴുവൻ ആവശ്യമാണ്. ഒരു കളവ് പറഞ്ഞിട്ട് അവരെ രക്ഷിക്കാൻ ഒരു ഘട്ടം വന്നാൽ അത് പറയണം. ഹിംസായ ഒരു ഹിംസ നടക്കുമ്പോൾ ഇവിടെയൊക്കെ ഒരു കളവ് കൊണ്ട് നേടാമെങ്കിൽ നേടണം. നാനൃതം സ്യാജുഗുപ്സ്യതം, അവിടെ ഒന്നൊരു കളവ് പറഞ്ഞാൽ അത് വലിയൊരു അബദ്ധമൊന്നുമായിട്ട് പറയാൻ വയ്യാന്നാണ്. ഇത് ശുക്രൻ്റെ നീതിയാണ് കേട്ടോ, അത് പ്രമാണമായിട്ട് ആരും എടുക്കരുത്. ശുക്രൻ ഭഗവാന്റെ പ്രേരണ കൊണ്ട് ശുക്ര മഹർഷി പരീക്ഷിക്കുകയാണ്. എന്നാലെങ്കിലും വാക്ക് മാറുമോ എന്നറിയണ്ടേ. അങ്ങോട്ട് വാദിച്ച് ജയിക്കാൻ ഞാൻ ആളല്ല. പക്ഷേ വേദം കളവ് പറയാൻ പ്രേരിപ്പിക്കുന്നു എന്ന് പറയാൻ എനിക്ക് നിവൃത്തിയില്ല. കാരണം അങ്ങനെ പറയില്ല. അഥവാ വല്ല അബദ്ധവും പറ്റിയാൽ സമാധാനിപ്പിക്കാൻ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഞാൻ കളവ് പറയില്ല എന്ന് പറയാം. നീ ആരോടാ പറയണം നല്ലോണം ആലോചിക്കണം. ഉടലും തലയും വേറെയായിട്ട് കിടന്നതാ ദേവാസുര യുദ്ധത്തിൽ. അത് ജീവിപ്പിച്ച് എന്നെ ഈ നിലയിൽ എത്തിച്ചു. എന്താ സാക്ഷാൽ മഹാവിഷ്ണു പോലും നിന്റെ മുമ്പിൽ വന്ന് യാചിക്കത്തക്ക നിലയിൽ എത്തിച്ച ഗുരുനാഥനോടാണ് നീ പറയണത്. നല്ലോണം ആലോചിച്ചിട്ട് വേണമെന്ന് പറഞ്ഞു. പക്ഷെ നിവൃത്തിയില്ല. ഞാൻ വാക്ക് പറഞ്ഞു പോയില്ലേ എന്ന് പറയാം. അവസാനം ദേഷ്യം വന്നു. എന്നാൽ സർവ്വ ഐശ്വര്യത്തിൽ നിന്നും നീ ഭ്രഷ്ടനായിട്ട് പോകട്ടെ പറഞ്ഞ് ശപിക്കുകയാണ്. പറഞ്ഞു ഐശ്വര്യത്തിൽ നിന്ന് ഭ്രംശിച്ചാലും സത്യത്തിൽ നിന്ന് ഭ്രംശിക്കാതെ കണ്ടിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വിന്ധ്യാവലിയോടുകൂടി പൂവും നീരും കൊടുക്കുക. അതിൻ്റെ ചടങ്ങ് ദേവന്മാർ പുഷ്പവൃഷ്ടി ചെയ്തു. അല്ലേ വിരോചനപുത്ര, നിൻ്റെ സൈന്യങ്ങളോ ആയുധങ്ങളോ അല്ല ഞങ്ങളെ ജയിച്ചത്. സ്വന്തം ഗുരുനാഥൻ വിലക്കിയിട്ട് പോലും ശപിച്ചിട്ട് പോലും ആ സത്യത്തിൽ നിന്ന് അണുപോലും വ്യതിചലിക്കാത്ത അങ്ങയുടെ ഈ നിലപാടുണ്ടല്ലോ, ആ സത്യനിഷ്ഠയാണ് ഞങ്ങളെ ജയിച്ചത് എന്നും പറഞ്ഞ് ദേവന്മാരെ പുഷ്പവൃഷ്ടി ചെയ്തു എന്നുള്ളത്. അതാണ് ഭക്തന്മാർക്ക് കടുത്ത പരീക്ഷണങ്ങൾ വരും. അതിനൊക്കെ അതിജീവിക്കാൻ സാധിക്കണം. ദുഃഖങ്ങളും ദുരിതങ്ങളും വരും, ഭക്തന്മാർക്ക് കൂടുതൽ വരും. അത് ഭഗവാന്റെ അനുഗ്രഹമായിട്ട് കാണണം. ഈശസ്യ കൃപയാ ദുഃഖം ആഗമിഷ്യതി ദേഹിനാം. ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണ് അത്രേ നമുക്ക് ദുഃഖം വരുന്നത്. എന്തിന്? ഭോഗേഷു വിരതിം ദാതും തസ്മാത് ദുഃഖം ന ഗൃഹേത്. സകല വിഷയ സുഖങ്ങളിലും വിരക്തി വരാൻ ദുഃഖങ്ങളും ദുരിതങ്ങളും വരും. അപ്പോഴേ ഒരാൾക്ക് വിരക്തി വരുള്ളൂ. അടുത്ത ദിവസം ഒരമ്മ എന്നെ വിളിച്ചിട്ട് ഫോൺ ചെയ്ത് പറഞ്ഞു, ഇന്നലെ തന്നെ, അതായത് സന്യസിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. മകൻ ഏതെല്ലാം നിലയിൽ അത് മുടക്കാൻ പറ്റും, സന്യാസം കൊടുക്കാവുന്ന സ്വാമിജിക്ക് സന്ദേശം അയച്ചു. അമ്മയ്ക്ക് സന്യാസം കൊടുക്കരുത്, അമ്മയുടെ സ്വഭാവം വളരെ മോശമാണെന്ന് പറഞ്ഞിട്ട്. ഇന്നലെ ഫോൺ വന്നതാണ്. ആളാരോ ആവട്ടെ എക്സോറോയ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ആ പുത്രനോട് എത്രയൊക്കെ സന്യസിക്കുമ്പോഴും മകൻ എന്നുള്ളൊരു വാത്സല്യം ഉണ്ടാവില്ലേ, അതും കൂടെ അറക്കാൻ വേണ്ടി ഭഗവാന്റെ ലീലയാണ്. അപ്പോഴല്ലേ പരിപൂർണം മകനോടുള്ള സ്നേഹം അങ്ങോട്ട് പോവുള്ളൂ. ഇങ്ങനെയൊക്കെയാണ് ഭഗവാന്റെ ലീലകൾ. ഇല്ലെങ്കിൽ എത്ര സന്യസിച്ചാലും എൻ്റെ ഉണ്ണി എന്നൊരു തോന്നലുള്ളൊരു വരെ അത് വരരുത്. അങ്ങനെ വിരക്തി വരണം. അതാണ് അപ്പോഴേ ഒരാൾക്ക് പരിപൂർണം വിരക്തനാവുമ്പോഴേ സന്യസിക്കാവൂ. അന്യഥാ പതിതോ, ഇല്ലെങ്കിൽ അധപ്പതനം ഉണ്ടാവും. അപ്പം എല്ലാം കാരുണ്യമായിട്ട്, ഭഗവാന്റെ കാരുണ്യമായിട്ട് കാരണം. ദുഃഖങ്ങളും ദുരിതങ്ങളും വരുന്നത് പോലും ഭഗവാന്റെ അനുഗ്രഹമായിട്ട് കാണണം എന്നർത്ഥം. ഏതായാലും പൂവും നീരും കൊടുത്തു, ദേവന്മാർ പുഷ്പവൃഷ്ടി എഴുതു. അപ്പോൾ ഭഗവാൻ സന്തോഷിച്ചു. അങ്ങനെ ഭഗവാൻ പെട്ടെന്ന് അങ്ങോട്ട് വലുതാവുകയാണ്. 2 അടി കൊണ്ട് ലോകം മുഴുവൻ നടന്നത്. ഇതങ്ങോട്ട് കണ്ടപ്പോൾ അസുരന്മാർക്ക് സഹിച്ചില്ല. നമ്മുടെ യജമാനനെ വഞ്ചിക്കുക, ചതിക്കുക, ആരായാലും അവനെ വെറുതെ വിടാൻ പാടില്ല, ഭഗവാനാണെങ്കിൽ. ഉടനെ അസുരന്മാർ യുദ്ധത്തിന് വന്നു. അപ്പോൾ വൈഷ്ണവ പാർഷദന്മാർ വന്ന് യുദ്ധം ചെയ്തു. ഉടനെ തന്നെ മഹാബലി പറഞ്ഞു, നിങ്ങൾ യുദ്ധം ചെയ്യരുത്, നിങ്ങൾ പിന്മാറണം. കാരണം ഏതൊരു കാലസ്വരൂപനായ ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണോ നമുക്ക് ഇത്രയൊക്കെ ഐശ്വര്യവും സമ്പത്തും എല്ലാം നേടിയത്, ആ കാലസ്വരൂപനായ ഭഗവാൻ ഇപ്പം പ്രതികൂലമാണ്. കിംവോ യുദ്ധൈഹി, ഇനി നിങ്ങൾ യുദ്ധം ചെയ്തിട്ട് എന്ത് പ്രയോജനം? കാലാത്മായം വസതി പുരതഃ. കാലസ്വരൂപനായ ഭഗവാനാണ് മുമ്പിൽ നിൽക്കുന്നത്. ആ ഭഗവാന്റെ കാരുണ്യം ഉള്ളപ്പോഴാണ് സകല ഐശ്വര്യവും നമുക്കുണ്ടായത്. ആ ഭഗവാൻ ഇപ്പം നമുക്ക് പ്രതികൂലമാണ്. അതുകൊണ്ട് യുദ്ധം ചെയ്യേണ്ട, നിങ്ങൾ തിരിച്ചു പൊക്കോളൂ പറഞ്ഞ് അവരെ പറഞ്ഞയച്ചു. ഭഗവാൻ 2 അടി കൊണ്ട് ലോകം മുഴുവൻ അളന്നെടുത്തു. ആ പാദം അവിടെ ചെന്നപ്പോൾ ബ്രഹ്മദേവൻ കമണ്ഡലൂരിലെ ജലമെടുത്ത് തീർത്ഥം കഴുകി. അതാണ് ഗംഗാജലമായിട്ട് ഒഴുകിയതെന്നൊക്കെ പറയുന്നുണ്ട്. ജാമ്പുവാൻ ഇത് കണ്ടിട്ട് ഭേരിയും നിഘ്നൻ പെരുമ്പറ അടിച്ചുകൊണ്ട് ലോകം മുഴുവൻ സഞ്ചരിച്ചു. ഇത്ര മഹാഭാഗ്യം ഭഗവാന്റെ അവതാരവും ഈ ദിവ്യദിവ്യമായ ലീലയും കണ്ടപ്പോഴേ. ഏതായാലും 2 അടി കൊണ്ട് ലോകം മുഴുവൻ അളന്നെടുത്തിട്ട് മഹാബലിയോട് ചോദിച്ചു, നീ ലോകത്തിൻ്റെ മുഴുവൻ
അധിപനല്ലേ, 2 അടി കൊണ്ട് ഞാൻ അളന്നെടുത്തു, 3-ാമത്തെ അടി മണ്ണ് എവിടെ ചോദിച്ചു. മാത്രമല്ല അപ്പോഴേക്ക് ഗരുഡൻ അവിടെ വന്നു, വരുണപാശം കൊണ്ട് ബന്ധിച്ചു. വാസ്തവത്തിൽ ഇത്രയും പരമഭക്തനായിട്ടുള്ള ഒരാളെ എങ്ങനെ ബന്ധിക്കാൻ പാടുണ്ടോ ഭഗവാൻ എന്ന് ചോദിച്ചാൽ കുറച്ചൊരഹങ്കാരം. എന്താ, ലോകത്തിൻ്റെ മുഴുവൻ അധിപനായ ഞാൻ എന്നൊരു തോന്നൽ വന്നുവല്ലോ, അതാണ് അതിന് കാരണം. ഏതായാലും ബ്രഹ്മദേവൻ തന്നെ വന്ന് പറഞ്ഞു, ഇത് ശരിയല്ല, അദ്ദേഹത്തിനെ എങ്ങനെ ബന്ധിക്കണത് എന്നൊക്കെ പറഞ്ഞു. ഏതായാലും എവിടെ 3-ാമത്തെ അടി മണ്ണ എന്ന് ചോദിച്ചപ്പോൾ യാതൊരു പരിഭ്രമമുണ്ട്. പാദം മൂർധ്നി പ്രണയ ഭഗവൻ, ഇതാ എൻ്റെ മൂർധാവിൽ അങ്ങ് പാദം വെച്ചോളൂ. ഇത്യകമ്പം വദന്തം, ഇളകിയില്ല, ചലനമില്ല, അതാ സത്യനിഷ്ഠ. പ്രഹ്ലാദൻ അവിടെ വന്നു, മുത്തച്ഛൻ വന്നിട്ട് മാനയൻ അസ്തവീത്വാം, ആ മഹാബലിയെ ബഹുമാനിച്ചു. എന്നിട്ട് ഭഗവാനെ സ്തുതിച്ചു. കാരണം തൻ്റെ ആ കീർത്തി നിലനിർത്തുക എന്നുള്ളതാണ് പ്രഹ്ലാദൻ്റെ സന്തോഷം, മുത്തച്ഛൻ്റെ സന്തോഷം. എത്ര പേരക്കുട്ടികൾ ഈ നിലയിലേക്കൊക്കെ ഉയർന്നു വന്നാൽ ആ പേരക്കുട്ടിയെ അനുഗ്രഹിക്കാനായിട്ട് ഭഗവാനത് അവതരിച്ച് മുമ്പിൽ നിൽക്കണു. ഭഗവാൻ മുമ്പിൽ വന്ന് കൈകൂമ്പിളുമായിട്ട് നിൽക്കുക. ഈ നിലയിലേക്ക് ഉയർന്നു തൻ്റെ പേരക്കുട്ടി എന്ന് വന്നാൽ എന്താവും മുത്തച്ഛൻ്റെ വാത്സല്യം, സന്തോഷം ആലോചിച്ച് നോക്കൂ. ഏതായാലും ഭഗവാൻ ആ അവസരത്തിൽ പറഞ്ഞു, സന്തോഷിച്ചിട്ട് ഭഗവാൻ പറഞ്ഞു, ദർപ്പോച്ചിത്തേ വിഹിതമഖിലം ദൈത്യ സിദ്ധോസി പുണ്യേഹി. ഞാനീ ചെയ്തതൊക്കെ നിന്റെ നേരിയ ഒരഹങ്കാരം ഉണ്ടല്ലോ. എന്താ അഹങ്കാരം? വിശ്വേഷം മാം ത്രിപദമഹിം യാജസേ ബാലിശസ്ത്വം. ലോകത്തിൻ്റെ മുഴുവൻ അധിപനായ എന്നോട് 3 അടി മണ്ണ് യാചിക്ക്. എൻ്റെ അടുക്കൽ വന്ന് യാചിച്ചിട്ട് നാളെ വേറൊരാളുടെ മുമ്പിൽ പോയി യാചിക്കാന്ന് പറഞ്ഞാൽ അത് എനിക്ക് കുറച്ചിലാണ്. അതുകൊണ്ട് നല്ലോണം ആലോചിക്കൂ, വേണ്ടത് ചോദിച്ചോളൂ, രാജ്യം മുഴുവൻ ഞാൻ തരാലോ എന്ന് പറഞ്ഞു. ആരോടാ? ഭഗവാനോടായി പറഞ്ഞത്. ഈ ഒരു അഹങ്കാരം, ദർപ്പോച്ചിത്യൈ. ഭഗവാൻ അങ്ങനെ തൻ്റെ ഭക്തനോട് വാത്സല്യമാണ്. ആ ഭക്തന് ചെറിയ ഒരു ദോഷം ഉണ്ടെങ്കിൽ അതിനെ ഇല്ലായ്മ ചെയ്യൽ ഭഗവാന്റെ ചുമതല. നമുക്ക് നമ്മുടെ കുട്ടികളോട് വാത്സല്യമുണ്ട്. നമ്മുടെ കുട്ടിക്ക് അസുഖം വന്നു, പഴുപ്പ് വന്നു, ഡോക്ടർ പറയുക ഈ വിരൽ മുറിച്ച് കളയണം, അല്ലെങ്കിൽ പഴുപ്പ് മേലേക്ക് മുഴുവൻ കയറും, മുറിച്ചോളാൻ പറയും. അച്ഛൻ മകൻ്റെ വിരൽ മുറിക്കാൻ അനുവാദം കൊടുക്കുന്നു ഡോക്ടർക്ക്. എന്തുകൊണ്ട്? വാത്സല്യം കൊണ്ടാണ്, അല്ലാണ്ട് വെറുപ്പ് കൊണ്ടാണ്. കുറേ കാലമായി അവൻ്റെ വിരൽ ഞാൻ കൊത്തി മുറിക്കണം വിചാരിക്കണം, മുറിച്ചോളൂ, എല്ലാ വിരലും മുറിച്ചോളൂ. ഇതിനാണോ? വാത്സല്യം കൊണ്ടാണ്. അത് കഴിഞ്ഞ് മറ്റേ വിരലിൽ പഴുപ്പ് വന്നപ്പോൾ അതും മുറിക്കാൻ, ചിലപ്പോൾ കൈ മുറിക്കേണ്ടി വരും, മുറിച്ചോളൂ. ഞാൻ അധ്വാനിച്ച് എൻ്റെ മകന് ചിലവിന് കൊടുക്കും, എന്നാലും എൻ്റെ മകൻ ജീവിച്ചിരിക്കണം. കാരണം ആ പഴുപ്പ് മേലോട്ട് കയറരുത്. അതാണ് വാത്സല്യം. അതുപോലെ തൻ്റെ പരമഭക്തനായിട്ടുള്ള ഒരാൾക്ക് ചെറിയൊരു അഹങ്കാരം വന്നാൽ ഭഗവാൻ ക്ഷമിക്കില്ല എന്നാണ്. അതിനെ തീർത്തിട്ട് എന്നെ അനുഗ്രഹിക്കും. അപ്പം അതിനു വേണ്ടിയാണ് ഞാൻ ഇത്രയും ചെയ്ത്. ദർപ്പോച്ചിത്തേ വിഹിതമഖിലം. ഈ ചെയ്തതൊക്കെ നിന്റെ അഹങ്കാരത്തെ ഇല്ലായ്മ ചെയ്യാൻ. ദൈത്യസിദ്ധോസി പുണ്യൈ. നീ അനേകം പുണ്യകർമ്മങ്ങൾ ചെയ്തു, പരമസിദ്ധനായി കഴിഞ്ഞിരിക്കണു. ഭഗവാന്റെ സർട്ടിഫിക്കറ്റാണ്. ഇതിലും ഇത് സർട്ടിഫിക്കറ്റ് എന്ത് വേണം? ഇപ്പോൾ അവാർഡ് കമ്മിറ്റിയൊക്കെ തീരുമാനിക്കും. അവാർഡ് കമ്മിറ്റി ചിലപ്പോൾ മാറി, ഇടയ്ക്കിടയ്ക്ക് മാറും. പെട്ടെന്ന് പറയാൻ വയ്യ. ഒരു കമ്മിറ്റി ചിലപ്പോൾ വേറെ ആൾ പറഞ്ഞു അത് പറ്റില്ല, നമുക്ക് ഇന്നൊരാൾക്ക് കൊടുക്കേണ്ടതുണ്ട്, അത് പാർട്ടിക്കാരനാണ്, അപ്പോൾ അവന് കൊടുക്കണം. അങ്ങനെ പാർട്ടിക്കാരെ നോക്കിയിട്ട് ഇതല്ല, അല്ല അവാർഡാണ്, ഭഗവാന്റെ അവാർഡാണ് അവാർഡ്. നീ ദൈത്യസിദ്ധോസി പുണ്യ, പുണ്യങ്ങളെ കൊണ്ട് നീ സിദ്ധനായിരിക്കുന്നു. ലോകസ്ഥേസ്തു ത്രിദിവ വിജയി. ദേവലോകത്തിനേക്കാൾ ശ്രേഷ്ഠമായ സുതല ലോകം നിനക്ക് ഞാനിതാ തരുന്നു. ദേവന്മാർ പോലും കൊതിച്ചുകൊണ്ടിരിക്കുക. സുതലം എന്ന് പറഞ്ഞാൽ തന്നെ സൃഷ്ടു, നല്ല സ്ഥലം. എന്താ അവിടുത്തെ പ്രത്യേകത? അവിടെ ഭഗവാനെ പ്രത്യക്ഷമായിട്ട് ഇങ്ങനെ കാണാം. ഭഗവാൻ ഞാൻ നിൻ്റെ ദാസനായിട്ട് നിന്നെ രക്ഷിക്കാനായിട്ട് അവിടെ ഉണ്ടാവും, നിനക്ക് എന്നെ കാണാൻ സാധിക്കും എന്നാണ് പറഞ്ഞത്. ഇതിൽ വലിയൊരു അനുഗ്രഹം എന്താ വേണ്ടത് ആലോചിച്ച് നോക്കൂ. അതുകൊണ്ട് ആ സുതല ലോകം ഞാൻ നിനക്ക് തരുന്നു. പിന്നെയോ വാസവത്വം ച പശ്ചാത്. അവിടെ നിൻ്റെ കാവൽക്കാരനായിട്ട് ഞാനുണ്ടാവും, എപ്പോഴും നിനക്ക് എന്നെ കാണാൻ സാധിക്കും. ഇതിലും വലിയൊരു അനുഗ്രഹം ഇനി എന്താ വേണ്ടത്? പിന്നീട് അടുത്ത മന്നും തരത്തില്ല, നീയെ ദേവേന്ദ്രനായിട്ട് തീരും. ഇത് അന്വഘൃണാബലിം തം. ഇങ്ങനെ മഹാബലിയെ അനുഗ്രഹിച്ചു എന്നാണ്, അല്ലാണ്ട് ചവിട്ടിത്താഴ്ത്തി എന്നൊന്നും അല്ല കേട്ടോ. കഷ്ടാണ്. എന്തൊക്കെയാണ് നമ്മുടെ വിദ്യാഭ്യാസത്തിൽ പഠിപ്പിക്കുന്നത്? ഞാൻ പറഞ്ഞില്ലേ, നല്ലതൊന്നും പഠിപ്പിക്കാൻ പാടില്ല എന്നും അപകടമൊക്കെ പഠിപ്പിക്കണം എന്നും കൂടി നിയമമായി തടയും. ഈ കഥ എന്തൊക്കെയാണ് അവതരിപ്പിക്കണത് അറിയോ? പരമഭക്തനായിട്ടുള്ള ആള് മഹാബലി ഭരിക്കുമ്പോൾ എല്ലാവർക്കും പരമാനന്ദം. അങ്ങനെയുള്ള മഹാബലിയെ ഭഗവാൻ വന്ന് ചവിട്ടിത്താഴ്ത്തി എന്ന് പറഞ്ഞാൽ മഹാബലി അസുരൻ, മഹാകേമൻ, മഹാവിഷ്ണു വളരെ മോശക്കാരൻ. ഇങ്ങനെ വരുത്തണം. എവിടെ ചവിട്ടി താഴ്ത്തി എന്ന് പറഞ്ഞാൽ എവിടെ നോക്കിയിട്ടാണ് ഇവർ പറഞ്ഞത് എനിക്കറിയില്ല. പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയത്. ആ ചിലപ്പോൾ ആ കുഴി ഇപ്പോഴും കാണും, നോക്കിയാലോ പാതാളത്തിലേക്ക്. എന്തൊക്കെയാണ് പഠിപ്പിക്കുന്നത്? അപ്പോൾ മഹാബലി ഭഗവാനെ തൊഴുതിട്ട്, ഭഗവാനെ കൊല്ലത്തിലൊരു തവണയെങ്കിലും എൻ്റെ കുട്ടികളെ കാണാൻ എനിക്കൊന്ന് വരാൻ അനുവാദം വേണേ എന്ന് പറഞ്ഞു. ഇത് എവിടെ പറഞ്ഞത് എനിക്കറിയില്ല. ഓ ശരി, നീ വന്നോളോ പറഞ്ഞു.
എന്നിട്ടിപ്പോൾ ഓണായ കുടവയറുള്ള ഏതെങ്കിലും ഒരാൾ വേഷം കെട്ടി പൂണൂലിട്ടിട്ട് ഓരോലക്കുടയും പിടിച്ചിട്ട് മഹാബലി വരുന്നു. വാമനാവതാരമാണ് തിരുവോണ ദിവസം, അതാണ് ആഘോഷിക്കുന്നത്. മഹാബലിയെ ചവിട്ടിത്താഴ്ത്തിയതല്ല, മഹാബലിയെ അനുഗ്രഹിക്കാൻ വേണ്ടി ഭഗവാൻ അവതരിച്ച ദിവസമാണ്. ഇത് അങ്ങേയറ്റം പരിഹാസ്യമാക്കിയിട്ട് പിന്നെ മാവേലി സ്റ്റോർ തുടങ്ങി, വാമന സ്റ്റോർ. ഇപ്പം മാവേലി സ്റ്റോറിൽ പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിയപ്പോഴാണ് മനസ്സിലായത് പീഡിയത്തേക്കാൾ വിലയുണ്ട്, സബ്സിഡി ഒന്നിനുമില്ല. ഏതോ ഒന്നിന് മാത്രം സബ്സിഡി ഉണ്ട്, ആവശ്യമില്ലാത്തൊരു സാധനത്തിന്, ബാക്കി സബ്സിഡി ഒന്നുമില്ല അത്ര. ഇതിൽ പരം മഹാബലിയെ അപമാനിക്കാൻ ഇനി വേറെ എന്താ വേണ്ടത്? ഇതൊക്കെ ചെയ്തു വരിക. ഇതിപ്പോൾ സനാതന ധർമ്മമായതുകൊണ്ട് കുഴപ്പമില്ല, എന്ത് പറഞ്ഞാലും പ്രതികരണം ഇല്ലല്ലോ, നമുക്ക് പ്രതികരണ ശേഷിയില്ല. നമ്മുടെ സംസ്കാരം അങ്ങനെ. വേറെ വല്ല മതത്തിലും ആണെങ്കിൽ കൈ വെട്ടി, കാല് വെട്ടി, തല വെട്ടി, പിന്നെ വെട്ടിക്കൊണ്ടേയിരിക്കും. പക്ഷെ നമ്മുടെ സംസ്കാരം അതല്ല, അങ്ങനെ വെട്ടണം എന്നല്ല പറയണത്. പക്ഷെ നമ്മുടെ കുട്ടികളെ ഈ അബദ്ധം പഠിപ്പിക്കുമ്പോൾ അത് സുബദ്ധം എന്താണെന്ന് ബോധ്യപ്പെടുത്താൻ നമ്മൾ ബാധ്യസ്ഥരാണ്. കുട്ടികൾക്കത് അറിയില്ല. ഞാൻ എപ്പോഴും പറയും, കുട്ടികളെയാണ് ഈ പ്രഭാഷണങ്ങളും ഗീതായജ്ഞമൊക്കെ പറയുമ്പോൾ പ്രത്യേകിച്ച് കുട്ടികളാണ് കേൾക്കേണ്ടത്. കുട്ടികൾ തന്നെയാണ് മുമ്പിൽ. 65 കഴിഞ്ഞ കുട്ടികളാണെന്ന് മാത്രം. ഗോവിന്ദൻകുട്ടി, മാധവൻകുട്ടി ഒക്കെ കുട്ടികളാണ്. അങ്ങോട്ട് NOC കാത്തിരിക്കുകയാണ് എപ്പോഴാണ്. റിട്ടയർഡായപ്പോൾ നേരം പോണ്ടേ, അപ്പോൾ ഒന്നിങ്ങനെ വയ്യ. 4 കുട്ടികൾ ഓട്ടോറിക്ഷയിൽ എന്നെ കൊണ്ടുവന്നാക്കി, കാറിൽ കൊണ്ടുവന്നാക്കി. യൗവനത്തിലൊന്നും കേട്ടില്ല, പഠിച്ചില്ല. കേൾക്കണമെന്നല്ല, കേട്ടുള്ളൂ. പക്ഷെ നമ്മുടെ കുട്ടികളെ കേൾപ്പിക്കണം. നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ സനാതന ധർമ്മത്തിൻ്റെ ബോധം ഉണ്ടാവണം. ഗീതയൊക്കെ പറയുമ്പോൾ പ്രത്യേകിച്ച് ഞാൻ പറയും, എന്തൊക്കെ ദുഃഖങ്ങൾ വരുമ്പോഴും അതിന് നേരിടാനുള്ള മനോബലം കുട്ടികൾക്ക് ഉണ്ടാവണ്ടേ? അത് ആരുണ്ടാക്കി കൊടുക്കണം? നമ്മളുണ്ടാക്കി കൊടുക്കണം. അച്ഛനമ്മമാരോട് എങ്ങനെ പെരുമാറണമെന്ന് കുട്ടികൾക്കറിയോ? അറിയില്ല, ലക്ഷ്യബോധമില്ല. കോളേജിൽ പോയി, എന്തിനാ കോളേജിൽ പോയതോ ലക്ഷ്യബോധമില്ല. പ്രിൻസിപ്പാൾ ഒരു പാഠം പഠിപ്പിക്കും എന്നാ പറയണത്, അതിനാവൻ കോളേജിൽ പോയത്. ഇല്ലെങ്കിൽ കോളേജിൽ വെച്ചിട്ട് ഏതോ ഒരു ശാന്തമ്മയെ പരിചയപ്പെട്ടു, ശാന്തമ്മയെ കല്യാണം കഴിക്കണം, പെണ്ണ് കാണാൻ. എന്നിട്ട് ആരോടെ പറഞ്ഞു, അച്ഛനോടൊന്ന് പറയണം, എനിക്കൊരു കുട്ടിയെ ഇഷ്ടമാണെന്ന്. അച്ഛൻ ഇത് കേട്ടപ്പോൾ കലി കയറി, അവൻ്റെ കാല് ഞാൻ തല്ലി പിടിക്കും. പെണ്ണ് കാണാനല്ല അവനെ ഞാൻ കോളേജിൽ പറഞ്ഞയച്ചത്, 10 പൈസ എൻ്റെ അത് കിട്ടില്ല. അച്ഛൻ ആകെ ദേഷ്യപ്പെട്ടു. മറ്റേ ആൾ വന്ന് പറഞ്ഞു, അച്ഛൻ എങ്ങനെയാണ് പറഞ്ഞാൽ വീട്ടിൽ കയറ്റില്ല എന്നാണ് പറയണത്, പെണ്ണ് കാണാനല്ല പറഞ്ഞയച്ച, പഠിക്കാനാ പറഞ്ഞയച്ചത്. എന്ത് വേണമെങ്കിൽ പറഞ്ഞോട്ടെ, ഞാൻ എൻ്റെ ഒരു മര്യാദ അച്ഛനോട് പറയാനുള്ളത് പറഞ്ഞു എന്ന് മാത്രം. പറയേണ്ട കാര്യമൊന്നുമില്ല, കാരണം അച്ഛൻ അമ്മയെ കല്യാണം കഴിച്ചപ്പോൾ എന്നോടൊരു വാക്ക് ചോദിച്ചിട്ടില്ല. അവൻ്റെ ന്യായം വളരെ ശരിയാണ്. അച്ഛൻ സമ്മതിച്ചാലും സമ്മതിച്ചില്ലെങ്കിലും ഞാൻ കല്യാണം കഴിക്കും. എന്തൊക്കെയാ! 3 തവണ ആത്മഹത്യക്ക് ശ്രമിച്ച ഒരു കുട്ടിയെ നിലമ്പൂരിലെ പൂക്കോട്ടും പാടം, അവിടെ ഞാൻ ഗീതായജ്ഞത്തിന് വേണ്ടി പോയതാണ്. അപ്പോൾ സ്കൂളുകളിലൊക്കെ ഞാൻ ക്ലാസ് എടുക്കാൻ പോകും, +2-നും SLC-ക്കും. അപ്പോൾ ഒരു പെൺകുട്ടി, ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുന്ന ഒരു കുട്ടി എൻ്റെ അടുത്ത് കൊണ്ടു തന്നു. 3 തവണ ആത്മഹത്യക്ക് ശ്രമിച്ചു, ഞരമ്പ് മുറിച്ചു. അപ്പോഴേക്ക് കാണും ആശുപത്രി കൊണ്ടുപോയി രക്ഷപ്പെടും. 3 തവണയും മരിക്കാൻ തരായില്ല. ഇനി ചാൻസ് കിട്ടിയാൽ ഇവരെ ആരും കാണാണ്ട ഞാൻ മരിക്കുമെന്ന് പറഞ്ഞിരിക്കുക കുട്ടി. ആ കുട്ടിയെ കൊണ്ടുവന്നിരിക്കുക. അപ്പോൾ എന്താ പ്രശ്നമെന്ന് ചോദിച്ചപ്പോൾ, സംസാരിച്ചപ്പോൾ, ഗൾഫിൽ ജോലിയുള്ള ഒരാൾ ഇവിടെ വന്ന് അയാളായിട്ട് പരിചയമായി, കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു, ഫോൺ ചെയ്യാൻ തുടങ്ങി, കത്തയക്കാൻ തുടങ്ങി. സന്തോഷമായിട്ട് ഈ കുട്ടി പിന്നെ കൂട്ടുകാരികളോടൊക്കെ പറഞ്ഞു കല്യാണ കാര്യങ്ങൾ. ഇപ്പം അയാൾ അറിയിച്ചിരിക്കണു, എന്നെ കാത്തിരിക്കേണ്ട, കാരണം അമ്മയ്ക്കും പെങ്ങന്മാർക്കൊന്നും ഇഷ്ടമല്ല, പിന്നെ എങ്ങനെ ഞാൻ നല്ല കല്യാണം കഴിക്കാം. ഈ കുട്ടി ആകെ അപ്സെറ്റായി. ഇനി എൻ്റെ കൂട്ടുകാരുടെ മുഖത്ത് എങ്ങനെ ഞാൻ നോക്കുക, അതിനെ ആത്മഹത്യ ചെയ്യണം. നമ്മൾ എത്ര കാലമായി നിങ്ങളുടെ സ്നേഹം? 3 മാസത്തോളമായി, കഷ്ടി, അത്രയല്ലോ. എവിടുന്ന് പരിചയപ്പെട്ടു? ഏതോ ഒരു മരണ വീട്ടിൽ പോയതാണ് ഈ കുട്ടി. അപ്പോൾ അയാൾ ലീവിൽ വന്ന സമയം അയാൾ പറഞ്ഞു, ഈ കുട്ടി കാണാൻ നല്ല കൗതുകമുള്ള കുട്ടിയാണ്, ഡിഗ്രി ഫസ്റ്റ് ഇയർ. അപ്പോൾ അയാൾ വന്ന് ചോദിച്ചു, അങ്ങനെ പരിചയപ്പെട്ടു. അപ്പോൾ ഗൾഫിലാണ് ജോലി, ഞാൻ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടോ, കുട്ടിക്ക് സമ്മതമാണോ ചോദിച്ചു. അങ്ങനെയാണ്, താൻ സമ്മതമാണെന്ന് പറഞ്ഞു. പറഞ്ഞു വീട്ടുകാരോടൊക്കെ ചോദിച്ചിട്ടാണോ പറഞ്ഞത്? അപ്പോൾ ജാള്യത, ആരോടും ചോദിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു, 19 കൊല്ലം തീറ്റി പോറ്റിയിട്ട് ആ അച്ഛനമ്മമാരോട് ഒരു വാക്ക് ചോദിക്കാതെ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ ഒരുത്തൻ മോട്ടോർ ബൈക്കിൽ അങ്ങോട്ട് പോയി, പിന്നെ ഇങ്ങോട്ട് വന്നു, ചോദിച്ചു എൻ്റെ കൂടെ വരുന്നോ? വരാലോ. ഇതല്ലേ ഇന്ന് നടക്കണത് മുഴുവനെ. നാണമുണ്ടോ തനിക്ക്? ഒരു പട്ടിക്കുട്ടിക്ക് യജമാനനോടുള്ള സ്നേഹം പോലും താൻ അച്ഛനമ്മമാരോട് കാണിച്ചില്ലല്ലോ. 19 കൊല്ലം തന്നെ തീറ്റിപ്പോറ്റിയിട്ട് എതിർച്ചയാകേണ്ട ഒരുത്തനോട് സമ്മതം മൂളി താൻ. കഷ്ടം. വളരും തോറും പട്ടിക്കുട്ടിക്ക് യജമാനനോട് സ്നേഹം കൂടിക്കൂടി വരും. മനുഷ്യക്കുട്ടികളോ പഠിക്കും തോറും അച്ഛനും അമ്മയും പറഞ്ഞാൽ അനുസരിക്കേണ്ടതില്ല എന്നും. അതല്ലേ ഇന്ന് കണ്ടുവരുന്നത്? ആലോചിച്ച് നോക്കൂ. എന്നിട്ട് ജീവിതം മുഴുവൻ തകർന്ന് തരിപ്പണമാകുന്ന കാഴ്ചകളാണ് സർവത്ര കണ്ടുവരുന്നത്. ശന്തനു മഹാരാജാവ് മുക്കുവസ്ത്രീയായ സത്യവതിയെ കണ്ടിട്ട് പ്രേമാഭ്യർത്ഥന ചെയ്തപ്പോൾ എന്താ പറഞ്ഞാൽ തനിക്ക് അറിയോ ചോദിച്ചു. ആർക്കറിയണേ? അങ്ങനെ നല്ലതൊന്നും പഠിക്കാൻ പാടില്ല, അതൊന്നും പുരാണം ഒന്നും പാടില്ല. ഇനി അഥവാ വല്ലതും കൊടുക്കാച്ചാൽ ശ്രീരാമൻ മാംസം ഉണക്കണ ചെറിയൊരു ഭാഗം രാമായണത്തിൽ നിന്ന് എടുത്ത് കൊടുത്തു, വേറെ ഒന്നുമില്ല. എന്തൊരു കഷ്ടമാണ്. ഒരു മുക്കുവസ്ത്രീയോട് മഹാരാജാവ് പ്രേമാഭ്യർത്ഥന ചെയ്തപ്പോൾ സത്യവതി എന്താ പറഞ്ഞതെന്നറിയോ? എനിക്ക് വിരോധമില്ല അങ്ങനെ കല്യാണം കഴിക്കാൻ, പക്ഷേ എൻ്റെ കല്യാണം ഞാനല്ലല്ലോ തീരുമാനിക്കേണ്ടത്, എൻ്റെ കുടിൽ ഇവിടെ അടുത്താണ്, അച്ഛനോട് ചോദിക്കും. ഒരു മുക്കുവസ്ത്രീ മഹാരാജാവിനോട് പറയാണ്. ഇതാണ് നമ്മുടെ സംസ്കാരം. ഇത് മരണ വീട്ടിൽ വെച്ച് ഒരുത്തനെ കണ്ടു, ഞാൻ തന്നെ കല്യാണം കഴിക്കാവോ? സമ്മതമാണ്.
നാണോണ്ട് ഒരുപാടങ്ങ് ശകാരിച്ചു ഞാൻ. എന്തിനും ഞാൻ പറഞ്ഞു, എന്തോ തനിക്കും കുടുംബത്തിനും സുഹൃതമുണ്ട്, അയാൾ നീചനാണ് തീർച്ചയായാലോ, അമ്മയ്ക്കും പെങ്ങന്മാർക്കും സമ്മതമല്ല, എന്നാൽ അത് ആദ്യം ചോദിച്ചിട്ട് വേണ്ടേ ഇവിടെ വരെ. എന്തോ തനിക്ക്, അയാൾ മാത്രമല്ല ഇഷ്ടം പോലെ പുരുഷന്മാർ ലോകത്തിലുണ്ട്, അയാൾ നല്ലവരല്ല, നീചനാണ് തീർച്ചയായാലോ, അങ്ങനെ ഒരുത്തനെ കിട്ടിയിട്ട് തനിക്ക് എന്ത് കാര്യം? നിശ്ചയിച്ചിട്ടില്ല, കല്യാണം കഴിഞ്ഞിട്ട് നിശ്ചയിച്ച കല്യാണം മുടങ്ങാറുണ്ട്, കല്യാണം കഴിച്ചത് മുടങ്ങാറുണ്ട്. ഗുരുവായൂരിലെ 150 കല്യാണം ഒരു ദിവസം. ഒരു സംഭവം ഉണ്ടായത്, ഒരു ഗൾഫുകാരൻ 16 കൊല്ലം ഗൾഫിലെ വലിയ സാമ്പത്തിക ശേഷിയുള്ള ആൾ, ഗംഭീരമായിട്ടുള്ള കല്യാണം. അപ്പോൾ അവിടെ എങ്ങനെ വെച്ചാൽ ഒരു വരൻ കല്യാണ മണ്ഡപത്തിൽ വരുമ്പോൾ വേറൊരു വധുവും അതിനെ പിടിച്ച് ഉന്തണം, എന്നിട്ട് മറ്റേ വധുവിനെ പിടിച്ച് കയറ്റണം. 150 കല്യാണം, എല്ലാവർക്കും താലി കെട്ടി വേഗം പോണേ. 1 മണി കഴിഞ്ഞു, അവിടെ കല്യാണ മണ്ഡപത്തിലൊക്കെ വിളമ്പി, ചോറ് മാത്രം വിളമ്പിയിട്ടില്ല, ഇവർ വന്നിട്ട് വിളമ്പാനോ വരണ്ടേ. വരൻ സ്റ്റേജിൽ പോലും വധുവിനെ കാണാനില്ല. വധു അമ്പലത്തിൽ തൊഴാൻ പോയിരിക്കുകയാണ്. ആദ്യം തൊഴണം, താലി കെട്ടിയാൽ പിന്നെ ഉള്ളിൽ കിടന്ന് തൊഴാൻ പാടില്ല. അപ്പോൾ ഇവർ തിരഞ്ഞു പോയപ്പോൾ വധുവിനെ കാണാനില്ല. വധു സർവാഭരണഭൂഷിതയായിട്ട് കാഞ്ചീപുരം പട്ടൊക്കെ ധരിച്ച് പടിഞ്ഞാറ നടക്കി കൂടെ പോയി വേറൊരുത്തൻ്റെ കൂടെ കാറ് കയറി പോയി കഴിഞ്ഞിരിക്കും. നടന്ന സംഭവം. ഇയാൾ ആത്മഹത്യ ചെയ്തില്ല, ഇയാൾ ആ കല്യാണത്തിൽ പങ്കെടുക്കാമെന്ന് വേറൊരു കുട്ടിയെ കല്യാണം കഴിച്ചു, അവക്കാണ് അതിന് യോഗം. അപ്പോൾ ഇതൊന്നും ഉണ്ടായിട്ടില്ല, തൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുമില്ല, നിശ്ചയിച്ചിട്ടുമില്ല. കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം സ്റ്റവ് പൊട്ടി തെറിച്ചിട്ട് ആൾ ചാവാറുണ്ട്. അതും ഉണ്ടായിട്ടില്ല. എന്തോ ഭാഗ്യം എന്നൊക്കെ പറഞ്ഞ് കുട്ടിയെ കുറേ പറഞ്ഞ് സമാധാനിപ്പിച്ചു. ഇല്ല, ഇനി ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ് കുട്ടി പോയി. പാവങ്ങളാണ് ആ പ്രായത്തിൽ. അതാ ഞാൻ പറഞ്ഞ, കോളേജിലൊക്കെ നിർബന്ധമായിട്ട്, എത്ര കോളേജിലറിയോ എന്തെല്ലാം പ്രശ്നങ്ങളറിയോ, അവർ സംസാരിക്കുമ്പോഴല്ലേ അറിയണത്. ഏതായാലും പോയി. പിറ്റേത്തെ കൊല്ലം ഞാൻ ആ പൂക്കോട്ടുംപാടം അമ്പലത്തിൽ ചെന്നപ്പോൾ കുട്ടി എനിക്ക് ഫോൺ ചെയ്തു, എനിക്ക് സാറിനെ വന്ന് കാണണമെന്നുണ്ട്, പക്ഷേ ഇളകാൻ പാടില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. വേറെ കല്യാണം കഴിച്ച് 4 മാസം ഗർഭമായിട്ടിരിക്കുക കുട്ടി. അപ്പം അന്ന് എതിർച്ചയാ എന്തോ കുട്ടിയുടെ സുഹൃതം കൊണ്ടോ എന്തോ ഞാനവിടെ പോയി പെട്ടതും അവർക്ക് എൻ്റെ അടുത്ത് കൊണ്ടുവരാൻ തോന്നിയത് കൊണ്ടും കുട്ടി രക്ഷപ്പെട്ടു. അപ്പോൾ എന്താ പറഞ്ഞത് വിചാരിച്ചാൽ, ഇങ്ങനെയാണ് ഈ ലോകത്തിൻ്റെ അവസ്ഥ. ആവശ്യമുള്ളത് ഒന്നും പഠിക്കാനില്ല. അപ്പോൾ എന്നിട്ട് ഈ തെറ്റായിട്ടുള്ള വിദ്യാഭ്യാസമൊക്കെ കൊടുക്കുകയാണ്. ഇതാണ് മഹാബലിയെ ചവിട്ടി താഴ്ത്തിയതാണ്, അതിൻ്റെ സ്മരണയാണ് ഇപ്പോൾ ഓണം ആഘോഷിക്കണതാണ്. വാമനാവതാരത്തിൻ്റെ സ്മരണയായിട്ടല്ല പറയണത്. ആലോചിച്ച് നോക്കൂ, നേരെ വിപരീതം. അപ്പം എന്തായി, മഹാവിഷ്ണു വളരെ മോശക്കാരനായി, അസുര ചക്രവർത്തി മഹാകാമൻ. ഭക്തൻ്റെ ചെറിയൊരു അഹങ്കാരം പോലും നശിപ്പിക്കും. ലോക ചരിത്രം എവിടെ വേണമെങ്കിൽ നോക്കിക്കോളൂ. അങ്ങനെയാണ്. ഇപ്പോൾ എന്താ, അർജുനൻ ഒരു തവണ ദ്വാരകയിൽ വന്നപ്പോൾ, നമുക്കറിയാമല്ലോ കഥ, ദ്വാരകയിൽ വന്നപ്പോൾ ഭഗവാൻ വളരെ സന്തോഷമായിട്ട് സ്വീകരിച്ചിട്ട് ചോദിച്ചു, അവിടെ എല്ലാവർക്കും സുഖം തന്നെയല്ലേ അർജുന? കുന്തിമാതാവിന് സുഖമല്ലേ? എൻ്റെ സഹോദരിക്ക് സുഖമല്ലേ? അങ്ങനെ ഒരു മര്യാദ ഉണ്ടല്ലോ വീട്ടിലൊരു അതിഥി വന്നാൽ. അതൊക്കെ ചോദിച്ചപ്പോൾ അർജുൻ്റെ ഒരു മറുപടി എന്തൊരു വിനയമായിട്ടാണെന്നറിയോ. സ്വതവേ വിനയമൊന്നുമില്ല, പക്ഷേ ഭഗവാനോട് പറയുമ്പോൾ വിനയം നടിക്കാലോ. എന്താ അർജുൻ്റെ മറുപടി? നാഥ ഭവൽ ചരണ ദാസരാം ഈ ജനന, നാഥ ഭവൽ ചരണ ദാസരാം ഈ ജനന, ഏതാകിലും വരുമോ ബാധ. അങ്ങയുടെ പാദദാസന്മാരായ ഞങ്ങൾക്കുണ്ടോ ദുഃഖം? അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് പരമസുഖമായിട്ടിരിക്കണു. ഒരു വിനയം നടിച്ചു. ഭഗവാൻ അറിയില്ല ഇത് വിനയമുള്ളതാണോ നടിച്ചതാണോ. അർജുന സന്തോഷമായി. ഏതായാലും വന്നില്ലേ 4 ദിവസം ഇവിടെ കൂടിയാൽ ഞങ്ങൾക്കൊക്കെ വല്ലതൊക്കെ സംശയം ഉണ്ടെങ്കിൽ തീർക്കാൻ. ഇവിടെ ഈ അറിവുള്ളവരൊക്കെ കഷ്ടിയാവരല്ലേ, 4 ദിവസം ഇവിടെ നിൽക്കരുതേ ചോദിച്ചു. വിരോധമില്ല, അല്ല ശരിയാണ്. അപ്പം എന്നെ പോലെ അറിവുള്ളവർ ആരാ ഇപ്പോൾ ഇവിടെ വരാനുള്ളത്? ഇനി ഇവർക്ക് വല്ല സംശയം ഉണ്ടെങ്കിൽ തീർത്തു കൊടുക്കാമെന്നുള്ള മാതിരി അർജുനൻ അവിടെ കൂടി. എന്തിനാ ഭഗവാൻ നിൽക്കാൻ പറഞ്ഞത് പിന്നെ മനസ്സിലാവുക. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആ സന്താനഗോപാലത്തിലെ ബ്രാഹ്മണൻ വരുന്നത്, 9ാമത്തെ കുട്ടി മരിച്ചപ്പോൾ ശവമായിട്ട് വന്ന് അർജുനൻ നിറഞ്ഞിരിക്കുന്ന ഭഗവാൻ ഇരിക്കുന്ന സദസ്സിൽ വന്നിട്ട് നിലവിളിക്കാണ്, മാറത്തടിച്ച്, കൃഷ്ണ ഇതെൻ്റെ 1ാമത്തെ 2ാമത്തെ 9ാമത്തെ കുട്ടിയാണ്, ഈ ഒരു കുട്ടിയെ രക്ഷിച്ചു തരാൻ സാധിക്കില്ലെങ്കിൽ നിങ്ങൾ എന്തിനായിരിക്കണത് എന്ന് പറഞ്ഞ് ദുഃഖവും സങ്കടവും എന്താ പറയുക ദേഷ്യവും ഒരുപാട് അങ്ങോട്ട് ശകാരിച്ചു. ഈ ഭരിക്കുന്നവരെ നേരെ ചൊവ്വ ഭരിക്കുന്നു എങ്കിൽ അകാലത്തിൽ മരണം ഉണ്ടാവില്ല, ക്ഷാമം ഉണ്ടാവില്ല. ഇതൊക്കെ ഭരണം നേരെ നടക്കുന്നില്ല എന്നുള്ളതിൻ്റെ തെളിവാണ്. അതുകൊണ്ട് ഒരു ബ്രാഹ്മണൻ്റെ കുട്ടിയെ രക്ഷിച്ചു തരാൻ സാധിക്കില്ലേ കൃഷ്ണ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ചീത്ത പറഞ്ഞു. നിങ്ങൾ എന്തിനാ ഈ അമ്പുവില്ലൊടുത്ത് നടക്കണത്? ക്ഷത്രിയന്മാരാണത്രേ. ഇതൊക്കെ പറഞ്ഞപ്പോൾ അർജുനന് തോന്നി ഈ ബ്രാഹ്മണൻ പറയണതിൽ കാര്യമുണ്ട്. അയ്യേ ഇവരൊക്കെ എന്തിനാ കൊള്ളുക? ഒരു ബ്രാഹ്മണൻ്റെ കുട്ടിയെ രക്ഷിക്കാൻ സാധിച്ചില്ലെങ്കിൽ കേൾക്കട്ടെ നല്ലോണം. ശ്രീകൃഷ്ണനെയും ബലരാമിനെയും ഒക്കെ ചീത്ത പറഞ്ഞപ്പോൾ അർജുനൻ സന്തോഷമായിട്ടിരുന്നു. വളരെ ശരിയല്ലേ ബ്രാഹ്മണൻ പറഞ്ഞു, ഇവരൊക്കെ എന്തിനു കൊള്ളും? കുറച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഇവിടെ ക്ഷത്രിയന്മാരെന്ന് പറഞ്ഞ് കുറേ എണ്ണം അമ്പും വില്ലുകൊടുത്ത് നടക്കണം, ഒരൊറ്റ ക്ഷത്രിയനുണ്ടോ ഇവിടെ എന്ന് പറഞ്ഞപ്പോൾ അർജുനന് പൊള്ളി. അർജുനന് ക്ഷത്രിയനാണല്ലോ.
അർജുനൻ എഴുന്നേറ്റ്, ഹേ ബ്രാഹ്മണൻ, അങ്ങ് എന്തൊക്കെയാണ് ഈ പറയണത്? ക്ഷത്രിയന്മാരെന്താ അപരാധം അങ്ങയ്ക്ക് ചെയ്തത്? അങ്ങയുടെ നാട്ടിൽ അമ്പും വിലു ക്ഷത്രിയന്മാരില്ലായിരിക്കും, അതെനിക്കറിയില്ല. ശ്രീകൃഷ്ണൻ്റെ ബലരാമൻ്റെ ഒന്നും കാര്യം എനിക്കറിയില്ല. പക്ഷേ ക്ഷത്രിയ വംശത്തെ ഒന്നടങ്കം പറയരുത്. അങ്ങയ്ക്ക് അങ്ങനെ ഒരു ആവശ്യം ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞിട്ടില്ല, ഞാൻ രക്ഷിച്ചു തരുമല്ലോ അങ്ങയെ കൂടെ കുട്ടിയെന്നാണ്. ബ്രാഹ്മണന് കിട്ടി ദേഷ്യം വന്നു. ഈ ശ്രീകൃഷ്ണനും ബലരാമനും സാധിക്കാത്ത കാര്യമാണോ നിനക്ക് സാധിക്കണം? മിണ്ടാതെ കണ്ട അവിടെ ഇരുന്നോ പറഞ്ഞു. എനിക്ക് സങ്കടം പറയാനുള്ള എടുത്ത് സങ്കടം പറയട്ടെ. ഇവിടെയുള്ളവരാരാ? വൃഷ്ണിശ്രേഷ്ഠാ ഭുവനവിദിതാ കൃഷ്ണസംഘർഷണാദ്യാ ത്രാതും ശക്തതാ നഖിലതനയം പ്രാണഹർത്തുകൃതാന്താൽ. വൃഷ്ണിശ്രേഷ്ഠന്മാരെ ശ്രീകൃഷ്ണൻ ബലരാമൻ മുതലായിട്ടുള്ളവർ, അവർക്ക് സാധിച്ചിട്ടില്ല എൻ്റെ കുട്ടിയെ രക്ഷിക്കാൻ. പിന്നെയാണപ്പം നീ സോഹം രക്ഷാമി ഉപരിയതി തേ സ്യാത്തനൂജോദ്യുജന്മൻ ഇത്തം കാരം തവതു വചനം കേ പുനഃശ്രദ്ധധീരൻ. അപ്രകാരമില്ലാമിരിക്കുന്ന ഈ ഞാൻ രക്ഷിച്ചു തരാം. ഓ, എന്താ അവൻ്റെ മിണ്ടാതെ കണ്ട അവിടെ ഇരുന്നോ, എനിക്ക് സങ്കടം പറയാനെടുത്ത് സങ്കടം പറയട്ടെ, നീ പറഞ്ഞാൽ ഞാൻ കേൾക്കാനും പോണില്ല. അപ്പം അർജുനൻ അതിലേറെ പൊള്ളി. ഹേയ്, ഈ ബ്രാഹ്മണൻ എന്നെ മനസ്സിലായിട്ടില്ല തോന്നുന്നു. ഹേ ബ്രാഹ്മണൻ, അങ്ങക്ക് എന്നെ മനസ്സിലായിട്ടില്ല. ഞാൻ ആരാന്ന് അങ്ങ് ധരിച്ചത്? ഈ വീരപുരുഷന്മാരുടെ കഥ കേൾക്കാത്തവരാരെങ്കിലും ലോകത്തുണ്ടോ? അല്ല, അങ്ങയെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. ഈ പുത്രഭാരണത്തിൻ്റെ ഇടയിൽ ഒരുപക്ഷെ അതിന് സാധിച്ചിട്ടുണ്ടാവില്ല. എന്നാ ഞാൻ ആരാന്ന് പറഞ്ഞുതരാം. ഞാൻ ആരാ? നാഹം ശൗര്യർന ഖലു മുസലീ നാനിരുദ്ധോ ന സാംബോ ന പ്രദ്യുമ്നോ ഭുവനവിദിത പാണ്ഡവ ഫൽഗുനോഹം. ഹേ ബ്രാഹ്മണൻ, ഞാൻ ആരാന്ന് അങ്ങ് ധരിച്ചത്? നാഹം ശൗരി, ഞാൻ ശൂരസേനാത്മജൻ്റെ പുത്രനായിട്ടുള്ള വസുദേവരുടെ പുത്രനായിട്ടുള്ള ശ്രീകൃഷ്ണനൊന്നുമല്ല. ഞാൻ ഇരുമ്പലിക്കും കയ്യിലെടുത്ത് നടക്കുന്ന ബലരാമനല്ല. ന അനിരുദ്ധോ ന സാംബു, അനിരുദ്ധനല്ല, സാമ്പനല്ല. ന പ്രദ്യുമ്നോ, പ്രദ്യുമ്നല്ല. ഞാനാരാ? ഭുവനവിദിത പാണ്ഡവ ഫൽഗുനോഹം. 3 ലോകത്തും കീർത്തി ആർജിച്ച മധ്യമ പാണ്ഡവനായിട്ടുള്ള വില്ലാളി വീരനായിട്ടുള്ള അർജുനനാണ് ഈ ഞാൻ. എനിക്ക് സാധിക്കുമെന്നല്ലേ അങ്ങക്ക് അറിയാഞ്ഞിട്ടാണ് എൻ്റെ. ആരാ ഞാൻ? വ്യക്തവും ഉപക്കതി ഞാൻ പറഞ്ഞു തരാം. സ്മരഹര ശിരശ്ചണ്ഡ ഗോദണ്ഡ കണ്ഠ പ്രൗഢാഗാധ വ്രണഗണകിണ ഗ്രന്ഥി ബാഹോർ ബലമേ. എൻ്റെ ഈ കയ്യിൻ്റെ ഊക്ക് എന്താണെന്ന് അങ്ങ് ധരിച്ചുള്ള സ്മരഹരൻ, കാമാന്തകൻ, ത്രിപുരഹന്താവ്, പരമേശ്വരൻ, നിന്ദിരുവടി. അദ്ദേഹത്തെ പാശുപതാസ്ത്രബുദ്ധിക്ക് വേണ്ടി തപസ് ചെയ്തപ്പോൾ എന്നെ പരീക്ഷിക്കാൻ കാട്ടാളമൂർത്തിയായിട്ട് വരേണ്ടായി. ഞങ്ങൾ തമ്മിൽ പൊരിഞ്ഞ യുദ്ധം നടന്നു. അവസാനം എൻ്റെ അമ്പും വില്ലൊക്കെ നഷ്ടപ്പെട്ടപ്പോൾ അസ്ത്രങ്ങളൊക്കെ നഷ്ടപ്പെട്ടപ്പോൾ ആ വില്ലെടുത്തിട്ട് പരമേശ്വരൻ്റെ ശിരസിലിങ്ങനെ അട്ടേ എന്നിങ്ങനെ ഇട്ടി വെട്ടണ മാതിരി. ഇപ്പോഴും സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ മുഴ നല്ലോണം മാറിയിട്ടുണ്ടാവില്ല. അതുണ്ടാക്കിയ ആളാ ഞാൻ. എനിക്ക് സാധിക്കുമെന്നല്ലേ അങ്ങക്ക് സംശയം? എന്നാ അതാ കേട്ടോളൂ. ശൃണുത സർവേ പാണ്ഡുസൂനോ പ്രതിജ്ഞം സദസി പുനരപത്യം ഭാവി ഭൂമീസുരസ്യ കരധൃത ശരചാപ പാലയിഷ്യാമി നോ ചേത് സകല ജനസമക്ഷം സന്നിവേക്ഷേഹുദാശം. എല്ലാവരും കേൾക്കണം. ഈ ബ്രാഹ്മണൻ ഇനി ഉണ്ടാകാനിരിക്കുന്ന പുത്രനെ അമ്പും വില്ലും കയ്യിലെടുത്ത് ഈ ഞാൻ രക്ഷിക്കുന്നുണ്ട്. അഥവാ എനിക്ക് സാധിക്കുമെന്നല്ലേ ഇപ്പം അങ്ങക്ക് സംശയം? പറ്റിയില്ലെങ്കിൽ സകല ജനസമക്ഷം സന്നിവേക്ഷേഹുദാശം, സകല ആളുകളുടെയും മധ്യത്തിൽ വെച്ചിട്ട് അഗ്നിയിൽ പ്രവേശിക്കും ഞാൻ. ഈ ദേഹം എടുത്ത് വെച്ചിരിക്കും. ഹേ ബ്രാഹ്മണൻ, വേണമെങ്കിൽ വിശ്വസിച്ചോളൂ, അല്ലെങ്കിൽ വേണ്ട. ഇത്രയൊക്കെ അഹങ്കാരമായിരുന്നു. അത് തീർക്കാൻ അതിനാ ഭഗവാൻ ഇവിടെ കൊണ്ട് നിർത്തിയത്. പിന്നെ കഥ അറിയാലോ. അവിടെ അമ്പ് കൊണ്ടൊരു കൂടാരമൊക്കെ ഉണ്ടാക്കി അതിൽ പ്രസവിച്ചു. എന്താ കുട്ടി ചോദിച്ചപ്പോൾ എന്താ ഞാൻ പറയേണ്ടത്? ഇതുവരെ ശവം ഉണ്ടായിരുന്നു, ഇക്കുറി ശവവും കാണാനില്ല എന്നാണ്. പിന്നെ ബ്രാഹ്മണൻ അർജുനൻ എന്തായാലും അവസാനം അർജുനൻ ലോകം മുഴുവൻ തിരഞ്ഞു, കുട്ടിയെ കിട്ടിയില്ല. അവസാനം അഗ്നി തയ്യാറാക്കാൻ പറഞ്ഞു. കാരണം സത്യം പാലിക്കണ്ടേ. നീ ചത്തിട്ട് കാര്യമൊന്നുമില്ല, എൻ്റെ കുട്ടിയെ കിട്ടാൻ പോകണില്ലല്ലോ, ഇനി ആരോട് ഈ വീരസ്യം വിളമ്പരുതാ പറഞ്ഞു. അതല്ല, വാക്ക് പാലിക്കാതെ കണ്ടുപോയി. അഗ്നി കൊണ്ടും തയ്യാറാക്കി പ്രദർശനം വെച്ചു. അപ്പോഴാണ് കൃഷ്ണ, ഈ ഒരവസ്ഥ എനിക്ക് വന്നുവല്ലോ, അതുവരെ കൃഷ്ണനെ ചിന്തിച്ചില്ല എന്നും പറഞ്ഞ് അമ്പുള്ളും കയ്യിലെടുത്ത് അഗ്നിയിലേക്ക് അങ്ങോട്ട് ചാടുമ്പോൾ കാൽ നിലം വിട്ടപ്പോഴേക്ക് ഭഗവാൻ ഇങ്ങോട്ട് തട്ടി. എന്താ അർജുന, എന്താ ഈ കാണിക്കണേ? പൊട്ടി അങ്ങോട്ട് കരഞ്ഞു ഭഗവാനെ നോക്കിയിട്ട്. ഞാനൊരു പ്രതിജ്ഞ ചെയ്തു പോയി. അതിന് ബ്രാഹ്മണൻ്റെ കുട്ടിയെ കൊണ്ടു കൊടുത്താൽ പോരെ. അതിന് കുട്ടിയെ കിട്ടണ്ടേ? ഞാൻ എല്ലാ ദിക്കിലും അന്വേഷിച്ചു, കിട്ടിയില്ല. അത് ശരിയില്ലാത്തടത്തൊക്കെ അന്വേഷിച്ചാൽ കിട്ടുള്ളടത്ത് അന്വേഷിച്ചാലല്ലേ കിട്ടുള്ളൂ. വരൂ. കുട്ടി കൊണ്ടുപോയി കുട്ടികളൊക്കെ കൊണ്ടു കൊടുത്തു. കഥ നമുക്കറിയാം. അതായത് നേരിയൊരു അഹങ്കാരം ഭക്തന് വന്നാൽ അത് സഹിക്കില്ല എന്നുള്ളതാണ്. അത് ഭഗവാൻ അത് തീർത്തിരിക്കും. അപ്പം നമ്മളൊക്കെ ഓർക്കുക, എത്രയൊക്കെ പരമഭക്തനാണെങ്കിലും ഞാൻ എന്നൊരു അഹങ്കാരം വന്നാൽ കഴിഞ്ഞു കഥ. കാരണം ഭക്തിയുള്ളിടത്ത് അഹങ്കാരത്തിന് സ്ഥാനമില്ല. ഭക്തി പറഞ്ഞാൽ എന്താ? ഭഗവാനോടുള്ള പരമമായ പ്രേമമാണ് ഭക്തി. സാത്വസ്മിൻ പരമപ്രേമരൂപ, നാരദ ഭക്തി സൂത്രം. ഭഗവാനിലുള്ള പരമമായ പ്രേമത്തിൻ്റെ പേരാണ് ഭക്തി എന്നുള്ളത്. അഹങ്കാരോ? എനിക്ക് എന്നോടുള്ള അഭിമാനമാണ് അഹങ്കാരം.
ഭഗവാനോട് ആദരവുണ്ടാകുമ്പോൾ ആരോടാ ആദരവ്? എനിക്ക് എന്നോടാവുമ്പോൾ അഹങ്കാരം, ഭഗവാനോടാവുമ്പോൾ ഭക്തി. ഇത് രണ്ടും കൂടി വയ്യ. ഹിന്ദിയിൽ ഒരു ദോഹണ്ട്, ജബ് ഗുരുധാ തോ ഹം നാഹി അബ് ഗുരു ഹേ. എപ്പോൾ ഗുരുനാഥൻ ഉണ്ടായിരുന്നുവോ അപ്പോൾ ഹം നാഹിം, ഞാനില്ല. അതായത് ഗുരുനാഥനോട് തോന്നുന്ന ഭക്തിയാണ്. ഭക്തിയുള്ള സമയത്ത് ഞാൻ എന്ന അഹങ്കാരമില്ല. നേരെ മറിച്ച് ഞാൻ എന്ന അഹങ്കാരം ഉള്ളപ്പോഴോ അപ്പോൾ ഭക്തിയില്ല. ഇത് രണ്ടും കൂടി ഒരുമിച്ച് നടക്കില്ല. ഏക്ക് മ്യാനമേ ദോ ഖഡ്ഗ് ദേഖാ സുനാനകാൻ. ഒരൊറയിൽ രണ്ട് വാള്, അത് കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല. അതായത് ഭഗവാനോട് ഭക്തി, ബഹുമാനം, എന്നോടും ബഹുമാനം. അതെങ്ങനെയാ? ഞാൻ അല്പജ്ഞൻ, എനിക്ക് ഒന്നും കഴിയില്ല. ഭഗവാൻ സർവജ്ഞനാണ്, സർവശക്തനാണ്. അതുകൊണ്ടാണ് ഭഗവാനോട് ഭക്തി ഉണ്ടായത്. പിന്നെ ഞാൻ കേമെന്ന് തോന്നുന്നു, അത് രണ്ടും കൂടെ വയ്യ. അപ്പം അത് തീർത്തിരിക്കും ഭഗവാൻ. അത് എത്ര യോഗ്യനാണെങ്കിലും അത് തീർത്തിരിക്കും, യാതൊരു സംശയവും വേണ്ട. അഹങ്കാരത്തെ തീർക്കാനായിട്ടാണ് ഞാനിതെല്ലാം ചെയ്തത്. ദർപ്പോച്ഛിത്യൈവിഹിതമഖിലം ദൈത്യ. ഓർക്കുക, നമ്മൾ എത്ര യോഗ്യനാണെങ്കിലും ഞാനെന്ന നേരിയൊരു ഭാവം വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞു. പിന്നെ ഭക്തി ഇല്ല. അവിടെ ഭക്തിയുള്ളയിടത്ത് അഹങ്കാരവും ഇല്ല. അത് വന്നാൽ തീർച്ചയാണ് ഭഗവാൻ ആ കാലിക്കോല് കൊണ്ടൊരു കൊട്ടുകൊട്ടാൻ ഒരു മടിയില്ല ഭഗവാൻ. അപ്പം അതുകൊണ്ട് ഞാൻ എന്ന അഹങ്കാരം തോന്നരുത്. എന്താ അഹങ്കരിക്കാനുള്ളത്? നമ്മുടെ എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ പിടിയിലാണോ? അവനെ ഞാനൊരു പാഠം പഠിപ്പിക്കുന്നു പറഞ്ഞ വിരൽ നാളെ പൊന്തുന്നെന്താ ഉറപ്പ്? രാത്രി പാരാലിസിസ് വന്നങ്ങോട്ട് കുഴഞ്ഞു പോയാൽ പിന്നെ മറ്റേ കൈകൊണ്ട് താങ്ങി പിടിച്ചിട്ട് വേണം അവനെ ഞാൻ എന്ന് പറയാം. ഇതുവല്ല നമ്മുടെ പിടിയിലാണോ? ഒരു കാര്യവും നമ്മുടെ പിടിയിലല്ല. സമ്പത്ത്, ആരോഗ്യം, വിദ്യാഭ്യാസം, ഇതൊന്നും കാര്യമില്ല. ഞാനെന്നും എൻ്റെ ധനമെന്നും എനിക്കനേകം സ്ഥാനങ്ങളുണ്ട്, ഒഴികയില്ലിഹ ഞാനിതെന്നും മാനം നടിച്ചതിനിമേൽ മതി ചിത്തമേകേൾ ധ്യാനിച്ചുകൊള്ളുക ഭഗവത് ചരണാരവിന്ദം. ഞാൻ എന്നും എൻ്റെ ധനമെന്നും എനിക്കെത്ര പണമുണ്ട്, എനിക്കിപ്പോൾ ഈ നാട്ടുകാരുടെ ശുപാർശയൊന്നും വേണ്ട, എനിക്ക് അനേകം സ്ഥാനങ്ങളുണ്ട്, ഞാൻ വലിയ പദവിയിലാണ്, വലിയ മന്ത്രി കസേലൊക്കെ എൻ്റെ കയ്യിലുണ്ട്, ഇതൊന്നും ഞാൻ വിട്ടുകൊടുക്കണ പ്രശ്നമില്ല. കസേല മുറുക്കി പിടിച്ചിരിക്കുക, പോവില്ല. എപ്പോഴാണ് കസാലി ഇയാളും ഒക്കെ പാടം അറിയാമെന്നറിയില്ല. മാനം നടിച്ചതിനിമേൽ മതി, അഹങ്കരിച്ചത് മതി, ധ്യാനിച്ചുകൊള്ളുക ഭഗവത് ചരണാരവിന്ദം. ഭഗവാന്റെ പാദത്തെ ആശ്രയിച്ചോളൂ. ഈ കണ്ടതൊന്നും ഒരു ശാശ്വതമല്ല. ചിത്തേ ഭക്ത്യാ ഭജിക്ക പുരുഷോത്തമ പാദപത്മം. ഈ കാണുന്നതൊന്നും ശാശ്വതമല്ല, ഏത് നിമിഷവും നശിക്കാവുന്നതാണ്. അതുകൊണ്ട് നശിക്കാത്ത പരമാനന്ദ സ്വരൂപിയായ ഭഗവാനെ ഭജിച്ചോളൂ. അത് മാത്രമാണ്. ആരൊക്കെ കൈയൊഴിഞ്ഞാലും ഒഴിയാത്തൊരു ബന്ധു ഭഗവാൻ മാത്രമാണ്. അവസാനമാണ് അവിടെ പോയി നിലവിളിക്കുക, ഗുരുവായൂരപ്പ അങ്ങല്ലാതെ ആശ്രയമില്ലേ പറഞ്ഞ് കരയുന്ന എത്ര ആളുകളെ കാണാമെന്നറിയും. അയ്യോ എന്താ അങ്ങ് ഈ പറയണത് എന്ന് ചോദിച്ചപ്പോൾ ഒരാൾ പറഞ്ഞത്, അതെ ഇതുവരെ അങ്ങ് പ്രസംഗിച്ചില്ലേ, അതൊക്കെ സത്യമാണ്. എനിക്ക് 5 മക്കൾ, അവരൊക്കെ ഞാൻ നന്നായിട്ട് പഠിപ്പിച്ചു, നല്ല ഉദ്യോഗത്തിലെ, അവരൊക്കെ വിവാഹം കഴിച്ചു കൊടുത്തു. ഇതിൽ പരം ഇനിയൊരു അച്ഛനെ സന്തോഷിക്കാൻ വേറെ എന്താ ഉള്ളത്? മാഷക്കറിയോ, ഒരുത്തൻ എന്നെ തിരിഞ്ഞു നോക്കണില്ല. അതാണ് ഗുരുവായൂരപ്പ അങ്ങല്ലാതെ ആശ്രയമില്ലേ, അങ്ങനെ പറയാനേ പാടില്ല. അതിൻ്റെ അർത്ഥം എന്താ? ഇതിലൊരുത്തൻ എനിക്ക് ആശ്രയം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരുമോ ഗുരുവായൂരപ്പ എന്നാണല്ലോ. അപ്പം നേരത്തെ ബോധിക്കുക, ഇതൊന്നുമല്ല പരമമായ ആശ്രയം ഭഗവാനാണ്, കുഴപ്പമില്ല. ഇപ്പം നമ്മുടെ മഹർഷീശ്വരന്മാരൊക്കെ അതിബുദ്ധിമാന്മാരാന്ന് പറയണോ, പക്ഷേ ശാസ്ത്രം ഇന്ന് അത്ര പുരോഗമിച്ചു. ഇവിടെ ഇരുന്നു കൊണ്ട് ലോകത്ത് എവിടെ നടക്കുന്നതും കാണാനും കേൾക്കാനും സംസാരിക്കാനും സാധിക്കും. നമ്മളെ മഹർഷിമാരെന്തേ ഇത് കണ്ടുപിടിച്ചില്ല? അധികാമന്മാരാണെങ്കിൽ എന്നൊരു ചോദ്യമുണ്ട്. അതിന് ഗുരുനാഥൻ്റെ മറുപടി, ഭക്ഷണം പാകം ചെയ്യൽ എങ്ങനെ അറിയോ ചോദിച്ചു. അതെന്താ? അടുപ്പത്ത് പാത്രം വയ്ക്കുക, വെള്ളം വയ്ക്കുക, അരി കഴുകിടുക, തീ കത്തിക്കുക, എന്നാ ചോറ്. അത് വെന്തോന്ന് എങ്ങനെ അറിയാം? അത് 2 വറ്റ് ഞെക്കി നോക്കുക, അപ്പോൾ വെന്തോ അറിയാം. 2 വറ്റ് ഞെക്കി അത് വെന്തോന്നല്ലേ അറിയുള്ളൂ. എല്ലാ വറ്റും വെന്തോന്നറിയോ? എല്ലാ വറ്റും ഇങ്ങനെ ഞെക്കി നോക്കാറുണ്ടോ നമ്മൾ? എന്നാൽ പിന്നെ മാമുണ്ടാവില്ല. അപ്പം അതുപോലെ നമ്മുടെ മഹർഷീശ്വരന്മാർ ഈ ലോകത്തുള്ള ചില പദാർത്ഥങ്ങളൊന്ന് പരിശോധിച്ച് നോക്കി, വറ്റ് ഞെക്കണ പോലെ അവർക്ക് മനസ്സിലായി ഇതുമ്പിൽ ഇനി എന്ത് കണ്ടുപിടിച്ചിട്ടും കാര്യമില്ല. കാരണം ഇതൊക്കെ ഏത് നിമിഷവും നശിക്കാവുന്നതാണ്. അപ്പം അവരുടെ അന്വേഷണം നശിക്കാത്ത എന്തെങ്കിലും ഉണ്ടോയെന്നായി. അങ്ങനെ കഠിനമായ തപസ് കൊണ്ട് അവർ കണ്ടുപിടിച്ചു, നശിക്കാത്ത ഒരു വസ്തുവേ ഉള്ളൂ. അതാണ് പരമാത്മാവ്, ജഗതീശ്വരൻ. ആ ഈശ്വരനെ ആശ്രയിച്ചാൽ അയാൾക്ക് ദുഃഖമില്ല. നശിക്കുന്ന ഏതൊരു വസ്തുവിനെ ആശ്രയിച്ചാലും അത് നഷ്ടപ്പെടുമ്പോൾ നമുക്ക് സുഖം നഷ്ടപ്പെടില്ലേ? കുട്ടിയെ എടുത്തിങ്ങനെ താലോലിക്കുമ്പോൾ അച്ഛനമ്മമാർക്ക് സന്തോഷമുണ്ട്. ചെറിയ ഉണ്ണിയെ എടുത്തിട്ട് അച്ഛൻ്റെ താടി കുട്ടിയുടെ താടിയുമ്പിലൊക്കെ വെച്ചരയ്ക്കും. കുട്ടിക്ക് വേദന, എന്നാലും അച്ഛന് വലിയ സന്തോഷം. ആ സന്തോഷം ഏത് നിമിഷം നാളെ ഈ കുട്ടിക്ക് വല്ലതും സംഭവിച്ചു പോയാൽ തകർന്നു പോയി.
അവനെ തന്നു ഭഗവാൻ, ഈ കളിയൊക്കെ കണ്ടിട്ട് കൊണ്ടുപോയില്ലേ എന്ന് നിലവിളിച്ചു കൊണ്ടിരിക്കുക. അല്ലെ, ആലോചിച്ച് നോക്കൂ, ഈ കാണുന്ന എല്ലാം ഏത് നിമിഷവും നഷ്ടപ്പെടാവുന്നതാണ്. ദുഃഖിച്ചിട്ട് കാര്യമില്ല. ഇത് നഷ്ടപ്പെട്ടില്ലെങ്കിലേ നിങ്ങൾ പരിഭ്രമിക്കേണ്ടു. കാരണം ഇതങ്ങനെയാണ്. കുപ്പിവളയാണെങ്കിൽ അത് പൊട്ടും നിർബന്ധമാണ്. അതുകൊണ്ട് നശിക്കാത്ത ഒന്നുണ്ട്, ആ ജഗദീശ്വരനെ ആശ്രയിക്കൂ. എന്നാൽ ജന്മം സഫലമാകും. ഏത് ദുഃഖത്തെയും നേരിടാനുള്ള മനോബലം നമുക്ക് കിട്ടണമെങ്കിൽ ആ ഭഗവാനെ ആശ്രയിക്കുക തന്നെ വേണം എന്നും കൂടെ ബോധിക്കുക. ഒരുപാട് തത്വങ്ങളാണ് ഓരോ കഥയിലും ഭാഗവതത്തിലെ. ഭാഗവതം മൊത്തം തന്നെ എന്തിനുള്ളതാണ്? വൈരാഗ്യ വിജ്ഞാന വിവക്ഷയ, ജ്ഞാനവൈരാഗ്യങ്ങൾ ഉണ്ടാവാനുള്ളതാണ്. വചോ വിഭൂതിർന്നതു പാരമാർത്ഥ്യം. കഥ നടന്നില്ലേ, ഇതൊന്നും അന്വേഷിക്കേണ്ട. ഭാഗവതം കേട്ടിട്ട് നമുക്ക് ജ്ഞാനവും വിരക്തിയും, വിഷയങ്ങളിൽ വിരക്തിയും ആത്മജ്ഞാനവും ഉണ്ടാകുന്നു എങ്കിൽ കേട്ടതുകൊണ്ട് സഫലമായി. ഇല്ലെങ്കിലോ കേട്ടു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. ശികാലായി കേൾക്കാൻ പോകണില്ല. ശബരിമലയ്ക്കൊക്കെ 36 കൊല്ലം ഞാൻ പോയി എന്നാ കേമൻ. എന്നിട്ടോ ഇപ്പം ശുണ്ഠി ഒന്നും കൂടെ കൂടിക്കണു. എന്നോടോ ഞാനാണ് ഇവിടുത്തെ വലിയ ഗുരുസ്വാമി. എന്നാൽ പിന്നെ പോവാണ്ടിരിക്കാന്നുള്ളത്. ഒരു തവണ പോകുമ്പോൾ അവിടെ സമർപ്പിച്ച് പോരണം. ഇനി ഞാൻ ശുണ്ഠി എടുക്കില്ല. അങ്ങനെ 4 തവണ പോകുമ്പോഴേക്ക് പിന്നെ അത്ര പരിശുദ്ധനായിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ എല്ലാം അഹങ്കാരം വർദ്ധിപ്പിക്കാനാണെങ്കിൽ പ്രയോജനവും. ഭഗവാനാണ് പരമമായ ആശ്രയം എന്ന് ബോധിക്കുക. ഇതാണ് ഭാഗവതം. എല്ലാം ഇതാണ്. ഭാഗവതം ദശമെന്ന് പറഞ്ഞാൽ നിരോധമാണ്. നിരോധം എന്ന് പറഞ്ഞാൽ തടസ്സം. എന്ത് തടസ്സം? ജീവന് ഈശ്വരനെ കാണാനുള്ള തടസ്സം എന്താണ്? അതാണ്. എന്താ? അഹങ്കാരം. ഈ അഹങ്കാരം പരിപൂർണ്ണം നശിക്കുമ്പോഴേ ഈശ്വര സാക്ഷാത്കാരം ഉണ്ടാവുള്ളൂ. അതിനെ പലതായിട്ട് വിഭജിച്ചു ഭാഗവതത്തിൽ. അഹങ്കാരത്തിന് പല വകഭേദങ്ങളുണ്ട്. രജോഗുണം, ശരീരാഭിമാനം, അർത്ഥധാര, പുത്രേഷണകൾ, ഇതൊക്കെ അഹങ്കാരം കാരണം ഉണ്ടാകുന്നതാണ്. ഇപ്പം കംസന്റെ കഥ പറഞ്ഞു. കംസൻ രജോഗുണത്തിൻ്റെ മൂർത്തിയാണ്. പെട്ടെന്ന് ദേഷ്യം വരും. കംസനിൽ നിന്നാണ് കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം. രജോഗുണത്തിൽ നിന്നേ. അതാണ് പൂതന, ചകടാസുരൻ, തൃണാവർത്തൻ, അഘാസുരൻ മുതലായവരൊക്കെ അതിൽ നിന്ന് പുറപ്പെടുകയാണ്. അതൊക്കെ എന്തിനാ? ഭഗവാനെ നശിപ്പിക്കാനാ. എന്തുണ്ടായി? ഭഗവാൻ അവരെ നശിപ്പിക്കാണ്ടായത്. അവസാനം കംസനെയും കൊന്നു. അതായത് രജോഗുണം നശിച്ചു. എത്രയൊക്കെ നശിച്ചാലും ശരീരാഭിമാനം പിന്നെയും ബാക്കിയാണ്. ആ ശരീരാഭിമാനമാണ് ജരാസന്ധനായിട്ട് കഥാരൂപത്തിൽ അവതരിപ്പിക്കുന്നത്. ആ ജരാസന്ധനെ കൊല്ലാനായിട്ട് ബ്രാഹ്മണരുടെ വേഷം കെട്ടിപ്പോയി ക്ഷത്രിയന്മാർ. ഭഗവാനും അർജുനും ഭീമനും കൂടി 28 ദിവസം യുദ്ധം ചെയ്തു. എന്നിട്ടും കൊല്ലാൻ പറ്റണില്ല. ഭഗവാനെ സ്ഥലം വിടുക നല്ലത്, നാളെ അവൻ എന്നെ കൊല്ലുന്നതാ തോന്നണത്. ഭീമൻ പറയുക. അപ്പോൾ ഭഗവാൻ പറഞ്ഞു അത് വഴിയുണ്ട. പറഞ്ഞു ഭഗവാൻ പറഞ്ഞു കൊടുക്കാനും പാടില്ല. ഒരു ഇല എടുത്തിട്ട് കീറിയിട്ട് ഇടത്തോട്ടും തിരിച്ചെറിഞ്ഞു. അപ്പോഴാണ് മനസ്സിലായത് 2 കാലും ചവിട്ടി കയറിയിട്ട് ഒന്ന് ഇങ്ങോട്ടും ഇന്നും ഇങ്ങോട്ടും എറിഞ്ഞു. അപ്പോഴാണ് ജരാസന്ധനെ കൊല്ലാൻ പറ്റിയത്. അതായത് നേരെ എറിഞ്ഞാൽ വീണ്ടും വന്ന് കൂടും. അത് ജരയാൽ സന്ധിക്കപ്പെട്ടവനാണ് ജരാസന്ധൻ. അങ്ങനെ വലിച്ചെറിഞ്ഞിട്ട് പിന്നെയും വന്ന് കൂടുകയാണ്. ഭീമൻ പേടിക്കാൻ വല്ലതും വേണോ? അതായത് വിപരീത ഭാവന ചെയ്യണം ശരീരാഭിമാനം നശിക്കാൻ. ഈ ശരീരമാണ് ഞാൻ എന്നല്ലേ നമ്മളൊക്കെ വിചാരിക്കണത്. ഞാൻ ഈ ശരീരമല്ല, ഇന്ദ്രിയങ്ങളല്ല, മനസ്സല്ല, ബുദ്ധിയല്ല, ജാഗ്രതല്ല, സ്വപ്നമല്ല, സുഷുപ്തിയല്ല, പഞ്ചപ്രാണല്ല. ഇങ്ങനെ വിപരീതമായിട്ട് ഭാവന ചെയ്ത് അവസാനം താൻ ആത്മസ്വരൂപിയാണ് എന്ന് ബോധിക്കണം. അതാ ജരാസന്ധൻ്റെ ശരീരാഭിമാനത്തിൻ്റെ കഥ. പിന്നെ ശിശുപാലൻ എന്ന് പറഞ്ഞാൽ ശിശുക്കളെ പാലിക്കുന്ന, കുട്ടികളെ രക്ഷിക്കുന്ന ആൾ. കുട്ടികളുണ്ടാവണമെങ്കിൽ ഭാര്യ വേണമല്ലോ, രക്ഷിക്കണമെങ്കിൽ പണവും വേണം. അപ്പോൾ ഭാര്യ വേണം, പണം വേണം, മക്കൾ വേണം എന്നുള്ള ആഗ്രഹം. അതാണ് അർത്ഥധാര പുത്രേഷണകൾ. പണം, ഭാര്യ, മക്കൾ, ഇതിനോടുള്ള ഏഷണാത്രയം എന്ന് പറയില്ലേ. എത്രയായാലും അതൊന്നും അങ്ങോട്ട് വിട്ടുപോകാൻ വിഷമമാണ്. ഒരാൾ പറയാം ഞാൻ അറിഞ്ഞില്ലേ, ഞാനൊക്കെ വിട്ടു, ഞാനിപ്പോൾ സന്യസിക്കുക, എനിക്കൊന്നും വേണ്ട, മുതലൊക്കെ ഒക്കെ വിട്ടു എന്ന്. എല്ലാം വിട്ടു. അപ്പോൾ മുതലൊക്കെ എന്ത് ചെയ്തു? അതൊക്കെ മക്കൾക്ക് കൊടുത്തിട്ടുണ്ട്. അല്ല, അവർ നശിപ്പിക്കരുത്, അത്രയേ ഉള്ളൂ. ഞാൻ നോക്കണ്ട, മനസ്സിരുത്തുന്നുണ്ട്. എന്ത് വിട്ടു ഇയാൾ? ഇപ്പോഴും മനസ്സിരുത്തുന്നുണ്ട് മുതൽ നശിപ്പിക്കരുതാണ്. ഒന്നും വിട്ട് എത്ര വിട്ടു പറഞ്ഞാലും വിടുന്നില്ല. അതാണ് ഈ അർത്ഥധാര പുത്രേഷണകൾ പെട്ടെന്ന് വിടാൻ പറ്റില്ല. 100 അപരാധവും ക്ഷമിക്കാമെന്ന് പറഞ്ഞ അവസാനമാണല്ലോ ശിശുപാലനെ കൊന്നത്. അതുവരെ ഭഗവാന് സിംഹാസനത്തിലിരിക്കാൻ പാടില്ല എന്നായിരുന്നു. ഇപ്പം എന്തായി? ശിശുപാലനെയും കൊന്നു കഴിഞ്ഞപ്പോൾ അഗ്രപൂജ കൃഷ്ണൻ്റെയാണ്. ഭഗവാൻ ഇരിക്കുന്നിടത്ത് വേറൊരാൾക്ക് ഇരിക്കാൻ പാടില്ല എന്നുള്ള അവസ്ഥ എത്തി. അതായത് ഈ നിരോധം എന്ന് പറഞ്ഞാൽ തടസ്സം അഹങ്കാരമാണ്. ഈശ്വര ദർശനത്തിന് തടസ്സം അതാണ്. രജോഗുണമായിട്ട്, ശരീരാഭിമാനമായിട്ട്, അർത്ഥധാര പുത്രേഷണകളായിട്ട്, ഇങ്ങനെ പല പ്രകാരത്തിൽ ഇതൊക്കെ കഥകളിലൂടെ അവതരിപ്പിക്കുകയാണ് ഭാഗവതം ചെയ്യുന്നത്. ഓരോ കഥയിലും 100 തത്വങ്ങൾ അവതരിപ്പിക്കുകയാണ്. ഇപ്പോൾ വാമനാവതാരം എത്ര തത്വങ്ങൾ. ഗൃഹസ്ഥനായിരുന്നാൽ മതി, അത് മോശപ്പെട്ടതൊന്നുമല്ല. അതിഥി പൂജയുടെ മഹത്വം എന്തെല്ലാം പറഞ്ഞു ആലോചിച്ച് നോക്കൂ. ആ അഹങ്കാരം പരിപൂർണ്ണം നശിക്കുമ്പോൾ ഈശ്വര സാക്ഷാത്കാരം ഉണ്ടാവും. ഇങ്ങനെയുള്ള തത്വരത്നങ്ങളെയാണ് അവതരിപ്പിക്കുന്നത്. എന്തോ ചില പുട്ടും പൊടിയൊക്കെ പറഞ്ഞു. ഏതായാലും ആ ഭഗവാന്റെ കാരുണ്യം നമുക്കെല്ലാവർക്കും ഉണ്ടാകാൻ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഉപസംഹരിക്കുന്നു. ഓം കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.